ഒരുമിച്ചായിരിക്കാൻ വലിയവനാ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ശ്രേഷ്ഠ കർത്താവിൻ്റെ ദാസൻ, മറ്റ് അഭിഷിക്തന്മാർ ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. അമ്മവേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, അതുപോലെ സദസ്സിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാവരും ഓർത്ത് സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മീറ്റിങ്ങിലായിരിക്കാൻ വലിയവനാ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് വൻ കാര്യങ്ങളെ നമ്മുടെ മധ്യ ചെയ്യട്ടെ. ദൈവത്തിന് ഞാൻ നിങ്ങൾക്ക് അപരിചിതനല്ല, പലവട്ടം ദൈവ PMJ സഭയെ കടന്നു വന്ന് സൂക്ഷിപ്പാനൊക്കെ കർത്താവ് അവസരം ഒരുക്കിയിട്ടുണ്ട്. അതിനാ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിലും കർത്താവ് വലിയവ നമ്മുടെ മധ്യേ ചെയ്യട്ടെ. നമുക്കതിനാധാരമായ ഒരു വേദഭാഗം വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ ഈ പകൽക്കാലത്ത് ചിന്തയ്ക്കായി വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം പട്ടാളമുള്ള ദൈവഗിരിക്ക് എത്തും. അടുത്തത്, അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ മുൻപിൽ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോടുകൂടെ പൂജാഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ കാണും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആള് മാറുന്നത് പോലെയായി ആളെ മാറ്റുന്ന അഭിഷേകം, നമ്മളെ ചേഞ്ച് വരുത്തുന്ന അഭിഷേകം. നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല പകലിനാ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. 2000 വർഷങ്ങൾക്ക് പുറകിൽ 2 കള്ളന്മാരുടെ മധ്യേ കാൽവരി കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്നവനും സാക്ഷാൽ ദൈവമായിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, മറ്റ് ദൈവദാസന്മാരെ, അതുപോലെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാഗ്ദത്തം പോലെ അങ്ങ് ഞങ്ങളുടെ മധ്യയുള്ളതിനായി സ്തോത്രം. കർത്താവേ, ഈ പ്രാർത്ഥനയുടെ വലിയ പ്രസൻസ് ജനം അനുഭവിപ്പാൻ ദൈവാത്മാവ് ഇടയാക്കണം. വചനത്തിൻ്റെ വാതിൽ ദൈവം തുറക്കണമേ. ഈ പ്രാർത്ഥന കഴിയുന്ന സമയം വരെ ഈ ദൈവസഭയോട്, കടന്നു വന്ന ജനത്തോട്, ശുശ്രൂഷാതലങ്ങളോട് വാതുകെട്ടുന്ന ഇരുട്ടിൻ്റെ ശക്തിയെ ദൈവദൂതന്മാരെ അയച്ച് സ്വർഗ്ഗം ബന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ നൽകണം, ബലം കൂടിയിരിക്കണം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാൽ ദൈവകൃപയോട് നിറയ്ക്കും. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. എന്നെക്കാരും നന്നായിട്ട് അനുഗ്രഹമായ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരാണ് ഇരിക്കുന്നത്. അവരുടെ മധ്യത്തിൽ ഒരു അവസരം ഒരിക്കൽ കൂടി കർത്താവ് തന്നതിനാ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. നമ്മളിന്ന് വായിച്ച വേദഭാഗം, ദൈവത്തെ നമ്മുടെ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ ശൗലിൻ്റെ മേലിറങ്ങി വന്നിട്ട് അവൻ പ്രവചിക്കാൻ തുടങ്ങി. ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ പ്രവചിക്കും. ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ രോഗസൗഖ്യങ്ങളുണ്ട്. ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ വഴികളെ ദൈവം തുറക്കും. ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് മനസ്സിന് കെട്ടിയ കെട്ടുകൾ ദൈവം അഴിക്കും. റബനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഈ സാന്നിധ്യം നമ്മളെ ആളുമാറ്റും. സ്തോത്രം. അവൻ്റെ അഭിഷേകം നമ്മളിൽ ആള് മാറ്റും. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. അഭിഷേകം നമ്മുടെ ശുശ്രൂഷയിൽ ചേഞ്ച് കൊണ്ടുവരും, നമ്മുടെ സംസാരത്തിൽ ചേഞ്ച് കൊണ്ടുവരും, നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് കൊണ്ടുവരും. ദൈവത്തെ നീയോ നമ്മുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരും, നമ്മുടെ കുടുംബജീവിതത്തിൽ ചേഞ്ച് കൊണ്ടുവരും, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ചേഞ്ച് കൊണ്ടുവരും. അഭിഷേകത്തിന് നിൻ്റെ ജീവിതത്തെ മാറ്റാൻ പവറുണ്ട്. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതം ചേഞ്ച് ആവും. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വരെ മറ്റൊരു മനുഷ്യനായിരുന്നു. അവിടെ വെച്ച് അവന് കർത്താവിൻ്റെ പ്രത്യക്ഷതയുണ്ടായി. ദൈവതന്നെയോടെ സ്തുതിക്കുന്നു. നേർവീതി എന്ന തെരുവിൽ അവൻ ദൈവതന്നെയോടെ സ്തുതിക്കുന്നു. 3 ദിവസം താൻ കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് അനന്യാസ് എന്ന് പറയുന്നൊരു ശിഷ്യനോട് കർത്താവ് ഇടപെട്ടു. എന്താ? നീ ചെന്നിട്ട് ദൈവതന്നെയോടെ സ്തുതിക്കുന്നു. അനന്യാസിനോട് പറയുകയാണ്, നേർവീതി എന്ന തെരുവിൽ ശൗലെന്നൊരുവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നീ അവൻ്റെ ശിരസിൽ എന്ത് ചെയ്യണം? കൈവച്ച് പ്രാർത്ഥിക്കണം. അനന്യാസ് പേടിച്ചു പോയി. അനന്യാസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പോകുകയില്ല. കാരണം അവൻ്റെ കയ്യിൽ അധികാരപത്രമുണ്ട്. ഈ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ദൈവത്തിന് പിടിച്ച് കാരാഗ്രഹത്തിലടയ്ക്കാനുള്ള അധികാരപത്രം അവൻ്റെ കയ്യിലുണ്ട്. ഞാൻ പോകില്ലെന്ന് ദൈവത്തിന് അനന്യാസ് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഞാൻ പറയുന്നത് നീ ചെയ്യുക. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം. ഞാൻ അവനെ തൊട്ട് നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ അവനെ ഇരുത്തിയിരിക്കുക. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. മാത്രമല്ല, ഒരു ദൈവദാസൻ അവൻ്റെ അടുക്കൽ വന്ന് തൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദർശനം അവൻ കണ്ടു.
ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. നേർവീതി എന്ന തെരുവിൽ വലിയ കഷ്ടതയിലിരിക്കുന്ന സമയത്താ തൻ്റെ മേൽ വെളിപ്പാടിൻ്റെ പകർച്ച ഇറങ്ങി വരുന്നേ. അമ്മ 21 ഇരുന്നപ്പോഴല്ല, 40 ഇരുന്നപ്പോഴല്ല, 21, 40 എനിക്ക് അനുഗ്രഹമാ. പല ചില കഷ്ടതകൾ ചിലത് നിന്റെ മേൽ പകരും. അനുഭവനി ചില കഷ്ടതകൾ ഉടബല ദൈവം അനുവദിക്കുന്നത് ചിലത് നിന്റെ മേൽ പകരാനാ. ചിലത് ഉടബലകൾ ചില വഴികളെ തുറക്കാനാ, നിന്നെ അതിലെ അടുത്ത തലത്തിലേക്കൊന്ന് നയിക്കാനാ, നിന്നെ ആള് മാറ്റാനാ ചില കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നത്. ആമേൻ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്ന അവിടുന്ന് അമ്മ ശൗൽ ആള് മാറി അപ്പോസ്തലനായ പൗലോസായി. 14 ലേഖനം ദൈവസഭയ്ക്ക് വേണ്ടി എഴുതി. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു കഴിഞ്ഞാൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തി അപ്പോസ്തലനായ പൗലോസാ. മാത്രമല്ല പത്രോസ് യഹൂദന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ ആരും ഇറങ്ങിച്ചെല്ലാത്തവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന മനുഷ്യനാ പൗലോസ്. അതുകൊണ്ട് എത്രത്തോളം അവൻ ഇറങ്ങിച്ചെന്നോ അത്രത്തോളം അവൻ്റെ പേര് ദൈവം ഉയർത്തി. ഉടബലകട നീ നാണ് കൊടുക്കും തോറും നിന്റെ പേര് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. 2, ദൈവം നമുക്ക് പത്രോസിനെ കുറിച്ച് അറിയാം. പത്രോസ് മീൻപിടുത്തക്കാരനാണ്. നമ്മളൊക്കെ മത്സ്യമൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നവരാ. പക്ഷെ ഇത് പിടിക്കുന്നവരൊന്നും നമ്മൾ എന്ത് ചെയ്യല, അറിയുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. പത്രോസിനെ തേടി യേശു ഗലീല കടലിൻ്റെ അല്ല ഗെന്നസേത്ത് തടാകത്തിൻ്റെ തീരത്തെത്തി. അവൻ്റെ പടകിൽ യേശു കയറി. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. പടകിൽ കയറി ചില സമയങ്ങൾ കർത്താവ് ജനത്തോട് ദൈവവചനം പ്രസംഗിച്ചു. വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ദൈവ പത്രോസിനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കുക, നിൽക്കുന്ന സ്ഥലത്ത് മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, ഇവിടെ ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. എങ്കിലും നിന്റെ വാക്കിന് എന്ത് ചെയ്യുക, വലയിറക്കുക. പറഞ്ഞവൻ്റെ ശബ്ദത്തിന് വിലയുണ്ട്. കാരണം പറഞ്ഞവൻ പ്രപഞ്ച സൃഷ്ടാവാ. അവനില്ലാത്തത് ഉള്ളതുപോലെ നിനക്ക് വേണ്ടി വിളിച്ചു വരുത്തു. നിന്റെ തലമുറയ്ക്ക് ചിലത് വിളിച്ചു വരുത്തു. റീബാനൊക്കെ നിനക്ക് വേണ്ടി ചില സൗഖ്യങ്ങളെ വിളിച്ചു വരുത്തു. നിനക്ക് വേണ്ടി ചില വഴികളെ വിളിച്ചു വരുത്തു. ചിലത് ഡിലേ ആയാലും അല്പനാളുകൾ ചില ശൂന്യത വന്നാലും അതിനെ നിറയ്ക്കുന്നവനിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്വത്രം ഉടബലഘടകം റബനകത്തൊരി പത്രോസിനോട് വല വീശാൻ പറഞ്ഞപ്പോൾ തന്നെ യേശു പുറംകടലിൽ കിടന്ന മത്സ്യത്തെ പടകിൻ്റെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തി കർത്താവ്. പത്രോസ് വല വീശിയപ്പോൾ അതുവരെ കാണാത്ത ദൈവപ്രവൃത്തിയാണ് വെളിപ്പെട്ടത്. ദൈവത്തിന് നീ കൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഞാനൊരു കാര്യം ദൈവാത്മാവിൽ പറയാം. ഇത്രയും മത്സ്യം ആ വലയ്ക്കകത്ത് കയറിയിട്ടും ആ വല എന്ത് ചെയ്തില്ല, കീറിയിട്ടില്ല. ദൈവം തന്നെ നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കുകയല്ല. സ്തോത്രം. അങ്ങനെയൊക്കെ ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നവനിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഉടബലഘടകം ഒരു രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ചത് ഓർത്തോളാം. അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചത് കർത്താവിനെ കൂടാതെയാ. പക്ഷെ ആ കർത്താവ് ആ പടകിൽ കയറിയപ്പോൾ ആ പടകിൻ്റെ ശൂന്യത ദൈവം മാറ്റി. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ പകലൊരു ദൂത് പറയുമ്പോൾ ഇന്നലകൾ കർത്താവിനെ കൂടാതെ ഓടിയതെല്ലാം പരാജയമാ. യേശു നിന്റെ പടകിലുണ്ടെങ്കിൽ, യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, യേശു നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ നിന്റെ ഭവനത്തിൻ്റെ സ്ഥിതി ദൈവം മാറ്റുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ദൈവത്തെ നീയോടെ സ്തുതിക്കും. ഇവനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്തുള്ള പടകളുള്ളവരെ ഞങ്ങളുടെ മാടി വിളിച്ചു. അവന് മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാ, കുറവുള്ളവനാ, എന്നെ വിട്ടിട്ട് പോകോളാൻ പറഞ്ഞു. യേശു പറഞ്ഞു, നിന്നെയാടാ എനിക്ക് ആവശ്യം. സ്വതന്ത്രം. ജീവിതത്തിൽ കുറവ് സമ്മതിക്കുന്നവനെ, വീഴ്ച സമ്മതിക്കുന്ന നിന്നെ ദൈവം അഭിഷേകം ചെയ്ത് ഉപയോഗിക്കും. അനുഭവന് ദൂത് മനസ്സാവുന്നുണ്ടോ? അവൻ ജീവിതത്തിൽ കുറവ് സമ്മതിക്ക്, വീഴ്ചയുണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താ നിന്നെ ദൈവം അഭിഷേകം ചെയ്യുമെന്ന്. നീതീകരിക്കുന്നവനെയല്ല, കർത്താവേ ജീവിതത്തിൽ കുറവുണ്ട്, വാക്കിൽ കുറവുണ്ട്, പ്രവൃത്തിയിൽ കുറവുണ്ടെന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്നെ ഉപയോഗിക്കുന്ന ഒരു ദൈവകൃപയുടെ കരം കൂടെയുണ്ട്. ഈ പത്രോസ് അറിയപ്പെടാത്ത ഒരു മനുഷ്യനാണ്. ദൈവത്തിന് മാത്രമല്ല, യേശുവിനെ തള്ളിപ്പറഞ്ഞ് താൻ തിരിച്ചുപോയി. ദൈവത്തിൽ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ വേണ്ടി മരിക്കാനൊക്കെ നിന്നിട്ടും അവസാനം യേശുവിനെ തള്ളിപ്പറഞ്ഞ് പോയവനാ പത്രോസ്. എന്നാൽ ഇതേ പത്രോസിന് മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്നപ്പോൾ ഉടബലഘടകം റമനകത്തൊരി ഇവനെ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ അഭിഷേകം വന്നപ്പോൾ ഇവൻ്റെ പേര് ദൈവം ഉയർത്തി. ഇവൻ നടന്നു പോകുന്ന വഴിയിൽ ഭൂതങ്ങൾ വിട്ടുപോകും, രോഗസൗഖ്യങ്ങൾ നടക്കുക. ഇവൻ്റെ ഒരു കൈവെപ്പിന് വേണ്ടി ജനം കാത്തിരിക്കുക. ഇവന് വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ ഞാൻ ദൈവാത്മാവ് ദൂത് പറയാ. അപ്പോസ്തല പ്രവൃത്തി 4:13 വായിക്കുമ്പോൾ ഇങ്ങനെ പറയുക. ഇവർ ഒന്ന് വായിച്ച അപ്പോസ്തല പ്രവൃത്തി 4:13. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുക. അപ്പൊ അഭിഷേകം വന്നപ്പോ ഒന്ന് ധൈര്യം വന്നു. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. അഭിഷേകം വരുമ്പോൾ നിന്റെ ഭയം മാറി ധൈര്യം വരും. അടുത്തത്, ഇവർ പഠിപ്പില്ലാത്തവരും ഇതിന്റെ വിദ്യാഭ്യാസമല്ല, വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി അഭിഷേകം വരുമ്പോ അതിനപ്പുറമായി ദൈവം നിന്നെ ഉപയോഗിക്കാനിടയായി തീരും. അഭിഷേകം വരുമ്പോൾ വിദ്യാഭ്യാസത്തിലേക്ക് ദൈവം നടത്തും. എവിടെയാ കുറവ് വന്നത്, ആ കുറവ് പൂരിപ്പിക്കാൻ അഭിഷേകത്തിന് കഴിയുമെന്നാണ് ദൈവം ദൂത് വിളിച്ചു പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. ഇവിടെ ശൗലിനോട് പറഞ്ഞൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ദൈവത്തെ നീ പെലിസ്ത്യരുടെ പ്രവാചകീരിയിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. അതിൻ്റെ
5ഉം 6ഉം വാക്യങ്ങൾ ഇങ്ങനെയാ വായിക്കുന്നത്. ഒരിക്കൽ കൂടി വായിച്ചേ. അതിനുശേഷം നീ ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിയിൽ നീ എത്തും. അടുത്തത് അവിടെ പട്ടണത്തിൽ കടക്കുമ്പോ മുൻപിൽ വീണ തപ്പ് കുഴൽ, ഇതൊക്കെ ആരാധനയുടെ ഉപകരണങ്ങളാ. ഇതൊക്കെ വേണം ദൈവത്തെ ആരാധിക്കുന്ന. തപ്പിനോടും തന്ത്രനാദത്തോടും കുടലിനോടും കിന്നരത്തോടും സംഗീതത്തോടും നൃത്തത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഇറങ്ങി വരും. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തോടുള്ള നന്ദി കൊണ്ടാ. ഒരു ദിവസം കൂടെ ആയുസ് തന്ന ഈ ലോകത്തിൽ അനേകർ നിത്യനരകത്തിലേക്ക് പോയപ്പോൾ ദൈവം ഒരു യോഗ്യതയില്ലാത്ത നിന്നെ വിളിച്ച് വേർതിരിച്ച് നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതി നിന്റെ അഡ്രസ് മാറ്റി ചരിത്രം മാറ്റി കണ്ണുനീര് തുടച്ച് നിന്നെ ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന ദൈവത്തോടുള്ള നന്ദി പ്രകടനമായ ആരാധന. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങും. അത് സൗഖ്യമായി ഇറങ്ങും, അഭിഷേകമായി ഇറങ്ങും, വിടുതലായി ഇറങ്ങും. റീബാന കൃപാപരമായി ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങി വരുവാനിടയായി തീരും. യേശുവിൻ്റെ നാമത്തിൽ യമെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശൗലിനോട് ഈ ദൂത് പറഞ്ഞ ശൗലിനെ നമ്മൾ കാണുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പശ്ചാത്തലം പറയുന്നത് ബെന്യാമീൻ ഗോത്രത്തിൽ കീശ് എന്ന പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. അവിടെ നിൽക്കട്ടെ മോളെ, ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ഈ ഇസ്രായേലി ജനം ദൈവത്തോടൊരു രാജാവിനെ ചോദിച്ചു. അവർ പറഞ്ഞു, അമാലേക്കിന് രാജാവുണ്ട്, മോവാബിന് രാജാവുണ്ട്, പെലിസ്തീന് രാജാവുണ്ട്, സകല പുള്ളികൾക്കും രാജാവുണ്ട്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. കർത്താവ് തന്നെ ഇവരെ നയിക്കുമ്പോൾ ആ കാലത്തൊക്കെ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ന്യായാധിപൻ ശൗമേല ന്യായാധിപനാണ്, പുരോഹിതനാണ്, താൻ പ്രവാചകനാണ്. 3 മിനിസ്ട്രി താൻ നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തോടൊരു രാജാവിനെ ചോദിച്ചു. ചോദ്യം യഹോവയ്ക്ക് അനിശ്ചിതമാണെങ്കിലും ഇവരെ പലവട്ടം ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശൗമേൽ ശ്രമിച്ചു. പക്ഷെ അവർ അതിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ഒരു രാജാവിനെ കൊടുക്കാൻ തീരുമാനിച്ചു. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. അതാണ് നമ്മൾ വായിച്ചത് 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ. എന്താ ബെന്യാമീൻ ഗോത്രത്തില് കീശ് എന്ന പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. ശൗലിന്റെ പിതാവിന്റെ പേരാ കീശ് എന്ന്. ഇച്ചിരി മുതലൊക്കെ ഉള്ള ആളാ, സമ്പത്തൊക്കെ ഉള്ള ആളാ. കീശ് എന്ന് പേരുന്ന ഒരു ധനികൻ ഉണ്ടായിരുന്നു. അടുത്തത് അവൻ ബെന്യാമീനായ അഫീഹിന്റെ മകനായ ബെഖോറാത്തിന്റെ മകനായ സെറൂറിന്റെ മകനായ അവന്റെ പിതാക്കന്മാരെ കുറിച്ച് പറയുക. ഇന്നയാളുടെ മകനായിരുന്നു. അടുത്തത് അബിയേലിന്റെ മകനായിരുന്നു. അവന് ശൗൽ എന്ന പേരുള്ള യൗവനവും കോമളത്വവും നിറഞ്ഞ ഒരു മകനുണ്ടായിരുന്നു. നല്ല ഒന്ന് യൗവനം നിറഞ്ഞവന്, 2 കോമളത്വം നിറഞ്ഞവനെ. കണ്ടാൽ നല്ല മിടുകനാ. മാത്രമല്ല ഇവന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. 6 അടി 5 ഇഞ്ച് പൊക്കമാണ്, അതിൽ കൂടുതൽ പൊക്കമുണ്ട്. ഇസ്രായേലിൽ ആര് നിന്നാലും ഇവൻ നിന്നാൽ അവരെക്കാളും നല്ല പൊക്കമുള്ളവനാ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക് ഒരു പരിധിക്കപ്പുറം ഒന്നും പൊക്കമില്ലാത്തത്. നമ്മൾ ഈ സൗദിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പൊക്കമുള്ള നല്ല ഉയരമുള്ളവരുണ്ട് അറബികൾ. ദൈവത്തെ ഇവരുടെ പിന്തുടർമ്മക്കാരാന്ന് തോന്നുന്നു. പോട്ടെ, ഏതായാലും ഇവൻ നല്ല പൊക്കമുള്ളവനാ, കണ്ടാൽ നല്ല കോമളനാ. വായിച്ചോ. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷനില്ല. നല്ല കാണാൻ നല്ല പെർഫെക്റ്റ് ആയവനാ. ഒന്ന് നല്ല പൊക്കമുണ്ട്, നല്ല നെഞ്ചുവിരിവുണ്ട്, കാണാൻ ദൃഢഗോത്രനാണ്, കണ്ടാലും മിടുക്കനായിരിക്കുന്നവനാ. വായിച്ചു. അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവൻ ആയിരുന്നു. അടുത്തത് ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. ഇവന്റെ അപ്പനായ കീശിന്റെ കഴുതകളെ കാണാതെ പോയിരുന്നു. കീശ് തന്റെ മകനായ ശൗലിനോട് നീ ഒരു ഭൃത്യനുമായിട്ട് കഴുതകളെ എന്ത് ചെയ്യണം? അന്വേഷിച്ചുകൊണ്ട് വരണം. ഈ കഴുതകളെ നഷ്ടപ്പെടുത്തിയതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയാ. കാരണം ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയല്ലാത്തവനാ. ഇവന് നമ്മുടെ ബൈബിള് ഇവനൊരു അന്തർമുഖനാ എന്ന് പറഞ്ഞാൽ വേറെ ആളുടെ വെളിച്ചത്തിൽ ഇവന് പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവത്തിന് ഇവനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരുക്കിയ പദ്ധതിയാ അപ്പൻ്റെ കഴുതകളെ നഷ്ടപ്പെടുത്തിയത്. ഈ ചിലര് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ വിളിച്ച് ഇവർ പുറകോട്ട് വലിയും. ഒരു കാര്യത്തിന് ഒരു വലിയല്ല. പ്രസംഗിക്കാൻ അവസരം കൊടുത്താലോ അല്ലെങ്കിൽ പാടാൻ അവസരം കൊടുത്താലോ ഒരു പ്രോഗ്രാമിനൊക്കെ അവസരം കൊടുക്കുമ്പോൾ ഇവർ പുറകോട്ട് വലിയും. പക്ഷെ ഇവരുടെ മേൽ ദൈവശക്തി ഇറങ്ങി വരുമ്പോൾ ഇവരെ ദൈവം ആളുമാറ്റും. സ്വതന്ത്രം ദൈവശക്തി നമ്മുടെ ലൈഫ് മാറ്റും. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. അപ്പോൾ ഇവൻ അന്തർമുഖനാ. അന്തർമുഖൻ എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തൊരു വ്യക്തിയാ. വേറൊരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയില്ല. ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അപ്പോൾ ഇവനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ദൈവം ചെയ്തൊരു കാര്യം എന്താ? അപ്പൻ്റെ കഴുതകളെ നഷ്ടപ്പെടുത്തി. എനിക്കൊരു കാര്യം ഇതിലൂടെ ഒരു ദൂത് മനസ്സിലായി. അഭിഷേകം വന്ന ഉടബലഘട്ടം നിന്നെ തടഞ്ഞ പലതും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. അഭിഷേകം വന്ന വീട്ടിൽ ഒതുക്കിയിടത്ത്, റൂമിൽ ഒതുക്കിയിടത്ത്, ശത്രു നിന്നെ ഒതുക്കിയ പല ഉടബലഘട വാക്കുകളുടെ നടുവിലോ അഭിഷേകം വന്നാൽ നീ
പുറത്തു വരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മനസ്സിലാവുന്നുണ്ടോ? ദൈവ പദ്ധതിയുള്ളവനാ നീ. പക്ഷേ വീടിൻ്റെ അകത്ത് ഒതുക്കി കിടക്കാനല്ല ദൈവം കണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് വിളിച്ചു പറയുക, അഭിഷേകം നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ ഏതിലേക്കാണോ നിന്നെ കണ്ടിരിക്കുന്നത് അതിലേക്ക് നിന്നെ കൊണ്ടുവരാൻ അഭിഷേകത്തിന് കഴിയും. എന്ന് പറഞ്ഞ ശത്രു നിനക്കെതിരെ വരച്ചിരിക്കുന്ന വരവിട്ട് നീ പുറത്തു വരണമെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വ്യാപരിക്കണം. രാജാമാന റമ്പൽ പൗടി റീവനവട്ടം ചുടബലബലഭ അടകണം. വിദ്യാഭ്യാസത്തിന്റെ അടുത്ത തലത്തിലേക്ക് കയറാം, അഭിഷേകത്തിന്റെ അടുത്ത തലത്തിലേക്ക് കയറാം. വീട്ടിൽ നിന്ന് പുറത്തിറക്കാം. ശുശ്രൂഷയുടെ ചില പാതകൾ നിനക്ക് ഒരുങ്ങണമെങ്കിൽ ഇന്ന് പകൽ അഭിഷേകത്താൽ നിറയപ്പെടണമെന്ന് രാജറീന അടകരമന റിവനഘടകം ചുടബലബലഭ ഭൗഡീരമന അട്ടരചൂടം രാജപ്രൗഢി റീവനകത്വരി അൽഖവിനി ഭവനി അറസി ഉടപരമന റിവന റസിയ അനുഭവനി. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമറിയുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. കർത്താവിനോട് പറയുക, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുന്നത് പോലെ നീ കരഞ്ഞതിനെല്ലാം മുമ്പിൽ ഒരു മറുപടി നിനക്കുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. കർത്താവിനോട് പറയുന്നു, അടകരമന നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിന്നോടുള്ള ദയയും സ്നേഹവും ദൈവത്തിന് ദീർഘമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, കത്തി കയറി വരുമ്പോൾ അതുപോലെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ശത്രുവിൻ്റെ പോരുണ്ട്. എന്നാൽ ആ നുകത്തെ തകർത്ത് മുന്നേറി വരുന്ന ഒരു ദൈവകൃപ നിന്റെ മേൽ പകരും. കർത്താവിനോട് പറയുക, കോരശന്റെ കൈ പിടിച്ചതുപോലെ ഞാൻ നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്. വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്ക, രണ്ട് തുറന്ന വാതിലുകൾ അടയാതിരിപ്പാ യഹോവ നിന്റെ മുമ്പിൽ കടന്നു പോകുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മാത്രമല്ല, നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്. നീ നിമിത്തം ഒത്തിരി പേര് ദൈവകൃപയിലേക്ക് കടന്നു വരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഒരു സർക്കിളിന്റെ അകത്ത് വട്ടം കറങ്ങാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദൂത് പറയുമ്പോൾ 2025 തീരുന്നതിന് മുമ്പ് നീ ചില മറുപടികൾ കാണുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറി വരുന്നത് പോലെ ദൈവം നിന്നെ കൈപിടിച്ചുയർത്തോ. ചില ദൈവിക വിടുതലുകൾ അടുത്തു വരുമ്പോൾ അത് തട്ടിക്കളയുന്ന ദുഷ്ടന്റെ പോര് നിനക്കെതിരെയുണ്ട്. പക്ഷേ ഇനി ചില വിടുതലുകൾ വിളിച്ചു വരുത്തി ദൈവം നിന്റെ കരത്തിൽ കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. അടകരമന റിബനകത്തുരി ഞാൻ ത്രോവാസിലെത്തിയാറെ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയെന്ന് പൗലോസ് പറഞ്ഞ പോലെ നിനക്ക് വേണ്ടി ചെറുത് തുറക്കുന്ന സമയമെന്ന് ദൈവാത്മാവ് ഇടപെടുക. ഉടബലകട ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു പ്രൊമോഷൻ ലഭിച്ച് ഗ്രേഡ് മാറി കയറി വരുന്ന ഒരു വ്യക്തിയെ പോലെ റീബാന റിക്കവിന് ദൈവം തന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു സമയമാ മുമ്പിലെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മപ്പൽമവനി മനകത്വരി ഘടകം വിടുതൽ അടുത്തുണ്ട്. പക്ഷെ ശത്രു തടയുക, തട്ടിക്കളയുക. ഉടബല ഘടകം റബന 38 വർഷം വെദേശ കുളക്കരയിൽ കിടന്നവൻ പറഞ്ഞു, എനിക്ക് മുമ്പ് അർഹതയില്ലാത്തവൻ കൊണ്ടുപോകുക. പക്ഷെ ദൈവാത്മാ പറയുക, അർഹതയുള്ള നിനക്ക് ചിലത് വിളിച്ച് ദൈവം തരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അർഹതയുള്ളത് നീയാ. അടകരബല റിബനകത്വ താമസിച്ചാൽ യേശു ഉടബലകട റബനകത്വരി ഉടബലകട്ട ഒറ്റയ്ക്കിരുന്നവൻ്റെ അടുക്കൽ ഒറ്റയ്ക്ക് വന്ന് അവനെ എഴുന്നേപ്പിച്ച് നടത്തിയതുപോലെ ഒരു മൂവിങ്ങിന്റെ സമയമാ. അടകരമന റിബനകത്വരി എന്ന് ഒതുങ്ങിക്കിടക്കാൻ ദൈവം അനുവദിക്കില്ല. അവൻ്റെ ആത്മാ പറയുക, ഏലിയ ഒറ്റയ്ക്ക് നിന്നതുപോലെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കാ. നിന്നെ അറിയുന്നത് കർത്താവാ. ദൈവാത്മാവിനോട് പറയുക, എന്നെ ആരറിയുമെന്ന് നീ ചോദിക്കുമ്പോൾ ദൈവാത്മാവ് നിന്നെ അറിയുന്ന ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മത്തൽമവനി മനകത്വരി മകളെ വിശ്വാസത്തിൽ നിന്നതല്ല ദൈവം നിർത്തിയതെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഒടുക്കി കളയാൻ പ്രതികൂലങ്ങളൊക്കെ വന്നപ്പോഴോ നിന്നെ കൈപിടിച്ച് നിർത്തിയത് ഹോബയുടെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. വിളിച്ചവൻ വിശ്വസ്തനാ, അവൻ കൈ പിടിച്ചിട്ടുണ്ട്. നെഗറ്റീവ് പറഞ്ഞവരുടെ മുമ്പിൽ പോസിറ്റീവാക്കി ദൈവം നിന്നെ തീർക്കും. ദൈവാത്മാവിനോട് പറയുക, ചൂടാബാ റീബാന റീഖവിനി ഭവനിയ അറസി അടക പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്, പരിഹസിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കാ ചില അടയാളങ്ങളെ യഹോവ നിന്റെ ലൈഫിൽ ചെയ്യുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. അടകരമന 2025 ഉടവല 26 യഹോവയുടെ കരം നീ കാണും. അപ്പോസ്തല പ്രവൃത്തി 11:21 അമ്മ ഉടബലഘട്ടം റിബനക്ക് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ദൈവാത്മാവ് നിന്നോട് പറയുന്നു, ദൂതാ കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഇരുന്നത് പോലെ കർത്താവിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട്. നീ ഉറപ്പും ധൈര്യമുള്ളവളായി മുന്നേറിക്കോ. നിന്റെ മുമ്പിൽ തടസ്സങ്ങൾ മാറ്റി ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടകരമന റിബനറസി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ പണ്ട് ഈ ഹേരോദാവ് ദൈവത്തെ മഹത്വപ്പെടുത്താതെ പുള്ളിയെ തന്നെ അങ്ങ് മഹത്വപ്പെടുത്തി. അപ്പോൾ ആ ദൂതൻ ഇറങ്ങി ഒരു ഒറ്റ വീക്ക് കൊടുത്തു. അതോടെ അവൻ്റെ പണിയും തീർന്നു. നിങ്ങൾക്ക് ഓത്രം മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനെ തന്നെ ഇരിക്കുന്ന സമയത്തൊക്കെ ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന്. ഉടബല ഘടകം ഞാൻ ഈ അടുത്ത ദിവസം ചെന്ന ഒരു ചർച്ച ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ, എൻ്റെ ദൈവമേ ഭയങ്കര ആരാധനയും സ്തോത്രം അന്യഭാഷയും ഭയങ്കര ദൈവത്തെ സ്തുതിയാണ്. അപ്പോൾ ഈ അടുത്തിരിക്കുന്നവർക്ക് ഭയങ്കര ഡിസ്റ്റർബായി പുള്ളി. കാരണം അടുത്തിരിക്കുന്നവരെ മിണ്ടാതിരുന്ന ദൈവം എന്നറിയുന്നവരാ. ദൈവത്തെ നീ ഇവിടെ സ്തുതിക്കുന്നു. ഈ യോഗ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവനോട് ഈ ആരാധിക്കാതിരുന്ന ചിലർ ചോദിച്ചു, നീ എങ്ങനെ ഇത്രത്തോളം ഇങ്ങനെ ഞങ്ങളൊന്നും ദൈവത്തെ ആരാധിക്കുന്നില്ല?
നീ ഇപ്പോൾ ബന്ധക്കോസിൽ പുതിയതായിട്ട് വന്നാണോ എന്ന് ചോദിച്ചു. അപ്പം ബന്ധക്കോസിൽ ഞാൻ പുതിയതായിട്ട് വന്നാ എൻ്റെ അമ്മ ദൈവത്തെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും വന്നത്. എൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ അപ്പനൊരു ബിസിനസ്സുകാരനായിരുന്നു. ദൈവത്തെ നീയോടെ സ്തുതി. ഗൾഫിൽ ബിസിനസ്സൊക്കെ തകർന്ന് ചിലരുമായിട്ട് ബിസിനസ് ഒരുമിച്ച് നടത്തി. അവരപ്പനെ പറ്റിച്ചു. അപ്പം ദുബായി ജയിലിൽ കിടന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വീടും വസ്തുവും എല്ലാം ജപ്തി ചെയ്തുകൊണ്ട് പോയി. ഒന്നുമില്ല കൊടുക്കാനായിട്ട്. എല്ലാം ദൈവം ഞങ്ങൾ പെരുവഴി നിന്ന സമയത്ത് ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അതിലൊരു പാസ്റ്റർ വന്നു. അമ്മയും ഇവനും ദൈവത്തിന് നീയോടെ പെങ്ങൾ മാത്രമല്ല. അപ്പന് മെൻ്റലായിട്ട് അപ്പനെ പ്രാന്താശുപത്രി കൊണ്ട് ഇട്ടിരിക്കുക. ദൈവത്തിന് നീയോ വീടൊക്കെ ജപ്തി ചെയ്തു. ബന്ധുക്കാരും തിരിഞ്ഞു നോക്കിയില്ല. ആ സമയത്ത് ഒരു പാസ്റ്റർ ഇതിൽ വന്ന് പാസ്റ്ററെ വിളിച്ചുകൊണ്ട് പാഴ്സനേജ് കൊണ്ടുപോയി അദ്ദേഹം ദൈവത്തിന് നീ അവർക്ക് ആഹാരം കൊടുത്തു. ചില ദിവസങ്ങളൊക്കെ അദ്ദേഹത്തോട് കൂടെ താമസിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. കാരണം ഇതുപോലെ ഉടബല ഘടകം റബനകത്ത് സ്നേഹിക്കുന്ന ദൈവവും ദൈവദാസന്മാരും ഉണ്ടെന്ന് ആ മനുഷ്യനും അവർക്ക് ബോധ്യമായി. അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവർ 3 പേര് സ്നാനപ്പെട്ടു. അപ്പം പ്രാന്താശുപത്രി കിടക്കുക. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പാർശ്വം സഭയിലെ ചില വിശ്വാസികളൊക്കെ ബില്ലടയ്ക്കാനും മെഡിസിൻ മേടിക്കാനൊക്കെ കാശ് കൊടുക്കും. അങ്ങനെ ഇവൻ MBA കാരനാ. ദൈവത്തിന് ഈ പാർശ്വ മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ഇവന് വിദേശത്തേക്ക് പോകുന്നൊരു വഴി തുറന്നു. അവിടെ ചെന്ന് ജോലിയൊക്കെ ഒരു 8-9 മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് വേറൊരു UK കമ്പനി ഇവന് ജോലി കിട്ടി. ആ ജോലിയിൽ ഉയർന്ന സാലറിയായി. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഒരു 5-6 വർഷം കൊണ്ട് അപ്പം നഷ്ടപ്പെടുത്തൊക്കെ ഇവൻ തിരിച്ചു പിടിക്കാൻ തുടങ്ങി. റബനകത്തിലെ അപ്പനെ പ്രാന്താശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പൻ്റെ പ്രാന്ത് മാറി. ഏത് വീട് നഷ്ടപ്പെട്ടോ ആ വീട് അവൻ മടക്കിയെടുത്തു. പെങ്ങൾക്ക് നല്ല വിവാഹം നടന്നു. റബനറസിയാന ഭവനി രാജ അവൻ പറയുക, ദൈവത്തിന് നീയോട് നഷ്ടപ്പെട്ടതല്ല എനിക്ക് മടക്കി തന്നു. ഞാനും എൻ്റെ അമ്മയും ഞങ്ങൾ ആത്മഹത്യ ചെയ്യാനിരുന്ന ഞങ്ങൾക്ക് ജീവിതം തന്ന ഈ ദൈവത്തെ, ഞങ്ങൾക്ക് ഉടബലഘട്ടം റബനകത്തിരി ഞങ്ങളെ ജീവിപ്പിച്ച ദൈവത്തെ, ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ദൈവത്തെ ഞാൻ എങ്ങനെയാ ആരാധിക്കാതിരിക്കുന്നത്? അടകരമാണ് റിബനകത്തുരി. അതിനാ ദൈവത്തെ ആരാധിക്കേണ്ടത്. രാജമാന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യമെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിച്ചേ, ദൈവത്തിന് നീയോട്. അപ്പം ഇവനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? അപ്പൻ്റെ കഴുതകളെ നഷ്ടപ്പെട്ടു പോയത്. ചില നഷ്ടങ്ങൾ, രോഗങ്ങളൊക്കെ നിന്നെ ആ പാരമ്പര്യ കെട്ടിൽ നിന്ന് ദൈവകൃപയിലേക്ക് കൊണ്ടുവരാനാ. സ്തോത്രം. നമ്മൾ വിചാരിച്ച് ഇത് വരുന്ന കർത്താവേ നീ എന്നെ കൈവിട്ടോ, എന്നെ അല്ല കുഞ്ഞെ. നഷ്ടം വന്നത്, നിനക്ക് വന്ന ആ രോഗം, നിനക്ക് വന്ന ആ പ്രതിസന്ധി, നീ അനുഭവിച്ച ആ കയ്പ്, അത് നിന്റെ ഭവനത്തിൽ നിന്ന്, ചില പാരമ്പര്യ കോട്ടയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആ നഷ്ടങ്ങൾ സംഭവിച്ചതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. കർത്താവിന്റെ ആത്മാ പറയുക, ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല. ഏറ്റവും ബെറ്റർ യഹോവ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മത്തൽ മവനി മനകത്വരി ഞങ്ങൾക്ക് കാര്യമില്ലല്ലോ എന്ന് പല സമയവും ഉടബല ഹൃദയത്തിന്റെ അകത്ത് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, റീബാന റിഖബിനി ഭവനിയ എബ്രായർ 13:5 ഞാൻ നിങ്ങളെ കൈവിടിയല്ല, ഉപേക്ഷിക്കില്ല. ഉടബല ഭാവിക്കുള്ളത് ഏറ്റവും നല്ലത് യഹോവ കരുതിയിട്ടുണ്ട്. മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, പുറപ്പാട് 14:13 ഭയപ്പെടേണ്ട, ഉറച്ചു നിന്നു. ചെങ്കടൽ കളപ്പ് ചില വാഗ്ദത്തങ്ങളിൽ ഉടബലകട റബനകത്തു രാജം പവിടി നിന്റെയും റീബാന റീഖബിനും നിന്റെ മുഖത്തെയും ആദരിപ്പാ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അവന്റെ ആത്മാ പറയുക, ഉടബലരമനരമനരസിയാനഭവനി അപ്പന് മക്കളോട് കരന്നുവന്ന പോലെ യഹോവയ്ക്ക് നിങ്ങളോട് പ്രിയമുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. രാജാരമന ചുടബലബലബ നീ ഒരല്പം വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചോ, നല്ല വഴി യഹോവ നിനക്ക് വേണ്ടി തുറന്നു തരും. ഉടബലരമനരമനരസിയാനഭവനി ദൈവാത്മാവിനോട് പറയുന്നു, 1 കൊരിന്ത്യർ 16:8-9 എപ്പോസോസിൽ ഞങ്ങൾ പെന്തക്കോസ് വരെ പാർക്കും. വലതും സഫലമായ ചില വാതില് ദൈവം തുറന്നു തരും. പ്രാർത്ഥിച്ചു. നല്ലത് യഹോവ ഒരുക്കിയിട്ടുണ്ട്. കർത്താവിനോട് പറയുന്നു, മത്തൽമവനി മനകത്തൊരു കടകട്ട് അടകരമനരമനരസിയാനഭവനി രാജറമനകത്തൊരു. പിന്നെ ചില നഷ്ടങ്ങൾ, വേദനകളൊന്ന് ഉടബലകട റബന ഭാരങ്ങളുണ്ട്, മുറിവുകളുണ്ട്. അതോർത്ത് ഭാരപ്പെടണ്ട. അതിനെ ദൈവ കൈപിടിച്ച ദൈവം ഞാനെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അവനോട് പറയാം, ആഴത്തിൽ ചില മുറിവുകൾ. ദൈവത്തോട് ഒത്തിരി ചോദ്യം ചോദിച്ചു, ഞങ്ങളോട് എന്താ കർത്താവ് ഇങ്ങനെ ചെയ്ത്? പറയുക, ഞാനറിയാതെയല്ല ചില വേദനകൾ, അത് പിന്നത്തെ നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി മുമ്പിൽ ഇറങ്ങി വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചവനാ യോസഫ്. അവൻ കണ്ട വെളിപ്പാടിന് വേണ്ടി ഒത്തിരി കഷ്ടത അവൻ അനുഭവിച്ചു. കുടുംബക്കാര് തള്ളി, യാർച്ചക്കാര് തള്ളി, ഉടബലകട അവൻ അനാഥനായി ഓടിയെങ്കിലോ അവൻ ദൈവം അവനെ റീബാന റിഖബിന് മിസ്രൈമിൽ എത്തിച്ച് ഉടബലകട അവന്റെ 2 മക്കളെ റീബാന റിഖ 2 ഗോത്രമായി തിരിച്ചതുപോലെ ദൈവാത്മാവിനോട് പറയുക, നിന്റെ പിതാവിന്റെ ഉടബലകട റബനകത്തുരാജം പവിടി മക്കൾ നിങ്ങൾ 2 പേരെ 2 ഗോത്രമായി തിരിച്ച് ദൈവം നിങ്ങളുടെ മുഖത്തെ ആദരിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. സ്തോത്രം.
ഉടബലബലബല റിബനകത്തുരി, നിനക്കും ഭാവിക്ക് ഏറ്റവും നല്ല ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, റമ്പൽമാന റബനച്ചുടിവി അടകര റീബന ഘടകരകത്തുരി അട്ടരചൂടം രാജപ്രവിടി ഉടബലഘട്ടം റിബനകത്തുരാജം പവിടി. ദൈവാത്മാ പറയുക, യോസഫ് കണ്ട വെളിപ്പാടിന് വേണ്ടി അവൻ നിന്നപ്പോ റബനകത്തുരാജ കഷ്ടം വന്നു, ഉടബലഘട മുറിവ് വന്നു, റീബാന റീക്കവനി ഇനി ഒരിക്കലും പൊങ്ങില്ലെന്ന് വിചാരിച്ച സ്ഥാനത്ത് റബനകത്തുരാജം പവിടി ദൈവം അവനെ കൈപിടിച്ച് ഉയർത്തി. റമ്പൽ റമന ചുടപറമന റസി, യോസഫിന്റെ രണ്ട് മക്കളെ രണ്ട് ഗോത്രമായി തിരിച്ചതുപോലെ നിന്റെ കൂടപ്പുറപ്പിനെ ഉടബലബലബല റിബനറസിയാനുഭവനി ഒരു വൃക്ഷത്തിന്റെ രണ്ട് ശിഖരങ്ങൾ പോലെ എഫ്രൈമിനെ മനേശയാക്കിയതുപോലെ ദൈവം നിങ്ങളെ മാനിക്കുമെന്ന് സ്വർഗം ദൂത് വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. അപ്പൊ ഇവനെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാ ദൈവം അപ്പന്റെ കഴുതകളെ നഷ്ടപ്പെടുത്തിയത്. ശൗലിനോട് ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. യൂട്യൂബിൽ ഇടുവോ? യൂട്യൂബിൽ ഇടുന്നതാണോ? അല്ലോ, അല്ല കുഴപ്പമില്ല, ഇട്ടു, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളൂ, ഇട്ടു, ഒരു കുഴപ്പമില്ല. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ശൗല് ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലാത്തോനെ അപ്പൊ അപ്പം പറഞ്ഞു, നീ ഒരു ഭൃത്യനുമായിട്ട് ചെന്നിട്ട് കഴുതകളെ അന്വേഷിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വീട്ടിൽ ഒത്തിരി ജോലിക്കാരുണ്ട്. ഇപ്പം നമ്മളൊരു യാത്ര പോകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല വ്യക്തിയെ നമ്മൾ കൊണ്ടുപോകുള്ളൂ, ശരിയല്ലേ? ദൈവത്തെ നീയോടെ വണ്ടി ഓടിക്കുന്നവനെ ഒരു കാരണവശാലും കൊണ്ടുപോകില്ല, കാരണം നമ്മുടെ ജീവനും കൂടെ പോകും. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം. ഞാൻ ഈ അടുത്തിടയ്ക്ക് വയനാട്ടിലൊരു മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ ദൈവദാസൻ നല്ല മനുഷ്യനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പുള്ളി വണ്ടി ഓടിച്ചു. അപ്പോൾ ഞാൻ വേറൊരു പാസ്റ്റുണ്ട്, ഇവർ തിരിച്ച് ഞാൻ പോരുമ്പോൾ ഇങ്ങാപ്പുഴ IPCയിലാണ്. അപ്പം ഞാൻ തിരിച്ചു പോരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പോന്നോട്ടെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പുറകെ ഇരുന്നോളാം. പാസ്റ്റും നിലമ്പൂരിൽ നിന്ന് വന്ന ദൈവദാസനുണ്ട്, അദ്ദേഹം ഫ്രണ്ടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, വേണ്ട, ഈ നിലമ്പൂരത്തെ ദൈവദാസൻ പറഞ്ഞു പാസ്റ്റ് തന്നെ ഫ്രണ്ടി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ പുറകെ ഇരുന്നോളാന്ന് പറഞ്ഞു. അല്ല, പുള്ളി അങ്ങ് നിർബന്ധം പിടിച്ചു, എന്നോട് ഫ്രണ്ടി ഇരിക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഫ്രണ്ടി ഇരുന്നു. ഞങ്ങൾ ഈങ്ങാപ്പുഴയിൽ നിന്ന് പോകുന്നത് താമരശ്ശേരി കഴിഞ്ഞു. കോഴിക്കോട് എത്തുന്നതിന് 15 കിലോമീറ്റർ ഇവിടെ വെച്ച് ഈ പാസ്റ്റർ ഉറങ്ങിയിട്ട് വണ്ടി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പം പുറകെ ഇരിക്കുന്നവനെ ഫ്രണ്ടി ഇരുത്തിയായിരുന്നെങ്കിൽ അമ്മ വണ്ടി ഇടിച്ച് തീർന്നതിന്. കാരണം പുള്ളിക്ക് ഡ്രൈവിംഗ് അറിയാൻ പാടില്ല. ഞാൻ ചാടിയ സ്റ്റീറിംഗെ കയറി ഞാൻ പിടിച്ചു. ദൈവത്തിന് ഉറങ്ങിപ്പോയ വണ്ടി സ്റ്റീറിംഗെ കയറി പിടിച്ചു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞത് ദൈവദാസൻ നല്ല മനുഷ്യൻ, കൂടെ വന്നയാളും നല്ല വ്യക്തിയാ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു യാത്ര പോകുമ്പോഴൊക്കെ നല്ല വ്യക്തി, നമ്മളുമായിട്ട് സഹകരിക്കുന്ന, നമുക്ക് സന്തോഷം കിട്ടുന്ന വ്യക്തികളെ കണ്ടാണ് പോകുന്നത്. അപ്പം ശൗലിനോട് പറഞ്ഞു, നീ ഒരു ഭൃത്യനുമായിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഭൃത്യനെ കൂട്ടിക്കൊണ്ടുപോയി കഴുതകളെ അന്വേഷിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഭൃത്യനും ശൗലുമായി കഴുതകളെ അന്വേഷിച്ച് പുറപ്പെട്ടു. വായിച്ചു. അവൻ എഫ്രൈം മലനാട്ടിലും ശാലീശ ദേശത്തും കൂടി സഞ്ചരിച്ചു. എവിടെയൊക്കെ നോക്കുക, കഴുതയെ അന്വേഷിച്ച് നോക്കി, കിട്ടിയില്ല. അടുത്തത് അവയെ കണ്ടില്ല. അവർ ശാലേം ദേശത്ത് അന്വേഷിച്ചു, അവിടെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അടുത്തത് അവൻ ബെന്യാമീൻ ദേശത്ത് കൂടിയും സഞ്ചരിച്ചു. അവന്റെ സ്വന്തം ദേശത്തേക്ക് പോയി ബെന്യാമീൻ ദേശത്തും തപ്പി, അവിടെയും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അടുത്തത് സൂപ്പ് ദേശത്തെത്തിയപ്പോ ശൗല് കൂടെയുണ്ടായിരുന്ന ഭൃത്യനോട് പറഞ്ഞു, എന്താ നമുക്ക് തിരിച്ചു പോകാം. കാരണം നമ്മള് വീട്ടിൽ നിന്ന് പോന്നിട്ട് ചില ദിവസങ്ങളായി. അപ്പൻ കഴുതിയെ കുറിച്ചുള്ള ഭാരം വിട്ടിട്ട് ഇപ്പൊ എന്നെ കുറിച്ച് ഭാരപ്പെടുമായിരിക്കും. ചില കാര്യത്തിന് വേണ്ടി വിട്ടു കഴിഞ്ഞാൽ അവസാനം കാരണവന്മാർ തീരുമാനിക്കും, അത് നടന്നില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ ചെറുക്കനെങ്കിലും തിരിച്ചു വന്നാൽ മതിയെന്ന്. സ്തോത്രം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പം അപ്പൻ കഴുത പോവാണെങ്കിൽ പോട്ടെ, ചെറുക്കനെ കുറിച്ചിട്ട് എങ്ങനെ അടിച്ചിരിക്കുക. പക്ഷെ അവര് പറഞ്ഞു തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ഭൃത്യൻ പറഞ്ഞു, എന്താ തിരിച്ചു പോകാൻ വരട്ടെ, ഈ പട്ടണത്തിലൊരു ദൈവദാസനുണ്ട്, അദ്ദേഹം മാന്യനാ, താൻ പറയുന്നതൊക്കെ ഒത്തുവരുന്നു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. എന്താ അതിൻ്റെ അകത്തുള്ള ദൂത്? നന്മ നഷ്ടപ്പെട്ട് നിന്റെ തലമുറ വിദേശത്ത് നിന്ന് തിരിച്ചു പോരേണ്ട സ്ഥാനത്ത് പിടിച്ചു നിർത്തിയ ദൈവത്തെക്കുറിച്ചാണ് ദൈവം ദൂത് പറയുന്നത്. ചില നന്മകൾ അടഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഉടവരഘട്ടം റബനകത്തുരി അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തെ കുറിച്ച് ആ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത്. സ്തോത്രം. ശൗല് പറയുക തിരിച്ചു പോരാമെന്ന്. അപ്പൊ ഭൃത്യൻ പറഞ്ഞു, ഈ പട്ടണത്തിൽ എന്തുണ്ട്? ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം ആരായിരുന്നു? അവൻ മാന്യനാ. നീ ഒരു പട്ടണത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ പരസ്യപ്പെടുത്തും. നീ ഒരു ദേശത്തുണ്ടെങ്കിൽ ദൈവം നിന്നെ പരസ്യപ്പെടുത്തും. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഉടബലകട ദൈവം ഉയർത്തുമെന്ന് അറിയുക. ഇന്ന് നീ ആരും അറിയാതെ കിടക്കുന്നെങ്കിലോ, ഉടബലൊരു പട്ടണത്തിലോ ഒരു ഗ്രാമത്തിലോ ഒരു ദേശത്തിലോ ഉടബലകട നീ ഉണ്ടെങ്കിൽ നിന്റെ പേര് ഉയർത്തി ചിലർ നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ ദൈവം കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ.
യേശുവിൻ്റെ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കുക. ഇവിടെ കൃത്യം പറയുക എന്താ? ശൗലിനോട് പറയുക, കഴുതകളെ നഷ്ടപ്പെട്ടു പോയെന്നോർത്ത് ഭാരപ്പെടണ്ട, പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുക, നഷ്ടപ്പെട്ടത് ദൈവം മടക്കി തരും. എനിക്ക് അതിൻ്റെ അകത്ത് ഒരു മർമ്മം മനസ്സിലായി. എന്താ? റബനകത്ത് നീ ദൈവസന്നിധിയിൽ മുഴങ്കാലം മടക്കുക. നിന്റെ ഇന്നലകളിലെ നഷ്ടങ്ങൾ, ഇന്നലകൾ നഷ്ടപ്പെട്ടു പോയ ചില സമയങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ചില വിടുതലുകൾ, നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷകൾ, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം ഇന്ന പകലൊന്ന് റീസ്റ്റോർ ചെയ്യാൻ. അടകരമന രമന ബലവ ശുടബരമന റിമന രസിയാന രാജാ രാജാ റീബാ ബാബാ ശൂഡാ ബാബാ രാജാ റീന അടകരമന റിമന രസിയാന ഭവനി രാജ ഉടബലരമന റിമന രസിയാന ഭവനി. ദൈവകൃപ വ്യാപരിക്കട്ടെ. ചിലരെ നഷ്ടപ്പെട്ട ചിലത് ദൈവം മടക്കി തരിക, നഷ്ടപ്പെട്ടു പോയ ചില ദൈവം മടക്കി തരിക. ഉടബല നഷ്ടപ്പെട്ടു പോയ പ്രയർ ലൈഫ്, നഷ്ടപ്പെട്ടു പോയ കൃപാവരം, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം, അമ്മ നഷ്ടപ്പെട്ടു പോയ ചില നന്മകൾ, അടഞ്ഞു പോയ ചിലത് ഓപ്പൺ ആകുന്ന പകലായതെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. സുടബല ബല 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 റീബന ബലബ അടകരമന റിമന രസിയാന ഭവനി രാജ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവസന്നിധി മുട്ടുമടക്കിയ നഷ്ടപ്പെട്ടതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വെളിപ്പെടും. അതുകൊണ്ട് കർത്താവിനെ യാചിക്കുന്ന ഏവനും ലഭിക്കും, അന്വേഷിക്കുന്നവന് കണ്ടെത്തും, മുട്ടുന്നവൻ എന്ത് ചെയ്യോ? തുറന്നു കിട്ടും. ദൈവം നീ അന്വേഷിച്ച ചിലത് നിന്റെ കണ്ണിന് മുമ്പ് ദൈവം കൊണ്ടുവരും. ഉടബലകട റബനകത്തിൽ അതിന് ഒരു കാര്യം ചെയ്യണം. എന്താ? 16-ാം സങ്കീർത്തനം 8 ദാവീദ് പറയുക, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക, അവൻ എൻ്റെ മുമ്പിൽ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യല? കുലുങ്ങി പോകില്ല. ദൈവത്തെ മുമ്പിൽ നിർത്തി നീ എന്തന്വേഷിച്ചാലും അത് നിന്റെ മുമ്പിൽ അടയാളമായി കൊണ്ടുവരുമെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുകയാണ്. രാജാ രമന ദൈവാത്മാവിനോട് പറയുക, ഉടബലരമന റിമനരസി, നീ കഷ്ടതയുടെ നടുവിൽ നടന്നാലും യഹോവ നിന്നെ ജീവിപ്പിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുക, യഹോവ നിന്റെ ശത്രുവിൻ്റെ ക്രോധത്തിന് നേരെ കരനീട്ടും, എൻ്റെ വലം കൈ നിന്നെ കൈപിടിച്ച് ഉയർത്തുന്ന സമയമാണ്. ഉടബലക്കെട്ട ദൈവാത്മാ പറയുക, പണ്ടുള്ളത് ഓർക്കണ്ട, മുമ്പുള്ളവയെ കുറിച്ച് ഭാരപ്പെടണ്ട, ദൈവം പുതിയതൊന്ന് ചെയ്യുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുക. അവനോട് പറയുക, ഉടബലക്കട മുങ്ങിപ്പോയ നിന്നെ വെള്ളത്തിന്മേൽ നടന്നുവെന്ന് കൈപിടിച്ച് ഉയർത്തിയ കർത്താവ് ഞാനെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുക. ഒത്തിരി നഷ്ടങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, വേദനകൾ പലതും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ദൂത് പറയുമെന്ന് ഈ ഭൂമിയിൽ ആയുസ്സോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ദയെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുക. മരിക്കാൻ ആഗ്രഹിച്ച സമയമില്ലേ? പ്രതീക്ഷിച്ച വാതിലുകൾ അടഞ്ഞു. കർത്താവിനോട് പറയുക, എല്ലാവരും നിന്നെ തള്ളിയപ്പോ ദൈവമാ ചേർത്ത് നിർത്തിയെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നതുപോലെ ഉടബലകട തള്ളിയവരുടെ മുമ്പിൽ, തകർത്തവരുടെ മുമ്പിൽ, ഒതുക്കിയവരുടെ മുമ്പിൽ യഹോവ നിന്നെ കൈപിടിച്ചുയർത്തുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. പരിശുദ്ധാത്മാവിനോട് ഈ ദൂത് പറയുമ്പോൾ അടകരമ 2025 9-ാമത്തെ മാസം കഴിയുമ്പോൾ മുതൽ ഒരു എഴുന്നേപ്പ് ദൈവം തരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. സാമ്പത്തിക തലത്തിൽ ഒരു വിടുതലുണ്ട്. നീ പ്രാർത്ഥിച്ചു രാജറീന അടകരമന റിമനകത്തുരി, ഞാൻ അവരെ കുഴികളിൽ നിന്ന് അവരെ കരകയറ്റിയെന്ന് എൻ്റെ വചനപ്രകാരം ഇന്നലെ ചില കഷ്ടതകൾ നിന്നെ പൊക്കിയെടുത്ത ദൈവത്തിനൊരു ദൂത് പറയാനുണ്ട്. സ്ഥിതി ദൈവം മാറ്റാൻ പോകുക. ഒത്തിരി ദൂതും ആലോചനയൊക്കെ ഉടനെ കേട്ടിട്ടുണ്ട്, ചിലത് നടക്കാതെ വണ്ണം ശത്രു തടഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാ പറയുക, ഉറപ്പും ധൈര്യമുള്ളവനായിരുന്നു. ഒരു കറുത്ത കാർമേഘം വിട്ടുമാറി തെളിഞ്ഞ വിധാനം വെളിപ്പെടുന്ന പോലെ ഫൈനാൻഷ്യൽ തടത്തിൽ നിന്റെ ഭവനത്തിൻ്റെ അകത്ത് നിന്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ വെളിപ്പെടുന്ന സമയമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് പറയുക. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞവനാ, ഒരു രൂപയ്ക്ക് നീ ഭാരപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി അലഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ. ഇനി അലയുകയല്ല, നിന്റെ മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി മുമ്പിൽ വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുകയാ. അട്ടകരമന റിവനരസിയാന ഭവനിരാജ രമനകത്വരി അടങ്ങി വരട്ടെ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നത്. ശൗല് പറയുക, ഈ പട്ടണത്തിൽ ആരുണ്ട്? ഒരു ദൈവപുരുഷനുണ്ട്, അദ്ദേഹം അമ്മ മാന്യനാകുന്നു. അമ്മ ദൈവം ആര് പറഞ്ഞു? അമ്മ ഭൃത്യം പറയുക, വായിച്ചേ. അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, അവൻ പറയുന്ന കൃത്യമായിട്ട് ഒത്തുവരുന്നു. അടുത്തത്, നമുക്കവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരുമെന്ന് അവനോട് പ്രാർത്ഥിച്ച് പോകാനുള്ള ദൂതം ചെയ്യും, അവൻ പറഞ്ഞു തരും. അഭിഷേകമുള്ളവന്റെ അടുക്കൽ പോയാ അവൻ പ്രാർത്ഥിച്ച് നിന്നോട് ദൈവാലോചന പറഞ്ഞു തരും. റബനകത്തുരാജം പവടി എല്ലാത്തിനും ഒരു ദൈവാലോചന നല്ലതാ. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൻ്റെ ഒരു പഠനത്തിന് പോകുമ്പോൾ, റീബാന റീക്കവിന് പോകാൻ എല്ലാത്തിനും ഒരു ദൈവാലോചന ചോദിക്കുന്നത് നല്ലതാ. കറക്റ്റ് ദൈവാത്മാവിൻ്റെ അകത്ത് ഇടപെടും. അവന് അങ്ങനെ ഉത്തരമറിയില്ലെങ്കിൽ ഒരു 6-7 ദിവസം ദൈവസന്നിധി ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിൽ തരും. ഉടബലക അല്ലെങ്കിൽ വചനത്തിലൂടെ ദൈവം ഇടപെടും. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അടുത്തത്, ശൗൽ തന്റെ ഭൃത്യനോട്, നാം പോകുന്നു എങ്കിൽ ആ പുരുഷൻ എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? നല്ല കാര്യമാ. ആ ദൈവദാസനൊക്കെ പോയി പ്രാർത്ഥിച്ച് എന്തെങ്കിലും ആ ദൈവദാസനൊരു സ്വോത്ര കാഴ്ച കൊടുക്കണ്ടേ? ഹല്ലേലൂയ. അതൊരു നല്ല മനോഭാവമാണ്. എല്ലാവർക്കും ഇല്ലെങ്കിലും അതുള്ളവർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ മിണ്ടുന്നുമില്ല.
നമ്മൾ ഈ യാഗത്തിന് ചിലവുണ്ട്. യാഗത്തിന് എന്തുണ്ട്? പിന്നെ ചിലവുണ്ട്. ഗോത്രത്തിലൊന്നും കാര്യം നടക്കുകയില്ല. ദൈവത്തെ നീയോടെ ശ്രദ്ധിക്കുന്ന അബ്രഹാം 3 ദിവസം വഴിദൂരം പിന്നിട്ട് അമ്മ വിറക് ചുമന്നുകൊണ്ടാ ദൈവത്തിന് ആരാധനയ്ക്ക് പോയത്. യാഗത്തിന് ചിലവുണ്ട്. ചിലവോടുകൂടെ യാഗം നടത്തിയ യാഗം അനുഗ്രഹമാണ്. കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടായിട്ട് നടക്കരുന്നായി പറയുന്നേ. നിങ്ങൾ ഗോത്രം പറയുന്നുമില്ല. റീബാന കത്തൂർ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മോളെ ഈ ദൈവതന്നയോടെ കേരളത്തിൽ മൂവാറ്റുപുഴ സൈഡിലൊരു ചർച്ചിൽ ഞാൻ ശുശ്രൂഷിക്കാൻ പോയി. ഒരു മോളെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന് ഞാൻ ഈ മോള് ഒരു രാജ്യത്ത് പോകാനായിട്ട് ഇവിടെ IELTS പരീക്ഷ പലവട്ടം പരീക്ഷ നിങ്ങൾ തോറ്റുപോയി. മാത്രമല്ല പ്രവാചകന്മാർ കീർത്തിയ ദൂത് പറഞ്ഞിരിക്കുന്നത് എന്താ, 2024 ഡിസംബർ ഇവിടെ രാജ്യത്തിറങ്ങുമെന്ന് വരെ ദൂത് പറഞ്ഞു. പക്ഷേ ആ ദൂത് നടന്നില്ല. ഇവർക്ക് ഭയങ്കര നിരാശയായി. ദൂത് പറഞ്ഞ പ്രവാചകനോടും അവൻ ദൈവതന്നയോടെ സ്തുതിക്കുന്ന ആരാധനയോടും പ്രാർത്ഥനയോടൊക്കെ ഇവർക്ക് ഇഷ്ടക്കുറവായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഇത്രയും ദൂതൊക്കെ കേട്ടതല്ലേ, ഞാൻ തലേ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു 8 ഭൂതം ഇളകി വന്നു. ദൈവതന്നയോടെ സ്തുതിക്കുന്നു. 8 ഭൂതം ഇളകി വന്നു. അപ്പോൾ പിശാച് പറഞ്ഞു, ഞാൻ അവളെ വിടാത്തത്. ദൈവതന്നയോടെ സ്തുതിക്കുന്നു. കാരണം നമ്മൾ ഈ ദൈവമക്കള് ബോധ്യമില്ലാത്ത കൂട്ടുകെട്ടിന് പോകരുത്. സ്വതന്ത്രം നമ്മളെപ്പോഴും പറയും ആഭിചാരം യാക്കോബിന് വലിക്കുകയെന്ന് പറഞ്ഞാൽ മതി. ദൈവതന്നയോടെ സ്തുതിക്കുന്നു. യാക്കോബിനെ നോക്കിയിട്ട് യാക്കോബ് എന്ന് പറഞ്ഞ ഇസ്രായേലാ. ബിലെയാം ദൈവതന്നെ മലമുകളിൽ നിന്ന് പ്രവചിച്ചു പറയുക, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യല, എണ്ണപ്പെടുന്നില്ല. ജാതികളെ കാണുമ്പോൾ ഹായ് ബൈ പറഞ്ഞു പോകണം. അതിനപ്പുറം ഒരു ബന്ധത്തിന് പോയാൽ ബന്ധിക്കപ്പെടുമെന്ന് മനസ്സിലായില്ല. ദൈവതന്നയോടെ സ്തുതിക്കുന്നു. ഇവിടുന്ന് അമ്മ ദൈവതന്നയോടെ മാങ്ങ അങ്ങോട്ട് കൊടുത്തു, തേങ്ങ ഇങ്ങോട്ട് മേടിച്ചു, ഉരുളങ്കിഴങ്ങ് അങ്ങോട്ട് കൊടുത്തു, സവോള ഇങ്ങോട്ട് മേടിച്ചു. അടുത്തതിൻ്റെ അത് ആഭിചാരമാ വരുന്നേ. ഇത് മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത് തനിച്ചു പാർക്കുന്ന ഒരു ജനമാ. ജാതികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യല, എണ്ണപ്പെടുന്നില്ല. അത് ഈ പെന്തക്കോസുകാരെ ആഭിചാരം ചെയ്താലൊന്നും ഏക്കില്ല, ശുദ്രം ചെയ്താൽ ഏക്കില്ല. നിങ്ങൾ ആത്മാവിൽ കത്തി നിൽക്കുന്ന കാലത്തോളം ഒരു ശുദ്രവും നിങ്ങൾക്ക് വലിക്കുകയില്ല. പിന്നെ പെന്തക്കോസുകാരെ പിശാചി കെട്ടുന്ന ഒരു മേഖല പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒന്നും കൂടെ പറയാം. പെന്തക്കോസുകാരെ പിശാചി കെട്ടുന്നത് ഫുഡ് വഴിയാണ്. അതുകൊണ്ട് സദൃശവാക്യത്തിൽ എഴുതി വെച്ചിരിക്കുക, കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്, അവൻ്റെ സാധുഭോജ്യങ്ങൾ എന്ത് ചെയ്യരുത്, ആഗ്രഹിക്കരുത്. തിന്നു കുടിച്ചു എന്ന് പറയും. പക്ഷെ ഹൃദയം അനുകൂലമല്ലാത്തവൻ്റെ, നിന്റെ ഉയർച്ച, നിന്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുന്നത്, നീ വളരുന്നത്, നീ ഗതി പിടിക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അവർ ഫുഡ് വഴി കൊണ്ടുവന്ന് ബന്ധിക്കുമെന്ന്. മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? എന്താ? ചുമ്മാ കിട്ടിയ പടകവും മേടിച്ചു തിന്നും. മലയാളിയുടെ മാത്രം പ്രത്യേകത, ചുമ്മാ കിട്ടിയ പടകവും മേടിച്ചു തിന്നും. അതുകൊണ്ട് എല്ലാവരും തന്നെ എന്ത് ചെയ്യരുത്, മേടിച്ച് തിന്നരുതെന്ന്. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ലളിത രൂപത്തിൽ ഇത് പറയുന്നെങ്കിൽ ബോധ്യമില്ലാത്തവർ തരുന്ന എന്ത് ചെയ്യരുത്, മേടിച്ച് തിന്നരുത്. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. മുന്നോട്ട് വരട്ടെ. അപ്പം ഇതാ രണ്ടാമത് പറയുക, ദൈവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവരുടെ മേലുണ്ട്. ആരുടെ മേലെ? ദൈവമക്കളുടെ മേലെ. വീണ്ടെടുക്കപ്പെട്ടവന്റെ മേലെ കാട്ടുപോത്തിന്റെ തുല്യമായ ബലമാ. എന്താ കാട്ടുപോത്തിന്റെ പ്രത്യേകത? യോബ് 39:8 മുതൽ എഴുതി വെച്ചിട്ടുണ്ട് കാട്ടുപോത്തിന്റെ പ്രത്യേകത. ദൈവത്തിന് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. യോബ് 39:8 മുതൽ. മലനിരകൾ അതിന്റെ മേച്ചിൽപ്പുറം. ഇത് മേളിൽ കയറി പിടിക്കുന്നവനാ, മേളിൽ കയറി തിന്നും. നമ്മുടെ നന്മ ഉയരത്തിനാ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അടുത്തത്, പച്ചയായതൊക്കെയും അവൻ പച്ചയായ കച്ചിയൊന്നും വന്നില്ല, അവൻ നിന്നതൊക്കെ പച്ചയായതാ. അതുകൊണ്ട് യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാക്കിയില്ല. അടുത്തത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടന്ന്. നിനക്ക് പച്ചപ്പുള്ളതാ ദൈവം തരുന്നത്. ഉണങ്ങിയതും കച്ചിയും വേസ്റ്റ് ഒന്നുമല്ല തരുന്നത്. ഒരു ഭക്തന് ദൈവം തരുന്നത് ഏറ്റവും പച്ചപ്പായിട്ടുള്ളതാ. അടുത്തത്, കാട്ടുപോത്ത് നിന്നെ വഴിപെട്ട് സേവിക്കുമോ? കാട്ടുപോത്തിന് നീ നിന്നെ വഴിപെട്ട് സേവിക്കുമോ? അത് നിന്റെ പുൽത്തൊട്ടിക്കരികെ പാർക്കുമോ? നിനക്കതിനെ നിന്റെ എരുത്തിലോ തൊഴുത്തിലോ കൊണ്ടുപോയി കെട്ടാവോ എന്ന് പറഞ്ഞാൽ കാട്ടുപോത്തിന്റെ മേൽ മുഖം വയ്ക്കാൻ പറ്റിയല്ല. ഇത് തന്നെ ആ ദൈവ കുഞ്ഞിന്റെ മേൽ മുഖം വയ്ക്കാൻ പറ്റിയല്ലെന്ന്. ശത്രുവിന്റെ മുഖം നിന്റെ മേൽ ഇരിക്കുകയും മുഖം വന്നാൽ തന്നെ അഭിഷേകത്തിൽ കുടഞ്ഞു കളമ്പിൽ തെറിച്ചു പോകും. രോഗത്തിന്റെ മുഖം, കടഭാരത്തിന്റെ മുഖം, തലമുടമേ മുഖം വയ്ക്കുമ്പോ, അടകരമനകത്ത് ശുശ്രൂഷയ്ക്കെതിരെ മുഖം വയ്ക്കുമ്പോ, രാജ ബിസിനസ്സിൽ മുഖം വയ്ക്കുമ്പോ, നിന്റെ യാത്രയിൽ മുഖം വയ്ക്കുമ്പോ, ഇന്ന് ആ മുഖത്തെ അടിക്കുന്ന അഭിഷേകത്തിന്റെ വലിയ പവർ നിന്റെ മേ. രാജാ രാജാ റീബ റമന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എടുത്ത് പ്രാർത്ഥിക്കുക. ഈ മോന് ഇവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ ആത്മാവിനോട് പറയുക, ഇവൻ അവർ അറിയപ്പെടുന്ന പ്രവാചകനായ ഇവനെ പുറത്തു കൊണ്ടുവരും.
അമ്മയുടെ ഉദരം മുതൽ ഇവനെ ദുഷ്ടൻ ദൃഷ്ടി വെച്ചതാ. അവിടെയൊക്കെ ഇവനെ മറച്ച് കാത്തത് യഹോവയുടെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. ഈ മോൻ്റെ അമ്മയുണ്ടോ? അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവനൊരു അറിയപ്പെടുന്ന പ്രവാചകനാക്കി ദൈവനെ തീർക്കും. റീബാന കത്തുരാജൻ പൗടുരമന കത്തു. ചെറുപ്രായത്തിലൊക്കെ ദുഷ്ടൻ അവൻ്റെ മേൽ ദൃഷ്ടി വെച്ചെങ്കിലോ ആ ദൃഷ്ടിയിൽ നിന്നൊക്കെ അവനെ മറച്ചത് ദൈവമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദുഷ്ടൻ നോക്കിയതാ. അവിടെ മുതൽ കാത്തുവരെ കൊണ്ടുവന്നത് ഇവൻ എനിക്കുള്ളവനെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. കർത്താവിനോട് പറയുക, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും വെപ്പന്മാരെ കുണ്ടറയിലും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാ യഹോവനെ അഭിഷേകം ചെയ്ത് ഉടമ്പല പുറത്തു കൊണ്ടുവരും. ഇവന്റെ പേര് വലുതാകും. ഇവൻ നിമിത്തം ഇവന്റെ പട്ടണം അറിയപ്പെടുമെന്ന് ദൈവാത്മാവിനോട് ദൂത് വിളിച്ചു പറയുക. അവനൊരു അനുഗ്രഹമായി തീരും. ഈ മകൻ നിന്റെ കണ്ണുനീര് തുടയ്ക്കും. അവനെയോർത്ത് നീ ഉപവസിക്കുക പ്രാർത്ഥനയോടുകൂടെ ഹന്ന ദേവാലയം വിട്ടു പിരിയാതിരുന്നത് പോലെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ കർത്താവിനോട് പറയുക, പ്രാർത്ഥിച്ച ഹന്നയോ ഹന്നയ്ക്ക് ലഭിച്ച തലമുറയോ ദൈവത്താൽ മാനിക്കപ്പെട്ടതുപോലെ റിബനകത്തുരി അമാന്യത ഈ കുഞ്ഞിന്റെ മേൽ വരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. ശിവന്റെ നാമത്തിൽ കാട്ടുപോത്തിന് എന്താ? കാട്ടുപോത്തിന്റെ മേൽ നുകം വയ്ക്കാൻ പറ്റും. ഇത് തന്നെ നമ്മുടെ മേത്ത് ഒരു നുകവും വയ്ക്കാൻ പറ്റിയല്ലെന്ന്. ഇത് തന്നെ കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടെന്ന് പറഞ്ഞ ഉടപരക്കട്ട റബന കാട്ടുപോത്തിനെ അമ്മ ഉഴവിന് കൊണ്ടുപോകാൻ പറ്റിയല്ല. കാട്ടുപോത്തിനെ അമ്മ ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനെ മേൽ നുകം വയ്ക്കാൻ പറ്റിയല്ല. കാട്ടുപോത്തിനെ നിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ എരുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ പറ്റിയല്ല. കാരണം അത്ര പവറാ കാട്ടുപോത്തിന്. ഇത് തന്നെയാ ദൈവ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ എന്ന് പറയുന്നത്. മടങ്ങി വരട്ടെ. ദൈവത്തിന് നീയോടെ സ്തുതിക്കും. നമ്മുടെ വിഷയം വിട്ടു പോകുകയല്ല. അപ്പൊ ശൗല് പറയുക, അമ്മ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആ ദൈവദാസന്റെ അടുക്കൽ പോവുകയാണെങ്കിൽ ആ ദൈവദാസൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും കൊടുക്കണ്ടേ? ദൈവത്തിന് നല്ലൊരു മനോഭാവമാണ്. ദൈവത്തിന് കൊടുക്കും തോറും ദൈവം മാനിക്കും. കർത്താവ് പറഞ്ഞു, ലോകമായി വിതയ്ക്കുന്നവൻ ലോകമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവനോ ധാരാളമായി കൊയ്യും. ദൈവത്തിന് സ്തോത്രം. രമനകത്തുരാജൻ പവടി. മടങ്ങി വരട്ടെ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അപ്പൊ വായിച്ച മോളെ, നമ്മുടെ ഭാണ്ഡത്തിലെ അപ്പം തീർന്നു പോയി. അടുത്തത്, ദൈവപുരുഷന് കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ല. ദൈവപുരുഷന് കൊണ്ടുപോയി ചെല്ലാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അടുത്തത്, നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഭൃത്യൻ ശൗലിനോട് പറയുക, എന്റെ കയ്യിൽ 1/4 ശേക്കൽ വെള്ളിയുണ്ട്. എന്റെ കയ്യിൽ 1/4 ശേക്കൽ വെള്ളിയുണ്ട്. ഇനി അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ഭൃത്യൻ വളരെ നല്ല മനുഷ്യനാ. നിങ്ങൾ ദൂത് കേട്ടോളണം. ഒന്ന്, ഈ ഭൃത്യൻ വളരെ മാന്യനായ മനുഷ്യനാണ്. 2, ഈ ഭൃത്യനാണ് ദൈവദാസന്റെ അടുക്കലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുത്തത്. 3, അവൻ ഉപദേശിക്ക് കൊടുക്കാനുള്ള സ്തോത്ര കാഴ്ച കൊടുത്തത് ഈ ഭൃത്യനാണ്. തർക്കമുണ്ടോ? ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. 3 കാര്യങ്ങളാണ്. 1, ദൈവദാസന്റെ അടുക്കലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുത്തത് ഈ ഭൃത്യനാണ്. 2, ഈ ഭൃത്യൻ ഒരു മാന്യനായ മനുഷ്യനാണ്. 3, ശൗലിന്റെ കയ്യിലില്ലാത്ത സ്തോത്ര കാഴ്ച, പുള്ളിയുടെ കയ്യിലില്ലാത്ത പറഞ്ഞു എൻ്റെ കയ്യിൽ 1/4 ശേക്കൽ വെള്ളിയുണ്ട്, അത് പ്രാർത്ഥന കഴിഞ്ഞ് ഉപദേശിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. വളരെ നല്ല മാന്യനായൊരു മനുഷ്യനായി ദൈവദാസൻ, ഈ കൂടെ വന്ന ഭൃത്യൻ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. വായിച്ചേ, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഇനി അവിടെ നിൽക്കട്ടെ. 1 ശമൂവേൽ 9:15 ഒന്ന് വായിച്ചേ. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പ് യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. നിങ്ങൾക്ക് മനസ്സിലായപ്പോ ഈ കഴുതകളെ നഷ്ടപ്പെടുത്തിയത് ആരുടെ പദ്ധതിയാ? ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. ഉടപലകട നിനക്ക് വന്ന നഷ്ടം, നിന്റെ വഴി അടഞ്ഞത്, റീബാനകത്തുരി നീ ദുഃഖിച്ചിരുന്നത്, റബനകത്ത് നീ ആ രോഗത്തിലൂടെ കടന്നുപോയത്, അത് നിന്നെ തകർക്കാനല്ല, മറിച്ച് അതിൻ്റെ പിന്നെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ശൗല് വരുന്നതിന് ഒരു ദിവസം മുമ്പ് അത് അവൻ ആർക്ക് വെളിപ്പെടുത്തി? ശൗമേലിന് വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ നാളെ ശൗല് ഉടപലകട നിന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുമെന്ന്, ഇന്ന് നിങ്ങൾ ഈ മീറ്റിങ്ങിന് വരുമെന്നും ഇവിടെ ഇരിക്കുമെന്നും അവൻ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളതല്ല, ഇത് ദൈവം മുന്നമേ കണ്ട കാര്യമാണ്. സ്തോത്രം. ഇത് ദൈവത്തിന്റെ പ്ലാനാ. ഇന്ന് നിന്റെ മേൽ ചെറുത് ദൈവം പകരും. ഇവിടെ നിനക്കൊരു വിടുതൽ കിട്ടുമെന്ന് ഇത് ദൈവം മുന്നമേ അറിഞ്ഞ കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ പദ്ധതി എന്നാ ഇന്ന് പകല് ദൈവാത്മാവ് ദൂത് പറയുന്നത്. നമ്മൾ ഇന്നിവിടെ അവൻ ഇരിക്കുമെന്നും ദൈവസന്നിധി കാത്തിരിക്കുമെന്നും ദൈവാലോചനയ്ക്ക് വേണ്ടി ഇരിക്കുമെന്നൊക്കെ മുന്നമേ കർത്താവ് അറിഞ്ഞതാ. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതി എന്നാ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത്. ശൗല് വരുന്നതിന് ഒരു ദിവസം മുമ്പ് ഇങ്ങനെ ദിവസങ്ങൾ ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുമെന്ന് ഇത് മുന്നമേ ദൈവാത്മാവ് ഒരുക്കിയ പദ്ധതിയാ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവദാസനെ, ഇതിൻ്റെ അകത്ത് ജനം ഇനിയും കയറി വരും. ഇവിടെ യൂത്തിന്റെ ഒരു നിര നിന്നിലൂടെ ദൈവം ഇവിടെ പൊക്കും.
തുറക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുക. കർത്താവിനോട് പറയുന്നു, അടകരമനകത്തൊരു പയറുപടി വളർന്നു കയറി പോകുന്നത് പോലെ ഈ മിനിസ്ട്രി ഇത് പടർന്നു കയറുമെന്ന് ദൈവാത്മാവ് ഇടപെടുക. കർത്താവിനോട് പറയുക, ഈ പല അമ്മച്ചൂടെ പല ദേശങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന പലരും ഇതിൻ്റെ അകത്ത് വന്ന് വിടുതൽ പ്രാപിച്ച് ദൈവകൃപ അനുഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് പറയുക. മത്തൽമവന് യുവാക്കളുടെ ഒരു കൂട്ടത്തെ ദൈവം തരൂ. റീനറീക്കരമന ഇതിൻ്റെ അകത്ത് പലതും അഭിഷേകം പ്രാപിച്ച് വിദേശ രാജ്യങ്ങൾ പഠനത്തിന് കടന്നു പോകും. പല റിവനകത്തൊരു ദൈവാത്മാവ് ഇവിടുന്ന് ചിലത് പുറത്തു വന്ന് ചിലതിനെ ദൈവം ഇവിടുന്ന് അഭിഷേകത്താൽ പുറത്തിറക്കിയിട്ട് മറ്റ് പല രാജ്യങ്ങളിലും ദൈവം അവരെ ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. രാജാമാന റമ്പൽപൊടി റീവനകത്തുരി അടകരമന ഉടബലരമന. ഇത് ഇംഗ്ലീഷ് വർഷിപ്പില്ലേ? ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇംഗ്ലീഷ് വർഷിപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രസംഗിച്ച് പാസ്റ്റർ ഇംഗ്ലീഷ് പ്രസംഗിച്ച ആകെ 1 മണിക്കൂർ ഞാൻ പ്രസംഗിച്ച 1 മണിക്കൂർ അദ്ദേഹം പ്രസംഗിക്കും. കാരണം ട്രാൻസ്ലേഷൻ ഞാൻ എന്തോ ഒരു സമയം എടുക്കുന്നത് പോലെ തിരിച്ച് അതിന് ടൈം വേണം. അപ്പോൾ ഇതിങ്ങനെ ക്രമീകരിച്ച് നന്നായി. ദൈവത്തിന് നീയോട് ഇതിനകത്ത് ജനം വരും കേട്ടോ. IT ഫീൽഡിലെ ഉദ്യോഗസ്ഥരൊക്കെ കയറി വരും. റബനകത്തുരാജം പൗടി ജോലിക്ക് പല ദേശങ്ങളിൽ നിന്ന് വന്നവർ ഇതിൻ്റെ അകത്ത് കടന്നു വരും. ഇതിൻ്റെ അകത്ത് അഭിഷേകം ചെയ്യപ്പെടുന്ന പല കുഞ്ഞുങ്ങളും വിദേശ രാജ്യത്ത് പോയി അവർ രക്ഷപ്പെടും. അവരിലൂടെ മിനിസ്ട്രി ആരംഭിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. യേശുവിൻ്റെ നാമത്തെയും എടുത്ത് പ്രാർത്ഥിക്കുക. രാജരീന റമനകത്തൊരു ശ്രദ്ധിച്ചു. അപ്പേ ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ദൈവത്തിന് സ്തോത്രം. ശൗമേലിനോട് തലേ ദിവസം ദൈവം പറഞ്ഞു, നാളെ ഒരുവൻ നിന്നെ കാണാൻ വേണ്ടി വരും. അവൻ ബെന്യാമീൻ ഗോത്രക്കാരൻ, അല്ലെങ്കിൽ ഒരു ബെന്യാമീനായ ഒരുവൻ നിന്നെ കാണാൻ വേണ്ടി വരും. വായിച്ചേ. യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. യഹോവ അത് നാളെ ഈ നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. അപ്പൊ ഇവനെ ശൗമേലിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരാ? ഉറക്കത്തിലെ ദൈവമാ. അപ്പൊ ഇത് മുതൽ നഷ്ടപ്പെട്ടതും ഈ കഷ്ടതയെ അനുഭവിച്ചതോ ഈ അലഞ്ഞതൊന്നും ദൈവം അറിയാതെയല്ല. ഇതിന്റെ പിന്നെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ശൗമേലിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പൊ ശൗമേൽ അവനോട് പറയുക, എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അപ്പൊ ഭരിക്കണമെങ്കിൽ അഭിഷേകം ചെയ്യപ്പെടണം. ചില നേതൃത്വ നിലയിലേക്ക് വരണമെങ്കിൽ അഭിഷേകം ചെയ്യപ്പെടണം. ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെടണം. അഭിഷേകം നിങ്ങളെ വ്യത്യസ്തരാക്കും. സ്തോത്രം. നിങ്ങൾ ഇന്ന് പകൽക്കാലം അറിഞ്ഞു, അഭിഷേകം നിങ്ങളെ വ്യത്യസ്തരാക്കും. അഭിഷേകം നിങ്ങളുടെ ലൈഫ് മാറ്റും. അഭിഷേകം നിങ്ങളുടെ സംസാരം മാറ്റും. അഭിഷേകം നിങ്ങളുടെ ചിന്താഗതി മാറ്റും. അഭിഷേകം നിങ്ങളുടെ മിനിസ്ട്രി മാറ്റും. അഭിഷേകം ചില സ്ഥാനത്ത് ദൈവം നിന്നെ എത്തിക്കും. രാജാരമന രമനകത്തുരി അഭിഷേകം പ്രാപിച്ച ദാവീദ് ഇസ്രായേലിലെ രാജാവായി. അഭിഷേകം വന്ന യോസഫ് മിസ്രൈമിലെ രണ്ടാമനായി. അഭിഷേകം വന്ന ഉടബല ദാനിയേൽ കൽദദേശത്തെ ചീഫ് സെക്രട്ടറിയായി. അഭിഷേകം പ്രാപിച്ച ഏലിയാവ് ചരിത്രത്തിന്റെ ഭാഗമായി. അവൻ പ്രാർത്ഥിച്ച ആകാശം അടച്ചു. ഉടബലവട്ടം റബനകത്തുരി അഭിഷേകം വരുമ്പോൾ അധികാരം വരും. അഭിഷേകം നിങ്ങളെ വ്യത്യസ്തരാക്കുമെന്ന്. സ്തോത്രം. അഭിഷേകം നിങ്ങളെ വ്യത്യസ്തരാക്കും. 2, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? നീ അവനെ അഭിഷേകം ചെയ്യണം. വായിച്ചേ. അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഫെലിസ്ത്യൻ എന്ന് പറഞ്ഞാ ഇസ്രായേലിന്റെ ആജന്മ ശത്രുവാ ഫെലിസ്ത്യൻ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ആജന്മ ശത്രുവാ ഫെലിസ്ത്യൻ. അവനെ പിശാചിനെ നിഴലായിട്ടാ കണ്ടിരിക്കുന്നേ. ആരാ ഫെലിസ്ത്യൻ? ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. നോക ദൈവത്തിന് നീ കൊച്ചുമോനെ ശപിച്ചു. ദൈവത്തെ നീയോട് അവൻ്റെ തലമുറയിൽ നിന്ന് വന്നവരാ ഫെലിസ്ത്യനും മിസ്രൈമിനൊക്കെ. അവൻ ശപിക്കപ്പെട്ട തലമുറയിൽ നിന്ന് വന്നവനാ ഫെലിസ്ത്യൻ. ഇസ്രായേലിന്റെ ആജന്മ ശത്രു അവൻ. ദൈവത്തിന് സ്തോത്രം. ഇന്നും ഇസ്രായേലിനെ തരുവൻ പൊരുതിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പാടുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ചില പെന്തക്കോസ്ത് സഭയിൽ ചെല്ലുമ്പോൾ പാടുന്ന കേട്ടോ, ദുഷ്ടരാ കേട്ടോ പാട്ട്, യൂതര കേട്ടോ പാട്ട്. ആ പാട്ട് പാടാൻ പാടില്ല. ദൈവത്തെ ഞാൻ ദുഷ്ടരാന്ന് പറയാം. നമ്മളാരാ? അവരെ ദൈവം തള്ളിയിട്ടില്ല. സ്തോത്രം. ആ പാട്ട് പാടാൻ പാടില്ല. കർത്താവ് പറയുക, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടൊന്നുമില്ല. എടാ, അവര് ദൈവത്തിന്റെ ജനമാ. ദൈവത്തിന്റെ ജനം ദുഷ്ടരല്ല. അതിൻ്റെയൊക്കെ പിന്നെ ദൈവത്തിന്റെ പ്ലാൻ ഉണ്ടെന്ന്. ദൈവത്തിന് നീയോടെ സൂചിക്കാം. നമ്മളവർ ദുഷ്ടരാന്ന് വിചാരിച്ച് അവരെ തള്ളിക്കളയരുത്. ദൈവത്തെ നീയോടെ അവിടെ ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ടാ അബ്രാഹാമിനോട് പറഞ്ഞത്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവനെ ദൈവവും ശപിക്കും. അടുത്തത് എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് കടാക്ഷിച്ചു. അപ്പൊ നിലവിളിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? കടാക്ഷിക്കും. നിന്റെ നിലവിളിയെ മറന്നു കിടക്കാതെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ നീയോടെ നമുക്കൊക്കെ ബലഹീനത ഉള്ളതുപോലെ ദൈവത്തിനൊരു ബലഹീനതയുണ്ട്. എന്താ?
കണ്ണുനീര് തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ തുള്ളി കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുമ്പോൾ ഉലകത്തിൽ ആരും നിന്റെ വേദനയ്ക്ക് പരിഹാരം വരുത്തിയില്ലെങ്കിലോ, നിന്റെ തലമുറ വിഷയത്തിന്മേൽ, നിന്റെ രോഗ വിഷയത്തിന്മേൽ, നിന്റെ കടഭാര വിഷയത്തിന്മേൽ, നീ ഇന്ന് കടന്നു പോകുന്ന ഏത് ഭാരത്തിന്മേലും പരിഹാരം വരുത്തുന്ന ദൈവം ഇന്ന് പകരം നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. രാജരാജ രാജരീന രമണരസ്യാന ഭവനിരാജ അടകരമന റീബലബലബല ശുടബലരമന റിവനരസ്യാന ഭവനി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എമെടുത്ത് പ്രാർത്ഥിക്കുക. ഇനി വായിച്ചേ. ശമൂവേൽ ശൗലിനെ കണ്ടപ്പോൾ, ശൗലിനെ കണ്ടപ്പോ യഹോവ അവനോട്, ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാ. ഞാൻ നിന്നോട് അരുളി ചെയ്ത ആള് ഇതാ. കറക്റ്റ് ഇവനെ കണ്ടു കഴിഞ്ഞപ്പോ ദൈവാത്മാവ് പറഞ്ഞു കൊടുക്കുക, നീ ആരെ ആണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവനായി വരുന്നതെന്ന് പറഞ്ഞു. ദൈവത്തിന് നീയോട് സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത്, ഇവനാകുന്നു എന്റെ ജനത്തെ ഇതുപോലെയൊക്കെ ദൈവം നമ്മളോടും സംസാരിക്കും. ശൗമേലിനോട് കർത്താവ് പറഞ്ഞു കൊടുത്തതുപോലെ ദൈവം നിങ്ങളോടും സംസാരിക്കും. അതിന് അഭിഷേകത്തെ നിൽക്കണം. അഭിഷേകം വന്ന വിശ്വസ്തത വരും. അഭിഷേകം വന്ന വിശുദ്ധ ജീവിതം നയിക്കാം. അഭിഷേകം വന്ന പ്രാർത്ഥനാ ജീവിതം കിട്ടും. അഭിഷേകം വന്ന ഭയം മാറിപ്പോകും. അഭിഷേകം വന്ന ഉടബലരമന റിബനരസ്യാനഭവനി ദീർഘക്ഷമ ലഭിക്കും. അഭിഷേകം വന്ന ഇന്ദ്രിയ ജയം വരും. റീബാന കത്തുര. അഭിഷേകം നിങ്ങളോട് സംസാരിക്കും. ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് പോലെ നിങ്ങളൊരു വഴിക്ക് യാത്ര ചെയ്യുക. അവിടെ ചെന്ന് ബോർഡും കാര്യങ്ങളും ഗൂഗിളും പ്രവർത്തിക്കുന്ന ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നിനക്ക് വഴി പറഞ്ഞു തരും. ഒരു വ്യക്തിയെ കാണുമ്പോൾ വിവേചിപ്പാൻ കൃപ തരും പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് മുന്നമേ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉടബല നിനക്ക് വെളിപ്പാടിൽ തരും, ദർശനത്തിൽ തരും. റബനകത്തുരാജം പവിടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എമെടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. ശൗമേലിനോട് ദൈവം പറഞ്ഞു, നാളെ ഒരുവൻ നിന്റെ അടുക്കല് വരും. ദൈവത്തിന് നന്ദിയോടെ. ശൗമേലിനോട് ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ ദൈവം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്തോത്രം പറഞ്ഞ ദൈവസന്നിധിയിൽ ദൈവം സംസാരിക്കുമെന്ന്. ദൈവം നിങ്ങളോട് ഇടപെടും. ഉടബല പോകേണ്ട വഴി, ഉടബല കിടറവൻ, നീ എത്തിച്ചേരേണ്ട ഭവനം, നീ പിടിപ്പിക്കപ്പെടേണ്ട വ്യക്തികൾ, നിന്നിലൂടെ പിടിപ്പിക്കപ്പെടേണ്ട പട്ടണങ്ങളെ കുറിച്ച് ദൈവം നിന്നോട് സംസാരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത്. അന്നേരം ശൗൽ പടിവാതിൽക്കൽ ശമൂവേലിന്റെ അടുക്കലെത്തി, ദർശകന്റെ വീട് എവിടെയെന്ന് പറഞ്ഞു തരണമേ എന്ന് ചോദിച്ചു. ദർശകന്റെ വീട് പറഞ്ഞു തരാൻ പറഞ്ഞു. അടുത്തത്, ശമൂവേൽ ശൗലിനോട്, ദർശകൻ ഞാൻ വന്ന് ചോദിച്ചു. ആരോടാ? ശമൂവേലോട് വന്ന് ചോദിക്കുക, ഇവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പ്രവാചകൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീടൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ പഴയ നിയമകാലത്ത്, ഇപ്പൊ പ്രവാചകൻ എന്ന് വിളിക്കുന്ന ആളെ പഴയ നിയമകാലത്ത് ദർശകൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ദർശനം ദർശിച്ച് പറയുന്നയാള്, വെളിപ്പാട് പറയുന്നയാള്. അപ്പൊ ശൗമേല് പറഞ്ഞു, ദൈവദാസൻ ഞാൻ തന്നെയാന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ. എന്റെ കൂടെ പൂജാഗിരിക്ക് പോരും. ആ സമയത്ത് ഒരു പ്രാർത്ഥന നടക്കുക. എന്നോട് കൂടെ എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് കടന്നു വരാം. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഈ വിടുതലുകളൊക്കെ സംഭവിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ദൈവം സംസാരിക്കും. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ കെട്ടുപൊട്ടിക്കും. പ്രാർത്ഥന ദൈവസേന മുഴങ്കാലും മടക്കുമ്പോൾ തടസ്സങ്ങളെ ദൈവം നീക്കും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അടഞ്ഞത് ദൈവം തുറക്കും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പുതുപടി തുറക്കും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇല്ലാത്തത് ദൈവം വിളിച്ചു കൊണ്ടുവരും. അവനാൽ കഴിയാത്തതൊന്നുമില്ലെന്ന് ദൈവമാവ് ദൂത് വിളിച്ചു പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തെ എമെടുത്ത് പ്രാർത്ഥിക്കുക. ഓ റിഖാബാബ റീബലബലബ ശുഡബലബലബ ഭൗഡീരമന. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. രാജരാജ രാജരീന രമനകത്തുരാജം പൗടി അടകര രമന രമനകത്തുരാജം പൗടി രാജാമാന റമ്പൽ പൗടി റത്വൽ മൗനി റമ്പച്ചൂട് കടകക്കെട്ടി. ഇന്ന് പകല് ചില തുറക്കുന്ന പകല, ഇന്ന് പകല് ചില തുറക്കുന്ന പകല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന്റെ ഉടബല സാന്നിധ്യം ഇറങ്ങി വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തെ എമെടുത്ത് പ്രാർത്ഥിക്കുക. അടകരമന റിമനരസ്യാന ഭവനിരാജ രമനകത്വരി റിഖമാമ റീബലബലബ ശുഡബലബലബ ഭൗഡീരമന അടകരമന റിവനരസ്യ റീഖവനി രമനരസ്യാണ് ഭവനിരാജ രമനകത്വരി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ദൈവദാസനെ മേശമേൽ സൂക്ഷിപ്പാൻ വിളി ലഭിച്ച ശേബാനൂസിന്റെ ജനത്തിന്റെ മധ്യേ കൊണ്ടുവന്നതുപോലെ ഞാനാ നിന്റെ ജനത്തിന്റെ മധ്യേ കൊണ്ടുവന്നതെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അവന്റെ ആത്മാവിനോട് പറയുക, ഒരു വഴി അടയുമ്പോ അടുത്തത് തുറക്കാൻ യഹോവ നിന്റെ കൂടെയുണ്ട്. കെരീതോട് പറ്റിയപ്പോ ശരാബ്ദിലെ വിധവയുടെ വീട്ടിൽ നന്മയൊരുക്കിയ ദൈവം അവൻ ദൈവാത്മാവ് പറയുക, ഇന്നലകൾ നിന്റെ മുഖത്ത് ലജ്ജിപ്പിക്കാതെ വഴി ചിലത് തലമുറയ്ക്ക് വേണ്ടി അടഞ്ഞപ്പോ ദൂതനെ അയച്ച് പ്രവർത്തിച്ച ദൈവം ഞാനെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. തവറയ എന്റെ നാവിന്മേലൊരു അധികാരം വരും. നീ ജനത്തോട് പ്രവചിക്കും. ഉടബലഘട്ടം റബനകത്തുരാജം പ്രവടി. നീ പ്രാർത്ഥിക്കുമ്പോൾ വഴിയടഞ്ഞ ദൈവം വഴി തുറക്കും. ഉടബലഘട്ട ദൈവാത്മാവ് പറയുക, തലമുറയില്ലാത്ത ജലത്തിന്റെ ശിരസിൽ നീ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഉദരക്കെട്ടഴിഞ്ഞ് ഉദരബലം ലഭിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. പരിശുദ്ധാത്മാവ് പറയുന്നു, മിനിസ്ട്രി നിന്നെ കണ്ട് അവസാനിക്കില്ല. നിന്നിൽ നിന്ന് തുടങ്ങി നിന്റെ 10 തലമുറ ദൈവരാജ്യത്തിന് വേണ്ടി ഉള്ളതെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക.
താവിനോട് പറയുന്നു, അടകരമന റിബനകത്വരാജൻ പൗഡുരമ വിളിച്ചവൻ വിശ്വസ്തന, ഇതുവരെ ദൈവമാ കൊണ്ടുവന്നതെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും അതിലെല്ലാം നിർത്തി വിടിവിച്ചത് യഹോവയുടെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇസ്രായേൽ പറയേണ്ടത്, യഹോവ ഞങ്ങളുടെ വർഷത്തിൽ ആയിരുന്നെങ്കിൽ. റീബാന കത്വരാജൻ പൗടി, ഇന്ന് പകലില് അവൻ നിന്നോട് കൂടെയുണ്ട്, നിന്റെ ഭവനത്തോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, ദൈവദാസനെ, നിന്റെ വിടുതല്, നിന്റെ തലമുറയുടെ വിടുതല്, എല്ലാ വിടുതലും ആ പ്രതീക്ഷിച്ച സമയത്ത് വരില്ല. അല്പം ലേറ്റ് ആയാലും ആ ദൈവപ്രവൃത്തി വിളിച്ചു കൊണ്ടുവന്ന് ഞാൻ മുഖത്തെ ആദരിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. 2 കാശിന് 5 കുരിലുകളെ വിൽക്കുന്നില്ലയോ, അതിലൊന്നിനെപ്പോലും ഞാൻ മറന്നു പോകാത്ത ദൈവമെങ്കിൽ എൻ്റെ ദൃഷ്ടി നിന്റെ മേലും നിന്റെ മിനിസ്ട്രി മേലും നിന്റെ കുടുംബത്തിന് മേലും തലമുറ മേലും ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു, അടകരമന റിബനകത്വരാജം പൗടി, ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് ഉടബലക ദൈവമാവ് ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങാനല്ല, യാത്ര ചെയ്ത ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരും. പൗലോസ് തുർന്നോസിന്റെ പാഠശാല തുറന്നിട്ട് 2 വർഷം ആസിയയിൽ പാർക്കുന്നവരെ ദൈവവചനം പഠിപ്പിച്ച് അവരെ ആത്മാവിൽ ഒരുക്കിയെടുത്തതുപോലെ ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുക്കുക ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. എന്നാൽ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് ഒരു ഗ്രോത്ത് ഉടബലകളെ വരുന്നില്ലെന്ന് കണ്ട് പലപ്പോഴും നീ നിരാശപ്പെട്ടിട്ടുണ്ട്. നീ ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ ആത്മാവ് പറയുക, വെള്ളമൊഴുകി ആ വെള്ളത്തിൽ ചില മീനുകൾ വരുന്നത് പോലെ ദൈവസഭയ്ക്കകത്ത് ജനത്തെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. അടകരമന റിബനകത്വരി, ഒരു വടിയായി ജീവിതം തുടങ്ങിയ നിന്നെ ഇതുവരെ എത്തിച്ചത് ദൈവാത്മാവെന്ന് ദൈവം ദൂത് വിളിച്ചു പറയുക. മത്തൽമമിനി മനകത്വരി കടകട്ടം കടകച്ചാര റീബനകത്വരാജം പവടി, പരിശുദ്ധാത്മാവിന് ഒരു ദൂത് പറയാനുണ്ട്. ഉടബലരമന റിബനരസി ആന ഭവനി രാജ അട്ടരചൂട മടകപ്രഭു റബനകത്വരി അൽക്കബിനി ഭവനിയ ഈ ദേശത്ത് കൊണ്ടുവന്ന് നട്ടത്, ഇവിടെ പാർപ്പിച്ചതിൻ്റെ പിന്നിലൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. രാജാരമന, ഒരു വടിയായി ജീവിതം തുടങ്ങിയ നിന്നെ ഇതുവരെ കൊണ്ടുവന്നത് ഞാനെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അവനോട് പറയുക, നിന്റെ കഴിവല്ല, നിന്റെ മേൽ വ്യാപരിച്ച ഒരു അഭിഷേകമുണ്ട്, അത് പല പ്രതിസന്ധിയും വെട്ടിയ ഉടനെ നിന്നെ മുന്നോട്ട് നടത്തിയതെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. നിന്റെ ദൈവാത്മാവ് പറയുക, നീ പ്രൊഫഷനിൽ ഇരുന്ന പല സമയത്ത് മല പോലെ വന്ന ചില പ്രതിസന്ധികളെ മഞ്ഞുപോലെ ഒരുക്കി ദൈവം നിന്നെ വിടിപ്പിച്ചതാ. ഉടപരമന റിബനകത്വരി ഇരമ്യാ പ്രവചനം 20:11, യഹോവ ഒരു മഹാവീരനെ പോലെ നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ദൈവാത്മാവ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവദാസനെ, ഇവിടെ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാ. അബ്രഹാമിന്റെ പേര് ദൈവം ഉയർത്തിയതുപോലെ നിന്റെ തലമുറ പേര് ദൈവം ഉയർത്തുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മടകത്തൊരു ഘടകം ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി എലീശ ചെയ്തതുപോലെ നീ ചെയ്തതിന്റെ ഇരട്ടി ചെയ്യാ, നിന്റെ തലമുറയെ ദൈവം അഭിഷേകം ചെയ്യുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മമ്പൽമാന മനകത്തൊരു ഘടകട്ടോ പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കേ, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുക, കർത്താവ് നിന്ന ഉരുട്ടി മാറ്റി കണ്ണുനീര് തുടച്ചതെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മത്തൽമബിനി, എൻ്റെ ദാസിയെ പലവട്ടം രോഗിയാക്കാൻ ശത്രു വെറുതെ കയറി വന്നപ്പോഴോ അവിടെ എല്ലാം തൊട്ടു പിടിപ്പിച്ച ദൈവത്തിന്റെ കൃപയുടെ കരം കൂടെയുണ്ട്. എന്നോട് ദൈവാത്മാ പറയുക, നീ വിളിച്ചപേക്ഷ നാളില് ഞാൻ നിനക്ക് ഉത്തരമരളി, നിന്റെ ഉള്ളിൽ ബലം നൽകി നിന്നെ ധൈര്യപ്പെടുത്തിയ ദൈവമാ. പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, അമ്മ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളെ നീ കൃപയിലേക്ക് കൊണ്ടുവരും. അടകൻ നീ പാർക്കുന്ന ആ ചുറ്റുപാടില് ചിലർ ദൈവം തൊടുന്ന നാളുകളാ മുമ്പിൽ നിന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ആ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിച്ചോ, ആ ദേശത്ത് ചില കെട്ടുകളെ പൊട്ടിച്ച് നീ ആ ദേശത്ത് പാർക്കുന്നത് കൊണ്ട് ആ ദേശത്ത് ചില അണലികളെ ദൈവം കീറുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. രാജാമാന റീബാബാബ ചുടബലബലബ ഭൗഡീരമന അടകരമന റിബനകത്തൊരി ഡിസംബർ വരെ യാത്ര സൂക്ഷിച്ചോളാം. വണ്ടി ആക്സിഡന്റ് ഇല്ലെങ്കിലും ഉടബലകളെ നഷ്ടങ്ങളെ വരുത്താൻ ശത്രു നോക്കുന്നുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. വാഹനം തട്ടിയൊക്കെ നഷ്ടങ്ങൾ വരുത്താൻ നോക്കുന്നുണ്ട്. അവനോട് പറയുക, ഒരു ഭാഗത്ത് ലഭിച്ചത് മറുഭാഗത്ത് ശത്രു ചോർത്തിയ ഒരു സമയമുണ്ട്. അവിടെയൊക്കെ ചോർച്ചകളെ അടച്ച് കൈപിടിച്ച് ഉയർത്തിയത് യഹോവയുടെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അമ്മ ദൈവാത്മാവ് പറയുക, നഷ്ടപ്പെട്ടു പോയ ചില നന്മകൾ അവനോട് പറയുക, ചില മാസങ്ങൾ ഉടബല വഴിയടച്ച് ശത്രു ഇരുത്തിയെങ്കിലോ കർത്താവ് കൈപിടിച്ച് പുറത്തു കൊണ്ടുവന്നെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അവനോട് പടകും വലയും കളഞ്ഞ് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവനാ നീ, നിന്റെ മുഖത്ത് ഞാൻ കൈവിടുമോ? നിന്നെ പാറ്റാൻ ശത്രു കയറി വന്നപ്പോഴോ അവിടെയും ആ പോരിന് വിട്ട് നിന്റെ കൂടാരത്തെ മറച്ചത് യഹോവയെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മറത്തുനി കടകട്ടം കടകച്ചാര രാജറീന ശൗലോ മേൽക്കുമേ ശക്തി പ്രാപിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയെ ശക്തി പ്രാപിക്കൂ. ആത്മാവിന്റെ പുതിയ നിയോഗങ്ങൾ തരൂ. വചനത്തിന്റെ വെളിപ്പാടിന്റെ ആഴത്തിലേക്ക് ദൈവം ഇറക്കാൻ പോകുക. ഓ റാബാന, നീ സൂക്ഷിക്കുമ്പോൾ ഇന്നർ ഹീലിങ്ങുകൾ ജനത്തിന് മേൽ വരും. ഉടബല ഘടകം ജനം അമ്മ മുറിവേറ്റതും മുറിവ് കിട്ടുന്ന ഒരു മിനിസ്ട്രി നിനക്കൊണ്ട് ഒത്തിരി പേരെ നീ വളർത്തിയെടുക്കുക. യഹോവ നിന്നെ ഉപയോഗിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. വായിച്ച കുഞ്ഞാപ്പാകുന്നു നിങ്ങൾ വായിച്ചേ. ഇന്ന് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കണം. നാളെ ഞാൻ നിന്നെ യാത്ര അയക്കാം. നിന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും പറഞ്ഞു തരാം. 3 ദിവസം മുൻപേ കാണാതെ പോയ കഴുതകളെ കുറിച്ച് ചിന്തിക്കേണ്ട. ആമേൻ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. അടുത്തത്, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. അപ്പൊ ദൈവദാസന്റെ അടുക്ക് വന്നപ്പോ തന്നെ എന്ത് ചെയ്യുക? ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതിന്മേൽ ദൈവത്തിന്റെ കരം അനുകൂലമായി നിൽക്കുക. ഞാൻ ഇന്ന് പല ദൈവാത്മാവിൽ ദൂത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില ടൈമുകളും നന്മകൾ, അടഞ്ഞു പോയ ചില വഴികളിൽ ബെറ്റർ ദൈവം തുറന്നു തരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം. നിങ്ങൾ കാര്യങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഇങ്ങനെ തുതിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്ന കോഴി പോയില്ല. സ്തോത്രം. അല്ലേലും വയ്യെന്നല്ല, ശക്തിയോടെ ദൈവത്തെ ഒന്ന് തുതിച്ചേ. ദൈവത്തെ നീയോടെ നിങ്ങളെ സ്തുതിക്കണ കാണുമ്പോൾ കർത്താവിന് പോലും ദുഃഖം വരും. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ആത്മാവിൽ ആരോഗ്യം ബലമൊക്കെ ഉള്ളവരായിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. കർത്താവ് വിചാരിക്കട്ടെ എന്നെക്കാളും ക്ഷീണിച്ചിരിക്കുകയാണല്ലോ നിങ്ങളെന്നാണ്. പോട്ടെ, കർത്താവിന് ക്ഷീണമൊന്നുമില്ല. കർത്താവ് പറയുക അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഇപ്പോഴും കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. അപ്പേ 3 ദിവസം മുമ്പ് പോയ കഴുതകളെ കുറിച്ച് നീ എന്ത് ചെയ്യണ്ട? ഭാരപ്പെട്ടു പോണ്ട. കഴുതകളെ എന്ത് ചെയ്തു? കണ്ടു കിട്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയപ്പോൾ ദൈവദാസന്റെ അടുക്കൽ വന്നപ്പോ നഷ്ടത്തെ ദൈവം നികത്തിയെന്ന്. അങ്ങനെയെങ്കിൽ നഷ്ടത്തെ നികത്തുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. നഷ്ടപ്പെട്ടത് മടക്കി തരുന്ന പ്രാപ്തനായവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ ലൈഫ്, നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതത്തിൽ അനുഭവിച്ച കണ്ണുനീര്, വിദ്യാഭ്യാസത്തിൽ നിനക്കെതിരെ പോരടിച്ച ആ ഇരുട്ടിനെ വെട്ടി കയറുന്ന ഒരു പകലായി രാജാ രാജാ റീബാ ബാബാ ബാബാ രാജ 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 ഡബല ബല ബല പൗടി രമന രസിയാന ഡബല ബല ബല പൗടി രമന രമന രസിയാന പൗടി അടകടമന രമനകത്ത് ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. The Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Rika ba 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 na ratuni o rokobe. അടകടബല രമന രസിയാന പൗനി രാജ. യേശുവിന്റെ നാമത്തെ യമടുക്കുക. കർത്താവിന്റെ ആത്മാവെന്ന പകൽ ചിലർ സ്പർശിക്കുന്ന പകല. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഉടപലക നമ്മളിന്ന് സ്പർശിക്കും ദൈവാത്മാവ്. ചൂടാബ റീബാന റിക്കവിനി പവനി അറസി അടകരമന റിവനകത്തുരാജം പവടിരമന ഉടബലബലബ പവടിരമന റിവനരസിയാന പവനിരാജ രമനകത്വരി. കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു, ദൈവം നിന്നെ സ്പർശിക്കൂ. നീ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ആത്മാവ് പറയുക, ഇടിഞ്ഞു പോയൊരു മതിൽ പണിത് കയറ്റുന്നത് പോലെ ജീവിതത്തിൽ ഒത്തിരി ഇടിവുകളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ. ഉടബലഘട്ടം റമനകത്തുരാജം പവടി. ദൈവത്തിൻ്റെ ആ നല്ല പ്രായത്തിൽ തന്നെ ദുഃഖവും വേദനയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോഴാണ് നീ ഉടബലഘട്ട. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുക, അവിടെയൊക്കെ മരിക്കേണ്ട സ്ഥാനത്ത് ഇന്ന് നീ ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ കരമാ. പരിശുദ്ധാത്മാവിനോട് പറയുക, നീ കർത്താവിന് വേണ്ടി നിന്ന ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. ഉടബലഘട്ടം റീബനകത്തൊരി അട്ടരചൂടം രാജപ്രവടി. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞോട് പറയുക, നിന്റെ കുടുംബവും കുടുംബജീവിതമൊക്കെ നശിപ്പിക്കുക. പിന്നെ ശത്രു ചെയ്തു വെച്ച ചില ആഭിചാരവും അതിൻ്റെ പോരുകളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ തകർത്താ ഇതുവരെ ദൈവം കൊണ്ടുവന്നത്. ദൈവാത്മാവ് പറയുക, നിന്റെ തലമുറയെ നിന്നിൽ നിന്ന് അകറ്റാൻ പോലും ശത്രു പദ്ധതിയൊരുക്കി. പക്ഷെ അവിടെയൊക്കെ തുണയായി നിന്നത് യഹോവയുടെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഈ ദൂത് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, 91 സങ്കീർത്തനം 14, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തോ. നീ എനിക്ക് വേണ്ടി നിന്ന ദൈവം നിന്റെ തലമുറ വിഷയത്തിമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ വെളിപ്പെടും. അടകടമന ചിലതിന് വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെ ശത്രു കെട്ടിയ സമയമുണ്ട്. അവിടെയും കെട്ടടിച്ചതുവരെ നടത്തിയത് ഹോബിയെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മത്തൽമവിന് മനകത്തൊരു കടകട്ട ശൗരിനെ വീടിൻ്റെ അകത്ത് ഒതുക്കിയിട്ടതുപോലെ അടകടമന റിവനകത്തുരാജം പവടി ഒന്നിനെ വീടിൻ്റെ അകത്ത് ഒതുക്കിയിട്ട് റീബാനക ഭയത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോയി ഇട്ടുകൊണ്ട് ഉടവല ശത്രു കെട്ടിക്കളഞ്ഞ മണ്ഡലം ദൈവാത്മാവ് ഇടപെടുക. നീ പ്രാർത്ഥിച്ചു. ഉടവല ദാവീദ് പെട്ടകത്തിന് മുമ്പ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചതുപോലെ ആരാധിക്കുമെങ്കിൽ ഉടവലകൾ വീടിൻ്റെ അകത്ത് ഒതുക്കിയതിന് പുറത്തു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് അമ്മ മാനിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. രാജരാജ റീനറവന. യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവാത്മാവ് പറയാൻ സകല ജഡത്തിൻ്റെ ദൈവമായ കർത്താവ് എന്നാൽ കഴിയാത്തതൊന്നുമില്ലെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ചെയ്യാത്ത കാര്യത്തിൽ നീ മുറിവേറ്റിട്ടുണ്ട്, അപവാദം കേട്ടിട്ടുണ്ട്. അവനോട് പറയുക, ചിലരെ വാക്ക് നിന്നെ തളർത്തിയിട്ടുണ്ട്. നിന്നെ നടുവിനെ കെട്ടി ശത്രു കിടത്താൻ നോക്കിയതാ. അവിടെയൊക്കെ തട്ടി മാറ്റി പിടിപ്പിച്ച ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട്. ഉടമന ചുടബലപ്പെട്ടോ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നിന്റെ സ്വന്തം കുടുംബമായി ബന്ധപ്പെട്ട് ശത്രു ഒത്തിരി പൊരുതിയ കുടുംബമെന്ന് ദൈവാത്മാവ് ഇടപെടുക. ഏത് നിലയിൽ എത്തപ്പെടേണ്ടതാ അവിടെയൊക്കെ ശത്രു ആഭിചാരം ചെയ്ത് കെട്ടിയതാ. പക്ഷെ ദൈവാത്മാവിനോട് പറയുക, ആഭിചാരം യാക്കോബിന് ഫലിക്കുകയല്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനേക്കാത്തതുപോലെ ഇന്നും ചിലതിനെ മുടിച്ചു കളയാൻ നോക്കിയ സ്ഥാനത്ത് ബലത്തോടെ ഇരിക്കുന്നത് ദൈവകൃപ എന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ.
ഉടബലബലബല നിന്റെ വീട്ടിൽ മരണദൂതം വന്നതാ. യഹോവയുടെ ദൂതനാ മരണദൂതനെ വെട്ടിവിട്ടതെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മത്തൽമവന് മനകത്തിന് പ്രാർത്ഥിച്ചു. താപനോട് പറയുക, അധ്വാനിക്കുന്ന കൃഷിക്കാരനാ ആദ്യ ഫലം അനുഭവിക്കേണ്ടതെങ്കിൽ ജീവന്റെ പ്രവൃത്തി വെളിപ്പെടും. അവൻ ചിലതിനെ ജീവിപ്പിച്ച് ദൈവം പുറത്തു കൊണ്ടുവരും. കെട്ടപ്പെട്ടതിന്റെ കെട്ടഴിക്കും. നിന്നെ ദൈവം നിവർത്തും. നീ ദൈവത്തോട് ചോദിച്ച കരഞ്ഞ ചില വിഷയങ്ങളുടെ ദൈവത്തിന്റെ നീതിയുടെ കരമിറങ്ങി വെളിപ്പെടുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. നിന്നെ രോഗിയാക്കാൻ ശത്രു നോക്കിയതാ. അതിന്റെ നടുവിലൊക്കെ തൊട്ടു പിടിപ്പിച്ച ദൈവത്തിന്റെ കരം കൂടെയുണ്ട്. വീഴാൻ തക്കവണ്ണം ശത്രു നിന്നെ തള്ളി, യഹോവ നിന്നെ കരത്തിൽ താങ്ങിയെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ മൂത്ത തലമുറയുമായി ബന്ധപ്പെട്ട് ചില വിടുതലുകൾ ചെയ്യുന്നത് ദൈവത്തിന്റെ ദൂതനിറങ്ങി തുടർന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണുകയാ. ആമേൻ. രാജരാജ രാജരീന അടകരമനരിവനരസ്യാന പൗനിരാജ. എന്നിട്ട് വേഗത്തിൽ വരട്ടെ, ശ്രദ്ധിച്ചേ. ആ സമയത്ത് ഒരു യാഗം നടക്കുക. ഞാൻ ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് ദൂത് പറയുന്നതെന്നറിയോ? ചില പാസ്റ്റർമാർ പലരും പല രീതിയാണ്. ചിലരെല്ലാം പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടാണ് ദൂത് പറയുള്ളൂ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങും. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദൂത് പറഞ്ഞ അടുത്ത് എന്നോട് വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയെങ്കിലും ഇരിക്കും. അതുകൊണ്ടാണ് ഈ പൊട്ടുണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പീര ഇടുന്നത് പോലെ ദൈവത്തെ നീയോടെ സ്തുതിക്കണം. അങ്ങനെയെങ്കിലും പ്രതീക്ഷയോട് കൂടി ഇരിക്കട്ടെ. ശരിയല്ല ദൈവാസനെ? അതെ, അല്ലെങ്കിൽ ഉറങ്ങും. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഉറങ്ങുക മാത്രമല്ല, ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. പണി അടുത്തിടയ്ക്ക് ഞാനൊരു ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? ഇടയ്ക്ക് നമ്മൾ ഉറങ്ങിയാലും എഴുന്നേറ്റ് വരുമ്പോൾ ഒരു 2 സ്തോത്രമായിട്ട് വരുന്നത് ഉറങ്ങുമല്ലെന്ന് അറിയിക്കാൻ. സ്തോത്രം. ഞാൻ ഇടത്തിടയ്ക്ക് ഒരു ചർച്ച ചെന്ന് കഴിഞ്ഞപ്പോൾ വിദേശത്താണ് ഒരച്ഛൻ എനിക്ക് ചർച്ചയിൽ ഒരു മീറ്റിംഗ് റെഡിയാക്കി തന്നത്. അപ്പോൾ ഇദ്ദേഹം ഫ്രണ്ടിൽ വന്നിരിക്കുക. പുള്ളി ഫ്രണ്ടിൽ വന്നിരിക്കുക മാത്രമല്ല, ഇടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, വരാം, അവിടെ ഇരിക്കുക, നിങ്ങളോട് ദൂതി ഞാൻ പറയാമെന്ന് പറഞ്ഞു. ദൈവം നീയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചേ? നല്ല മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങുക ചെയ്തതെന്ന് ചോദിച്ചു. ഉറങ്ങുമായിരുന്നു അച്ഛാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഭാഷ ഞാൻ ഉറങ്ങിയതല്ല. ഭാഷ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു. ഞാൻ കണ്ടവാനം താഴ്ത്തണ്ട, പെടലി കുടിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്ന സഹോദരൻ. എന്നെക്കാളും വീട്ടിലാ ക്ലോക്ക് പോകണം, എന്നാലും വേണ്ടില്ല അതിനൊപ്പത്തിൽ ഞാൻ ഓടിച്ചെത്തുകയാണ്. ഒരു അഭിഷേകത്തിന്റെ പകർച്ച പകൽ വെളിപ്പെടും. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്ന. ആ സമയത്ത് ഒരു യാഗം നടക്കുക. ആ യാഗത്തിന് ശൗലിനെയും പൃഥ്വിനെയും ശൗമേലും ക്ഷണിച്ചു. വായിച്ചേ. എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെ ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ സർവ്വ പിതൃഭവനത്തിന്മേലും. നിന്റെ പിതൃഭവനത്തിന്മേൽ. ശൗമേൽ ശൗലിനോട് ദൂത് പറയുക, ഇസ്രായേലിന്റെ പ്രാർത്ഥന നിന്റെ മേലാ വന്നത്. നിന്നെ ആ ദൈവം രാജാവായി കണ്ടിരിക്കുന്നേ. അങ്ങനെ വേത്തി വായിച്ച മോളെ. അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ഇസ്രായേൽ ഗോത്രത്തില് ഏറ്റവും ചെറിയവനാ. ബെന്യാമീൻ ഗോത്രം ഏറ്റവും ചെറിയതാ. പക്ഷെ ഏറ്റവും ചെറുതായിട്ട് നീ നിന്നെ തന്നെ താഴ്ത്തിയ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മൾ ചിലരുടെ മുമ്പിലൊന്നും നീ ഉയർത്തണ്ട. നീ നിന്നെ തന്നെ താഴ്ത്തിയ നിനക്കെതിരെ വമ്പ് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തും. സ്തോത്രം. നിന്നെ ഒതുക്കാൻ നോക്കിയവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തുമെന്ന്. എന്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്തെന്ന് ചോദിച്ചു. അടുത്തത്. പിന്നെ ശമൂവേൽ ശൗലിനെയും അവന്റെ ഭൃത്തിനെയും കൂട്ടി വിരുന്നുശാലയിൽ കൊണ്ടുചെന്നു. അവിടെ ഒരു പ്രാർത്ഥന നടക്കുക. പ്രാർത്ഥന നടക്കുന്ന യാഗം നടക്കുക. അവരെ വിരുന്നുശാലയിലേക്ക് കൊണ്ടുപോയി. അടുത്തത്. ക്ഷണിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് പ്രധാന സ്ഥലം കൊടുത്തു. ക്ഷണിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് പ്രധാന സ്ഥാനം കൊടുത്തു. അടുത്തത്. ക്ഷണിക്കപ്പെട്ടവർ ഏകദേശം 30 പേരുണ്ടായിരുന്നു. 30 പേരുണ്ട്. അങ്ങനെ യാഗമൊക്കെ ഞാൻ പറയാം. യാഗമൊക്കെ കഴിഞ്ഞ് ശൗലിന് വേണ്ടി മാറ്റിവെച്ച ചില ഭക്ഷണ വിഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഗസ്റ്റിനെയൊക്കെ ആദരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ദൈവത്തെ നീയോടെ സ്തുതിക്കും. നല്ല ചില ഫുഡുകളൊക്കെ കൊടുക്കും. ദൈവത്തെ നീയോടെ സ്തുതിക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഇവര് അന്ന് ശൗമേലിനോട് കൂടെ താമസിച്ചു. ഇവര് വായിച്ചേ 9:25, 26 വായിച്ചേ. അവർ പൂജാഗിരിയിൽ നിന്ന് പട്ടണത്തിലേക്ക് ഇറങ്ങി വന്ന ശേഷം. പൂജാഗിരി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ സ്ഥലത്തുനിന്ന് ദൈവം ഇറങ്ങി വന്ന കാര്യം. പൂജാഗിരി എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യാൻ പോയതല്ല, പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നപ്പോ. അടുത്തത്. അവൻ വീടിന്റെ മുകളിൽ വെച്ച് ശൗലുമായി സംസാരിച്ചു. ശൗമേലിനോട് കൂടി അവര് താമസിക്കുക. വീടിന്റെ മുകളിൽ വെച്ച് അവര് ശൗമേലുമായി സംസാരിച്ചു. ആര്? ശൗമേലും ശൗലും തമ്മിൽ സംസാരിച്ചു. അടുത്തത്. അവർ അധികാലത്ത് അരുണോദയത്തെങ്കിൽ ആരെഴുന്നേറ്റു? ശൗമേൽ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് ഭയങ്കര അനുഗ്രഹമാണ്. നമുക്ക് 4 യാമമാണ്. ഒരു യാമം എത്രയാ? 4 യാമം. 6 മുതൽ 9 വരെ ഒരു യാമം, 9 മുതൽ 12 വരെ ഒരു യാമം, പിന്നെ 12 മുതൽ വെളുപ്പിനെ 3 മണി വരെ ഒരു യാമം, 3 മുതൽ 6 മണി വരെ. 4 യാമത്തിന് 4 അർത്ഥമുണ്ട്. 6 മുതൽ 9 മണി വരെയാ അമ്മ കള്ളുകൂടിയന്മാർ ആപ്പിലേക്ക് പോകുന്നത്. കള്ളുകൂടിയന്മാർ കുടിക്കാൻ പോകുന്ന 6 മുതൽ 9 വരെയാണ്. 9 മുതൽ 12 മണി വരെ അനാശാസ്യ പ്രവർത്തനങ്ങളും കള്ളുകുടിച്ചവൻ വണ്ടി ഓടിച്ച് നടത്തുന്ന അഭ്യാസങ്ങളും അപകടങ്ങളുടെ സമയമാണ്.
9 മുതൽ 12 വരെ. പിന്നെ 12 മുതൽ വെളുപ്പിന് 3 മണി വരെ കള്ളന്മാർ കക്കാനിറങ്ങുന്ന സമയമാണ്. ഇപ്പം പിന്നെ ഇറങ്ങിയില്ല. കാരണം പലരും വീട്ടിൽ മൊബൈൽ ഫോണിൽ അവൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ഗെയിമൊക്കെ കളിച്ചിട്ട് കിടക്കുന്നത് 5 മണിക്ക്. അപ്പോൾ അതുകൊണ്ട് കള്ളന് കക്കാൻ പോലെ വീട്ടിൽ കയറാനും പറ്റുന്നില്ല. നിങ്ങളുടെ സ്തോത്രം പറയുന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ 2 പിള്ളേർ ഡ്യൂട്ടി കഴിഞ്ഞ് കിടക്കുന്നത്. ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഡ്യൂട്ടിയല്ല, ദൈവത്തെ നന്ദിയോടെ മൊബൈലിൻ്റെ അത് ഗെയിം കളിച്ച് കിടക്കുന്ന ഡ്യൂട്ടിയാ. കിടക്കുന്ന വെളുപ്പിനെ 3 മണിക്കാ. സ്തോത്രം. 4-ാമത്തെ യാമം 3 മുതൽ 6 വരെ. ആ സമയത്താ അന്യദേവന്റെ നാമം ഉയരുന്നേ. 4 യാമങ്ങൾക്ക് 4 അർത്ഥമുണ്ട്. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പോട്ടെ. അതുകൊണ്ടാണ് യാമങ്ങളൊക്കെ എഴുന്നേറ്റ് രാത്രി 12 മണിക്ക് ശേഷമുള്ള പ്രാർത്ഥന ഭയങ്കര വിടുതലാണ്. കാരണം പ്രപഞ്ചം മുഴുവൻ നിശ്ചലമായിരിക്കുമ്പോൾ നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ മറുപടി വരും. സ്തോത്രം. രമനകത്ത് അതുകൊണ്ടാ പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞേ. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പോൾ ഇവിടെ സൗമേൽ എന്ത് ചെയ്തു? അരുണോദയത്തെങ്കിൽ എഴുന്നേറ്റു. അരുണോദയത്തെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാവിലെ 7 മണിക്കല്ല. സ്തോത്രം. രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് ചിലർ പാട്ട് പാടും. എന്താ? മഗ്ദൽ മേരി അതിരാവിലെ കൂട്ടരുമായി. അപ്പുറത്ത് മേരി രാവിലെ 7 മണിക്ക് അവിടെ തൊഴിലുറപ്പിന് പോയി. ഇവിടെ എഴുന്നേറ്റിട്ടില്ല. അപ്പുറത്തെ വീട്ടിൽ മേരി രാവിലെ 7 മണിക്ക് തൊഴിലുറപ്പിൻ്റെ പണിക്ക് അവൾ പോയി. ഇവിടെ രാവിലെ എഴുന്നേറ്റ് അത് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഇവിടെ രാത്രി യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ രാവിലെ എഴുന്നേൽക്കണം. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ 10 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ ഭയങ്കര വിടുതലാ പ്രയറന. സ്തോത്രം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവന് അവൻ കൃപ ലഭിക്കും. ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അധികാലത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. അവൻ്റെ വിഷയത്തിമേ ദൈവത്തിൻ്റെ നിങ്ങളൊരു പ്രഭാതം എഴുന്നേൽക്കുമ്പോൾ ഇനിയിപ്പോൾ 8 മണിക്ക് എഴുന്നേറ്റുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ പ്രഭാതം പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിനോട് കൂടെ പ്രാർത്ഥിച്ച് ആരംഭിക്കണം. അന്നത്തെ പ്രഭാതം യേശുവിനോട് കൂടെ തുടങ്ങണം. അതുകൊണ്ട് അവന് ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ്റെ യേശുരാജ, അങ്ങേ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുരാജ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. രാവിലെ എഴുന്നേറ്റ് കർത്താവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ പ്രഭാതം തുടങ്ങിയത് അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ. ഇടയ്ക്കൊക്കെ കാർ ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ഹോളി സ്പിരിറ്റ്, ഐ ലവ് യു മൈ ലോർഡ് ഒരു 3-4 തവണ പറഞ്ഞ് ദൈവകൃപ നിങ്ങളുടെ മേൽ ഇറങ്ങി വ്യാപരിക്കും. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടകരം ദൈവം ആഗ്രഹിക്കുന്ന നന്ദിയാണ്. നമ്മൾ ഇവിടെ മടങ്ങി വരാ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അപ്പോൾ അവൻ അരുണോദയത്തെങ്കിൽ ആരെഴുന്നേറ്റു? ശൗമേലിൻ്റെ യേശു അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചിട്ടാ മിനിസ്ട്രി ആരംഭിക്കുന്നത്. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് പ്രാർത്ഥിച്ച ചിലത് അവൻ നീന്നിലൂടെ ചിലത് ചെയ്യും ദൈവം. പ്രാർത്ഥിച്ച അവൻ തെരഞ്ഞെടുപ്പ് നിനക്ക് തെറ്റുപറ്റില്ലെന്നത് കർത്താവ് ദൂത് വിളിച്ചു പറയുക. യേശുവിൻ്റെ നാമത്തിൽ ജമെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ അരുണോദയത്തെങ്കിൽ അത് രാവിലെ ശൗമേൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. 9:27 വായിച്ചേ. പട്ടണത്തിന്റെ അറ്റത്ത് എത്തിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ശൗമേൽ അരുണോദയത്തെങ്കിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ശൗലിനെയും പൃഥ്വിനെ യാത്ര അയക്കാൻ പോകുക. ദൈവത്തിന് പട്ടണത്തിന്റെ അറ്റത്തെത്തിക്കഴിഞ്ഞപ്പോൾ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. എത്ര നേരം പറഞ്ഞ ദൂതല്ല, ഇനി പട്ടണത്തിന്റെ അറ്റത്തെത്തിക്കഴിഞ്ഞപ്പോൾ ശൗലിനോട് പറഞ്ഞു എന്ത് ചെയ്യണോ? നീ അപ്പുറത്തിനോട് മുന്നോട്ട് പോകാൻ പറയുക. എനിക്ക് നിന്നോട് എന്ത് ചെയ്യാനുണ്ട്? ദൈവത്തിന്റെ അരുളിപ്പാട് അറിയിക്കാനുണ്ട്. ഞാനാണെങ്കിൽ പറഞ്ഞേനെ ശൗമേൽ ഉപദേശി, ഇവൻ നിൽക്കുമ്പോൾ പറയാൻ പറ്റിയ ദൂത് പറഞ്ഞാൽ മതി. കാരണം ഇവനാണ് എന്നെ ഉപദേശിയെടുക്കെ കൊണ്ടുവന്നത്. ഇവനാണ് ഉപദേശിക്ക് കൊടുക്കാനുള്ള സ്തോത്ര കാഴ്ച എനിക്ക് തന്നത്. ഇവൻ നല്ല മാന്യനായ ഒരു മനുഷ്യനാണ്. എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല അപ്പൻ്റെ ഏറ്റവും വിശ്വസ്തനായ മനുഷ്യനാണ്. ഇവൻ കേൾക്കാവുന്ന ദൂത് ദൈവദാസൻ പറഞ്ഞാൽ മതി. പക്ഷെ ശൗമേൽ പറയുക, നീ അവനായിട്ടുള്ള ബന്ധം അങ്ങ് വിട്, എനിക്ക് നിന്റെ മേൽ ചിലത് പകരാനുണ്ട്. ദൂത് മനസ്സിലായോ? ഉടപല ചിലത് വിട്ടാൽ നിന്റെ മേൽ ചിലത് ദൈവം പകരും. ഉടപല ചിലത് വിടണം. നീ ചില ബന്ധങ്ങൾ വിടണം, ചില കൂട്ടുകെട്ടുകൾ വിടണം, ചില കാഴ്ചകൾ വിടണം. ഉടപലകൾ ചില പ്രവൃത്തികൾ നീ വിട്ടാ ചിലത് ദൈവം നിന്റെ മേൽ പകരുമെന്ന് ദൈവമാവ് ദൂത് വിളിച്ചു പറയുകയാണ്. രാജരാജ രാജറീന രമനരസ്യാന ഭവനി രാജ ഉടപല പല പല ഭവടി രമന രമനരസ്യാന ഭവനി. ഹല്ലേലൂയ. നിനക്ക് പ്രാണബന്ധമുള്ള ആളായിരിക്കാം, പക്ഷെ നീ വിടണോ? വിട്ടാലാ ചിലത് നിന്റെ മേൽ വരികയുള്ളൂ.
യേശുവിൻ്റെ നാമത്തിൽ ഞമ്മടുത്ത് പ്രാർത്ഥിക്കുക. ഞാൻ ഒരിക്കലും ചില നാളുകൾക്ക് മുമ്പ് ഈ കേരളത്തിലെ തിരുവല്ലയ്ക്ക് അപ്പുറം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ വീട്ടിലെ മോന് പലവട്ടം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല. അപ്പം ഞാൻ അവരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പേര് ചോദിച്ചു, ഇന്ന ആളാരാന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയാ, ഇന്ന ആളാന്ന് പറഞ്ഞു. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ത്രീയെ വീട്ടിൽ കയറി വന്നു. അവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു 150 ഭൂതം അവരുടെ മേത്തുണ്ട്. അവരും തമ്മിൽ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു, അവരോട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം. നീ വിശ്വാസിയെ, അവള് അന്യാരാധനക്കാരിയാ, അവളുമായിട്ടുള്ള ബന്ധം അവളാണ് നിൻ്റെ കുഞ്ഞിനെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു, നല്ല സ്ത്രീയാണ്, ഭാഷക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. ദൈവം തന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പോന്നു. ചെറുക്കൻ അങ്ങനെ കുവൈറ്റിലേക്ക് കയറിപ്പോയി. ഇവർ പോകാൻ നേരത്ത് പറഞ്ഞു, ആൻറ്റിയുടെ വക മോൻ പോവല്ലേ, ആൻറ്റിയുടെ വക 2-3 റുപ്യ അച്ചാറ് മോന് കൊണ്ടുപോകോ, അവിടെ ചെന്ന് കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞു. ആച്ചാറിൻ്റെ അത് അവർ ആഭിചാരം ചെയ്ത് വെച്ചതാ. ചെറുക്കൻ അവിടെ ചെന്ന് 3-4 മാസം കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ നീരുവായി വേദനയായി തിരിച്ചു പോകും. അപ്പോൾ എന്നെ നാട്ടിൽ വന്നിട്ട് വിളിച്ചു, പാസ്റ്റേ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കേണ്ട മോനെ, ശാന്തനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശാന്തയെ അടുപ്പിക്കല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നുന്നു മനസ്സിലായോ? അമ്മയുടെ കൂട്ടുകാരുടെ പേരെന്താ? എന്താ? ശാന്ത ആഭിചാരം ചെയ്യുന്നവളാ. ഇന്ന് വരെ പിന്നെ വിദേശത്ത് പോയിട്ടില്ല, ഇപ്പോൾ നാട്ടിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ദൈവത്തെ ചില ബന്ധങ്ങൾ നമ്മൾ കളയണം. ഇവിടെ പോലെ ചിലത് കളഞ്ഞാലാ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുള്ളൂ. ഇത് മനസ്സിലായോ? ഫേസ്ബുക്ക് വഴിയുള്ള ബന്ധങ്ങൾ, റീബാനകത്തിൽ ഇൻസ്റ്റഗ്രാം വഴിയുള്ള ബന്ധങ്ങൾ, ചില കൂട്ടുകെട്ടുകൾ, ഇതൊക്കെ നിന്റെ ജീവിതം പോക്കാവുമെന്നാണ് പറയുന്നത്. അറിയിക്കാമാന റീബനകത്തൊരി, ചിലത് നീ വിട്ടു പിരിയണമെന്ന്. വലുത് വിട്ടുപിരിഞ്ഞാൽ ചിലത് ദൈവം പകരും. വിട്ടുപിരിഞ്ഞില്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം വരികയില്ല. കാരണം ഇത് വിശുദ്ധിയുടെ ആത്മാവായതുകൊണ്ട് ഉടപലകട നമ്മളെടുക്കുന്ന തീരുമാനത്തിലാണ് ദൈവകൃപ ഇറങ്ങി വ്യാപരിക്കണേ. ചില ബന്ധങ്ങൾ, ചില കൂട്ടുകെട്ടുകൾ, ഉടപലകട റമന മൊബൈലിലെ ചില കാഴ്ചകൾ, റീക്കാറാബാന കമ്മനബ, ചിലത് നീ വിട്ടു പിരിയണമെന്ന് ഇന്ന് പകലിൽ ഞാൻ ദൈവാത്മാവി ദൂത് വിളിച്ചു പറയുക. ചിലത് നീ വിട്ടുപിരിഞ്ഞ, ചില ബന്ധങ്ങൾ വിട്ടുപിരിഞ്ഞ, ചില കാഴ്ചകൾ വിട്ടുപിരിഞ്ഞ, റീക്കാറാബാന, ചില കൂട്ടുകെട്ട് വിട്ടുപിരിഞ്ഞ, നിന്റെ മേൽ പുതിയത് ചിലത് ദൈവം പകരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. സ്തോത്രം. റബനകത്തുരാജം പവിടി ദൂത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ മനുഷ്യൻ ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ദൈവദാസന് സ്തോത്ര കാഴ്ച കൊടുത്തവനാ, ദൈവദാസനിടയ്ക്ക് പോകാൻ വഴി പറഞ്ഞു കൊടുത്തവനാ, ഏറ്റവും നല്ല മാന്യനായ മനുഷ്യനാ. പക്ഷെ പരിശുദ്ധാത്മാ പറയുക, ഇവിടെ നമ്മളെ കാണുന്നതല്ല ദൈവം കാണുന്നത്. ദൂത് മനസ്സിലായോ? നീ കാണുന്നതല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ പുറമെയാ കാണുന്നത്, ദൈവം ഹൃദയങ്ങളെ നോക്കി ഉടബല റിബനകത്തിരി ദൂത് പറയുന്ന ദൈവമാ. പരിശുദ്ധാത്മാ പറയുക, ബന്ധം നീ കട്ട് ചെയ്യണം, അത് നീ കളയണം. റിബനക ചെറുത് നീ കള. ദൈവകൃപ നിന്റെ മേൽ. രാജരാജ റീനരമനരസിയാന ഭവനിരാജ റിബനകത്തുരി. എന്നോട് ദൈവാത്മാ പറയാം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. താമസിച്ചാലും ദൈവം നിന്നെ ഓർക്കും. ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, 1 ശമൂവേലിന്റെ പുസ്തകം 1:19 ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ദൈവം ഹന്നയെ ഓർത്തെന്നാ ബൈബിളിൽ പറയുന്നത്. ദൈവം നിന്നെ ഓർക്കും. നിന്റെ സങ്കടം കാണുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. മാത്രമല്ല നിന്റെ മേലൊരു വിളിയും തിരഞ്ഞെടുപ്പും ഉണ്ട്. ദൈവാത്മാവിനോട് പറയും, ഒരു ശക്തമേറിയ മിനിസ്ട്രിക്ക് നിന്റെ മേൽ വിളിയുള്ളവനെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അതിൻ്റെ ഒത്തിരി പോര് നീ അനുഭവിച്ചിട്ടുണ്ട്. നിന്റെ പഠനത്തിലൊക്കെ ശത്രു നിനക്കെതിരെ ഫൈറ്റ് ചെയ്താ, ചിലത് നിന്നോട് ചേരാതെ നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴോ ദൈവമാ നിന്റെ കൈ പിടിച്ചതെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു, അടകരമന റിബനകത്തുരാജം പവിടി അമ്മേ പ്രാർത്ഥിച്ചോ. ദൈവാത്മാവിനോട് പറയുന്നു, രാജാമാന റമ്പൽ പവിടി റീബനകത്തുരി അടകരമന ഉടബലകട ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുന്ന ദൈവം. താവിനോട് പറയുക, ചിലത് അടയുന്ന അതിലും ബെറ്റർ തുറക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ പകൽക്കാലം ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഞാനിങ്ങനെ കാണുന്ന ഒരു വെളിപ്പാട്, നിന്റെ മുമ്പിൽ ചില ഡോറുകൾ തുറക്കുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിക്കുക. റബനകത്ത് ഒരു 8 മാസം കൂടെ 3 ദിവസം വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നിന്റെ മുമ്പിൽ ഒരു ഡോറ് തുറക്കും. അതൊരു വാക്തത്വത്തിന്റെ ഡോർ എന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അടകരമന റിബനകത്തുരാജം പവിടി, യഹോവ നിനക്ക് മുമ്പേ കടന്നു പോകും. ആവർത്തനം 9:3, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നു പോന്ന് നിന്റെ ഉടവിലെ വാക്തത്വങ്ങളെ തടസ്സപ്പെടുന്ന പോരുകളെ കരിച്ചിട്ട് നിനക്ക് വേണ്ടി ദൈവം വഴി തുറന്നു തരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. രാജ റീന റബന ചുടബ, ദൈവം ഓർക്കും മകനെ.
കർത്താവിനോട് പറയുക, ദാവീദിനെ അവൻ്റെ സകല കഷ്ടതയും ദൈവം ഓർത്തതുപോലെ ദൈവം നിന്നെ ഓർക്കും. ഫൈനാൻഷ്യലായി കൈപിടിച്ചു ദൈവം ഉയർത്തും. റീബന ഘടകം ചുടബല ബലവ ദൈവമാ പറയുക, നീ ഒരു കാര്യം നിരൂപിച്ചു അമ്മ ദൈവം. പക്ഷെ അത് അടുത്തു വരുമ്പോൾ ശത്രു മറച്ചു കളയുക. നിന്റെ മുമ്പിൽ ഒരു എരിഹോ മതിൽ തീർത്തിട്ട് വാഗ്ദത്തം കാണിക്കലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ആ എരിഹോവിനെ ഇടിച്ചിട്ട് വാഗ്ദത്തം കണ്ട് സന്തോഷിക്കാൻ തക്കവണ്ണോ ദൈവകരം മുമ്പിൽ പോകുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ദൈവപ്രവൃത്തി കാണും. വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തന, അവൻ നിന്ന ഉരുട്ടി മാറ്റുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അവൻ ഓർക്കും, അവന്റെ പ്രവൃത്തി കാണും. വാഗ്ദത്തം നീ കണ്ട് സന്തോഷിക്കും. ദൈവാത്മാവ് പറയുക, യോബിന്റെ പുസ്തകം 37:21, ഇപ്പോൾ ആകാശത്തിൽ ലക്ഷ്യങ്ങളില്ല, കാറ്റതിന്മേൽ അടിക്കും. അത് തെളിവായി കൊണ്ടുവരുന്ന പോലെ ചില വാഗ്ദത്തങ്ങൾ തെളിവായി കൊണ്ടുവരും. 8 മാസം പ്രാർത്ഥിച്ചു. അമ്മ ദൈവത്തിന്റെ ആത്മാവ് പറയുക, അടകരമന റിബനകത്ത് ചിലത് വിളിച്ചു വരുത്തി ആ വിടുതൽ കാണുവാൻ തക്കവണ്ണോ ദൈവകരം ചലിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അടകമാന കടകമാന കമ്മന ബല ബലപരമന റീബന ഘടകര കത്തുരാജം പവിടി ഉടബല ബല ബല പവിടി രമന റിബന രസ്യാന പവനി രാജ. ഹല്ലേലൂയ. റീബാരമന ചുടബല ബല ബല. ദൂത് മനസ്സിലായോ നിങ്ങൾക്ക്? ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവന്റെ അപ്പന്റെ കഴുതകളെ നഷ്ടപ്പെടുത്തിയത് അമ്മ ഷൗമേലിന്റെ അടുക്കൽ ഇവനെ കൊണ്ടുവരാനാ. ഇന്നലകൾ വന്ന കഷ്ടത, ഇന്നലകൾ വന്ന നഷ്ടം, ഇന്നലകൾ വന്ന വേദന, ഇന്നലകൾ നീ അനുഭവിച്ച മുറിവ്, ഇന്നലകൾ നീ അനുഭവിച്ച പ്രതികൂലം, അത് നിന്നെ തകർക്കാനല്ല, ദൈവം ചിലത് നിന്റെ മേ പകരാനെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, ദാസനെ ദൈവം നിന്റെ സങ്കേതമാ, ബലമാ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇന്നലകളിൽ ചില കഷ്ടതകളോ ഉടപല പ്രതികൂലങ്ങളോ ദൈവസന്നിധിയിലേക്കൊന്ന് അടുപ്പിക്കാനും ദൈവത്തിൻ്റെ അടുക്കിലേക്കൊന്ന് എത്തിക്കാനെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിന്റെ വീട്ടിൽ വന്ന ചില പ്രതികൂലങ്ങളെ ഇന്നലകൾ വെട്ടി നിന്റെ കുടാരത്തെ മറച്ചതിൻ്റെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മമ്പൽമാന മനകത്തുരി കടകട്ടം റബനകത്തുരാജം പവിടി. പരിശുദ്ധാത്മാവിനോട് പറയുക, കാറ്റും കടലും ഉടബലകട റബന ഒരുപോലെ യേശു കയറിയ ശിഷ്യന്മാർ കയറിയ പടകിനെതിരെ വന്നതുപോലെ ആറ്റും തിരമാലയും നിന്റെ ഭവനത്തിനെതിരെ പടകിനെതിരെ അടിച്ചപ്പോഴോ അവിടെ തുണയായി നിന്ന് ആ പോരിനെ ശാസിച്ച് അവൻ നടത്തിയത് യഹോവയുടെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ചില വേദനകൾ ഉടബല പുറം ലോകമറിയാതെ ദൈവം പരിഹരിച്ചു. കാരണം ദൈവാത്മാവ് പറയുക, അടകരമന റിബനകത്തുരാജ ഹന്ന ദേവാലയത്തിൽ വന്നതുപോലെ നീ മനോവേദനയായി വന്ന് പ്രാർത്ഥിച്ചപ്പോഴോ നിന്റെ മുഖത്തെ ആദരിച്ചത് യഹോവയുടെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അടകരമന റിബനകത്തുരി ഹന്നയ്ക്കൊരു ഉറപ്പ് ദൈവം കൊടുത്തു. അവിടെ പ്രാർത്ഥന ദൈവസന്നിധി എത്തിയ പോലെ ഇന്ന് പോലെ ദൈവാത്മാവ് ഒരു ദൂത് പറയുക, പ്രാർത്ഥിച്ച് മടുത്തുപോയ ചില വിഷയത്തിന് മറുപടി ദൈവസന്നിധി വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അവന്റെ ആത്മാവിനോട് പറയുന്നു, അടകരമന റിബനകത്തുരി കാലങ്ങളും കണക്കുകളും നോക്കിയാ ഇന്ന് നീ ഭൂമി കാണേണ്ടവനല്ല, ഇന്ന് നീ ആയുസോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ദൈവെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മമ്പൽമാന മനകത്തുരി കടകട്ടം കടകച്ചാര ശത്രു ഒരിക്കൽ ചില വണ്ടി ആക്സിഡന്റ് വെട്ടി അവൻ കൂടാരത്തിൽ മറച്ചത് യഹോവയുടെ കരമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. രാജരമന റിബനകത്തുരി ഞാൻ ദൈവാത്മാവ് പറയുക, അവൻ മരണദൂതൻ നിന്റെ വീട്ടിൽ വന്നതാ, യഹോവയുടെ ദൂതൻ മരണദൂതനെ വെട്ടിവിട്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. പ്രാർത്ഥിച്ചു അഭിഷേകനെ. ദൈവത്തിന്റെ ആത്മാവ് പറയുക, അമ്മ ഉടബല കീശിന്റെ കഴുതകൾ നഷ്ടപ്പെട്ടു പോയത് അവൻ ആ നഷ്ടം അത് ദൈവസന്നിധിയിൽ അവനിൽ നിന്ന് എത്തിക്കാനാ. പിന്നിലെ ചില കഷ്ടങ്ങളും വേദനകളും മുറിവുകൾ പലതുണ്ട്. ദൈവാത്മാവരെ പ്രതീക്ഷിച്ചവര് തള്ളി നിന്റെ ഹാർട്ട് സംബന്ധമായി നിന്നോട് പൊരുതുവാൻ വേണ്ടി ശത്രു വെല്ലുവിളിച്ചതാ. അവിടെ ദൈവം നിന്നെ മറച്ച് കാത്തുന്ന ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. മമ്പൽമാന മനകത്തൊരു കടകട്ടോ ദൈവാത്മാവ് ചില ദിവസങ്ങൾ ശരീരത്തിന് ക്ഷീണമാ. പ്രാർത്ഥിച്ചൊന്ന് കയറി വരുമ്പോൾ ഒതുക്കുന്ന ശത്രുവിന്റെ പോരുണ്ട്. ആ പോരിന് ദൈവം വെട്ടും. നീ പ്രാർത്ഥിച്ച് മടുത്തുപോയ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടുന്ന വർഷമാ 2025-26 എന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അവനോട് പറയുക, ചില വിടുതൽ അടയാള സഹിതം ദൈവം കൊണ്ടുവരും. ദൈവം 2 അടയാളം യഹോവയോട് ചോദിച്ചു. അടയാള സഹിതം കണ്ണിന് മുമ്പിൽ ഉത്തരം കൊണ്ടുവന്ന ദൈവകൃപയുടെ കരം നീ കാണുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. കാരണം ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വന്നപ്പോൾ മറിയ ചോദിച്ചത് എങ്ങനെ സംഭവിക്കുമെന്ന്. ദൂതൻ പറഞ്ഞു, ദൈവത്തിനൊരു കാര്യവും അസാധ്യമായി. നീ വിളിച്ചപേക്ഷിക്കുന്നവർ സകലത്തിന്മേൽ അധിപതിയായ ദൈവമാ, അവന് കഴിയാത്തതൊന്നുമില്ല. അവൻ അത്ഭുതം ചില കണ്ണിന് മുമ്പ് ചെയ്യുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. യേശ് കരങ്ങളെ യൂത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്നത്തെ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചില കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ മറുപടി ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. തലമുറ വിഷയത്തിന്മേൽ മറുപടി വരുന്നൊരു പ്രയറും കൂടെ ഇതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ആലോചന വിളിച്ചു പറയുക. കരങ്ങളെ യൂത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നത്. അപ്പൊ ഭൃത്യൻ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ ഏതാണ് വലിയ മർമ്മം. ഇത് പറയുകയാണ്, അതുവരെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിൽ നിന്ന പുള്ളിയാ. പക്ഷെ എന്ത് ചെയ്യണം? ദൈവത്തിന് നീയോടെ ഇവനുമായിട്ടുള്ള ബന്ധം അങ്ങ്
അതാ ഇടപാട് വിട്ടേക്കാൻ പറഞ്ഞു. ചിലത് വിടണം, ചില കൂട്ടുകെട്ട് വിടണം, ചില ബന്ധങ്ങൾ വിടണം. അമ്മ ദൈവത്തെ നീയോ ചില കാഴ്ചകൾ വിടണം, ചില കേൾവികൾ വിടണം. നീ ചില സംസാരങ്ങൾ വിട്ടാ നിന്റെ മേൽ പുതിയ തൈലം ദൈവം പകരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. എല്ലാവരെയും കൊണ്ടും എല്ലാ സ്ഥലത്തും പോകാൻ കൊള്ളിയല്ല. കാരണം 12 ശിഷ്യന്മാരുണ്ടായിട്ട് അമ്മ യേശു 3 പേരെയും കണ്ടാ മറുരൂപമലയിൽ കയറിയത്. കറക്റ്റല്ലേ? ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം. അവിടെ കർത്താവ് പഴയ നിയമത്തിലെ ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു 2 അഭിഷിക്തന്മാർ അവിടെ ഇറങ്ങി വന്നു. ഒന്ന് മരിച്ചവരിൽ നിന്ന് ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം. മരണത്തോടുകൂടെ അമ്മ അവരുടെ മുൻപിൽ നിന്ന് മരണത്തോടുകൂടി എടുക്കപ്പെട്ട അമ്മ ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു മോശയും. അമ്മ മരണം കൂടാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവും. അവർ 2 പേർ ആരോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു? യേശുവിനോട് സംഭാഷിച്ചു. അതൊരു നിഴല. എന്താ? ഒന്ന് മരിച്ചവരിൽ നിന്ന് ശ്രേഷ്ഠനായി ഉയർത്തപ്പെട്ട മോശ, അത് മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കാണിക്കുക. അമ്മ ജീവനോടെ എടുക്കപ്പെട്ട ഏലിയാവ്, അത് ജീവനോടെ രൂപാന്തരപ്പെടുന്നവരുടെ പുനരുദ്ധാനത്തെ കാണിക്കുക. രാജറീന രമനരസിയാന ഭവനി യേശുവിന്റെ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ വൃദ്ധൻ വിട്ടുപിരിഞ്ഞു പോന്നപ്പോ ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം. ശൗമേല് 10:1 വായിച്ചേ. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്തു. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച്. ആരുടെ തലയില്? ശൗലിന്റെ തലയിൽ ഒഴിച്ച്. ഭൃത്യൻ മാറിയപ്പോ ഞാൻ ദൈവാത്മാവി ദൂത് പറയാ, നീ ചിലത് വിട്ടു പിരിഞ്ഞ നിന്റെ മേ പുതിയത് ചിലത് പകരാൻ പോകുക. ഇതുവരെ നീ അനുഭവിക്കാത്ത ഒരു ദൈവിക പ്രസൻസ്, ഇതുവരെ അമ്മ നിറയാത്ത ഒരു നിറവ്, ഇതുവരെ പ്രാപിക്കാത്ത ചില കൃപാവരങ്ങള് നിന്റെ മേലെ പകരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അടകരബല രമനരമ്പൽ പൗടിരമന ചുടബരമന രസിയാന ഉടബലബലബ പൗടിരമന റമ്പൽ പൗടി റീബലബലബ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ ദൂത് പറയാം. കഷ്ടത കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ഉണ്ട്. ഏത് കഷ്ടത കഴിയുമ്പോഴും അത് കഴിയുമ്പോൾ ഒരു പ്രൊമോഷൻ ഉണ്ട്. ഒരു കഷ്ടത കഴിയുമ്പോൾ അടുത്തൊരു പ്രൊമോഷനാണ്. സ്തോത്രം. പിന്നെ ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് കയറിയത് ദേശത്തെ 3-ാമനായിട്ടാ. തീക്കകത്തുനിന്ന് 3 പേര് കയറിയത്. ഉടനെ 3 സ്ഥാനങ്ങൾ ദൈവം അവരെ കൊണ്ടുവന്നു. ചില കഷ്ടതകള് അടുത്തൊരു തലം ഓപ്പൺ ആകാനാ. നീ വന്ന കഷ്ടത വന്നപ്പോ തകർന്നെന്നാണോ? അല്ല കുഞ്ഞെ, കഷ്ടത വന്നത് അടുത്തൊരു മണ്ഡലത്തിലേക്ക് ദൈവം നിന്നെ കയറ്റാനാ. റബനറസിയാന ഭവനിരാജ്. അപ്പൊ വീട്ടിൽ നിന്ന് നിന്നെ പുറത്തിറക്കും അഭിഷേകം. കൂട്ടുകെട്ടിൽ നിന്ന് നിന്നെ വ്യത്യസ്തമാക്കും. ചില ബന്ധങ്ങളിൽ നിന്നെ വ്യത്യസ്തമാക്കും. ഉടബലബലബല ശുശ്രൂഷയിൽ നിന്നെ വ്യത്യസ്തമാക്കും. ഉയരത്തിലെ അഭിഷേകം നിന്റെ പേര് കറങ്ങി വരുമ്പോ ഉടബലബലബല പൗടിരമന റിവനകത്വരാജം പൗടിരമന കടകരകത്വരി. ആമേൻ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചേ. അഭിഷേകത്തിന്റെ തൈലമെടുത്ത് അവനെ ചുംബിച്ച് അടുത്ത് അവന്റെ തലയിൽ ഒഴിച്ചു. അവനെ ചുംബിച്ച് പറഞ്ഞത് വായിച്ചേ. യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകം വന്നപ്പോ എന്ത് കിട്ടി? അവകാശം കിട്ടി. അഭിഷേകം വരുമ്പോ അധികാരം വരും. അഭിഷേകം വരുമ്പോ കൃപകൾ വരും. അഭിഷേകം വരുമ്പോ ഫലങ്ങൾ വരും. അഭിഷേകം വരുമ്പോ വരങ്ങൾ വരും. ചുടബലബലബല പൗടിരമനകത്വരാജം പൗടി ദ ഹോളി സ്പിരിറ്റ്. ഉടബലകൾ. യഹോവ തന്റെ ജനത്തിന്റെ പ്രഭുവായി. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി. അപ്പൊ അഭിഷേകം വന്നപ്പോ എന്ത് കിട്ടി? അവകാശം വന്നു. അധികാരത്തിന്റെ അവകാശം. ചില അവകാശങ്ങൾ നിന്റെ മേൽ വരും. ചില സ്ഥാനത്ത് നീ ശോഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വരണം. പ്രഭാത ശുശ്രൂഷയെ ശോഭിക്കണമെങ്കിൽ ബിസിനസ് ശോഭിക്കണമെങ്കിൽ നിന്റെ പ്രൊഫഷൻ നീ ശോഭിക്കണമെങ്കിൽ നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വരുമ്പോ നീ ചില മേഖലകൾ മങ്ങിയ ചില മേഖലകളിൽ നീ ശോഭിക്കാൻ തുടങ്ങുമെന്ന ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞമെടുത്ത് പ്രാർത്ഥിക്കുക. യഹോവ തന്റെ അവകാശത്തിന് പുറമായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുക. വായിച്ചേ. നീ എന്നെ പിരിഞ്ഞു പോകുമ്പോൾ നീ ചില അടയാളങ്ങൾ പറയുക. നീ എന്നെ വിട്ടു പിരിഞ്ഞു പോകുമ്പോ ബെന്യാമീന്റെ അതിരിങ്കലെ റാഹേലിന്റെ കല്ലറയിൽ വെച്ച്. റാഹേലിന്റെ കല്ലറയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. റാഹേല് 20 വർഷം യാക്കോബിനോടുകൂടെ ജീവിച്ചിട്ടും യാക്കോബിന്റെ ദൈവത്തെ മനസ്സിലാക്കാത്തവളാ റാഹേല്. അതുകൊണ്ട് പാസ്റ്റർമാർ ഈ വിവാഹ ശുശ്രൂഷയെ ആശീർവദിക്കുമ്പോൾ എനിക്ക് ഈ അടുത്തിടയ്ക്ക് ഒരു വിവാഹ ശുശ്രൂഷയെ ആശീർവദിക്കാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അബ്രാഹാമിനോട് കൂടെ സാറ, ഇസഹാക്കിനോട് കൂടെ റിബേക്ക, യാക്കോബിനോട് കൂടെ ലേയ. ദൈവത്തെ നീയോടെ ലേയ ദൈവകൃപയുള്ളവള്. അവിടെ യഹൂദയെ കിട്ടി പറഞ്ഞു, ഇനി എനിക്കൊരു തലമുറയെ തന്നു ഞാൻ ദൈവത്തെ എന്ത് ചെയ്യും? സ്തുതിക്കും. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. അവിടെ ദൈവകൃപയുള്ളവളാ ലേയ. റാഹേല് ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൻ്റെ വിഗ്രഹവും മോഷ്ടിച്ചുകൊണ്ട് പോന്നു. ആ വിഗ്രഹ മോഷണത്തോടു കൂടി അവൾ വഴിത്തലയ്ക്കൽ വെച്ച് പട്ടുപോയി.
മാനസാന്തരപ്പെടാൻ ദൈവം അവസരം കൊടുത്തതാ. പക്ഷെ എന്ത് 35-ാം അധ്യായം ഉൽപ്പത്തി 35 വരുമ്പോൾ ദൈവം അവരുടെ കയ്യിലിരുന്ന വിഗ്രഹങ്ങളൊക്കെ അവർ കലിവേരകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടപ്പോഴും കുഴിച്ചിടാൻ ഇവർക്ക് അവസരം ഉണ്ടായിരുന്നു, ഇവർ ചെയ്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? വഴിയരികെ പട്ടുപോയി. ഞാൻ ദൈവാത്മാവ് ദൂത് പറയാ, ചിലത് വിട്ടുകളയാൻ ദൈവം ഒരു അവസരം തരുമ്പോൾ അത് വിട്ടുകളഞ്ഞാൽ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത് എന്താ? അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ അവസരം ഇനിയുമുണ്ടോ. അപ്പൊ അവസരങ്ങൾ ദൈവം തരും. അവസരം എന്ത് ചെയ്യണം? തക്കത്തിൽ വിനിയോഗിക്കണം. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് സമയം തക്കത്തിൽ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ചിലതൊക്കെ വിട്ടുകളയാൻ അവസരം തരുമ്പോൾ വിട്ടുകളഞ്ഞ് നീ മുന്നോട്ട് കയറി വന്നാൽ വിടുതലാ. സ്തോത്രം. റീബാൻ റീഖവിനി പവനിയ അറസി യേശുക്രിസ്തുവിന്റെ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കുക. രാജരീന രമനകത്വരി. ശ്രദ്ധിച്ചേ, അടുത്ത വായിച്ചാട്ടെ. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ അഭിഷേകവും വീണു, നഷ്ടപ്പെട്ട കഴുതകളെയും തിരിച്ചു കിട്ടി. ഇവിടെ പലകട്ടെ എന്തിനാ കർത്താവിന്റെ അടുക്കൽ വന്നത്? അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വന്നത്? കഴുതകളെ അന്വേഷിച്ച് വന്നതാ. ഇപ്പൊ കഴുത കിട്ടുക മാത്രമല്ല, ഇസ്രായേലിന്റെ രാജ്യത്വം കൂടി അവന്റെ മേൽ വീണു. നീ ദൈവസ്ഥാനത്തെ, ഞാൻ ദൈവസന്നിധി വന്നത് എനിക്കൊരു രോഗനിമിത്തമാ. പക്ഷെ രോഗം സൗഖ്യമായത് മാത്രമല്ല, ജീവന്റെ പുസ്തകത്തിൽ ദൈവം എന്റെ പേരെഴുതി. സ്വതന്ത്രം. ചില നഷ്ടങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കാനാ, ചില കഷ്ടങ്ങൾ ദൈവത്തോട് ചേർക്കാനാ. ഉടപല കടന്നെ തകർക്കാനല്ല, മുടിക്കാനല്ല. അതിന്റെ പിന്നെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തെ എടുത്ത് പ്രാർത്ഥിക്കുക. അടകരബല റബനറമ്പൽ പൗഡിരിവിനി ചുടിബി ഉടപറബന റസിയാന പവനി രാജ. ഇപ്പൊ അപ്പന്റെ കഴുതകളെയും കിട്ടി, 2 ഇസ്രായേലിന്റെ രാജ്യത്വം കൂടി അവന്റെ മേൽ വീണു. സ്തോത്രം. അപ്പൊ ഇന്ന് പകല് ദൈവാത്മാവ് പറയുക, ദൂത് പറയുക, ദൈവ കുഞ്ഞുങ്ങളെ, നിനക്ക് ജീവിതത്തിൽ വന്ന ആ രോഗം, നിന്റെ ജീവിതത്തിൽ വന്ന ആ പ്രതിസന്ധി, നീ തലമുറ നിമിത്തം വന്ന ആ കഷ്ടത, ഉടപല ബിസിനസ്സിൽ വന്ന ആ പാളിച്ചകള്, ജോലിയിൽ വന്ന ആ പ്രതിസന്ധി, അത് നിന്നെ തകർക്കാനല്ല, അതിന്മേലൊരു പരിഹാരം തരുന്നതോടൊപ്പം തന്നെ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതി നിത്യജീവന്റെ അവകാശിയാക്കി ദൈവം നിന്നെ തീർക്കാനാ. സ്വതന്ത്രം. റിക്കാമാന വായിച്ചേ. നിന്റെ അപ്പൻ കഴുതയെ കുറിച്ചുള്ള ചിന്ത വിട്ട്, എന്റെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങളെ കുറിച്ച് വിഷാദപ്പെട്ടിരിക്കുക. അടുത്തത് അവർ നിന്നോട് പറയും. അവിടെ നിന്ന് നീ മുൻപോട്ട് ചെന്ന്. അടുത്ത പറയും അടയാളങ്ങൾ പറയുക. ചില ദൂതുകളൊക്കെ അടയാള സഹിതമാണ് നടക്കുന്നത്. നീ അവിടെ മുന്നോട്ട് ചെല്ലുമ്പോൾ കരുവേലകത്തിനരികെ എത്തുമ്പോൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ചില കഷ്ടങ്ങൾ നന്മയ്ക്കാ. നിങ്ങൾക്കറിയാലോ, ഞാൻ ഗവൺമെൻറ് സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ 16 വർഷത്തോളം ട്രാൻസ്പോർട്ട് ബസ്സിൽ കണ്ടക്ടറായിരുന്നു. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ കണ്ടക്ടറുടെ ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ എറണാകുളത്ത് കസ്റ്റംസുകാരുടെ കാർ ഓടിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് സർക്കാർ ജോലിയല്ല, അവിടുത്തെ ഒരു കമ്പനിയുണ്ട്, ഗ്ലൗസർ കമ്പനിയുണ്ട്. ഈ ഗ്ലൗസർ കമ്പനിയിൽ ഒരാളുടെ കാറ് ഞാൻ ഓടിക്കുക. അപ്പം ഞാൻ ഓടിച്ച കാറ് അന്ന് രാവിലെ ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, ഒരു ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചു. ആ ബസ്സുകാരൻ വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്ന് ബസ്സുമായിട്ട് കാറ് കൂട്ടിയിടിച്ചു. കാറ് നല്ല പരിക്കുണ്ട്, 2 ദിവസം പരിക്കുണ്ട്. അല്ലെങ്കിൽ കാറിന് 2 ദിവസം നല്ല ഡാമേജ് ഉണ്ട്. കാറ് നേരെ വർഷാപ്പിൽ കൊണ്ടുപോയിട്ടു. വർഷാപ്പുകാരൻ പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, വീട്ടിൽ പോയിട്ട് തിരിച്ചു വാ, നാളെ വൈകുന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനന്ന് മാസത്തിലൊരിക്കലേ വീട്ടിൽ പോവുള്ളൂ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഈ തുണിക്കെട്ടൊക്കെ ആയിട്ട് വീട്ടിൽ ചെന്നു. തുണിയൊക്കെ അലക്കപ്പുറക്കി പിറ്റേ ദിവസം പോരാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോന്നു. അപ്പം ഞങ്ങളുടെ ഇവിടെ ഒരു പാടം വട്ടം ചാടി അങ്ങ് പോവാം. അതുകൊണ്ട് അങ്ങനെ കയറി പോകാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്നു. ഇനിയിപ്പോൾ ഈ പാടം വട്ടം ചാടി പോയി കഴിഞ്ഞാൽ കൈയും കാലൊക്കെ ചെളിയാവും, കാരണം മുണ്ട് കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോക്കറ്റ് റോഡുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും അവിടെ ഓട്ടോറിക്ഷയോ 2 വീലർ എന്തെങ്കിലും വരും. ദൈവത്തെ നീ ഇവിടെ സ്തുതിക്കുന്നു. ഞാൻ അവിടെ പോയി ആ റോട്ടിൽ പോയി ഒരു 3/4 മണിക്കൂർ നിന്നിട്ട് ഒരു 2 വീലറും ഇല്ല, ഒരു കാറും, ഒരു ഓട്ടോറിക്ഷയില്ല. അവസാനം ഞാൻ ഈ തുണിക്കട്ടയ്ക്കായിട്ട് നടക്കാൻ തുടങ്ങി. ഞാൻ നടന്നൊരു കട മുന്നോട്ട് കടന്നു പോയപ്പോൾ ആ കടക്കാരൻ എന്നെ വിളിച്ചു, ബിനു ഇങ്ങോട്ട് വന്നേ, നിനക്കൊരു ലെറ്റർ വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഒരു ലെറ്റർ വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാനത് ലെറ്റർ എടുത്ത് പുള്ളിയുടെ നിന്ന് ലെറ്റർ മേടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നാളെ KSRTCയുടെ ഇൻ്റർവ്യൂ ആണ്. ഇന്നലെ ആ വണ്ടി ഇടിച്ചില്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ആ വണ്ടി ഇടിച്ചത് നന്മയ്ക്കോ തിന്മയ്ക്കോ? ദൈവത്തിനെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തലേദിവസം ആ വണ്ടി ഇടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാലും ഞാൻ വീട്ടിൽ വരികയില്ല. സഹോദരാ, വണ്ടി ഇടിച്ചു, ഞാൻ വീട്ടിൽ വന്നു. ഞാൻ ആ പുള്ളിയോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ ഉടമസ്ഥനോട് ഞാൻ നാളെ വരികയില്ല, എനിക്ക് വേറൊരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ല, ചിലപ്പോൾ ആ വഴി അടയും. എല്ലാവരോടും എല്ലാ വഴിയും പറയുകയും ചെയ്യരുത്, സ്തോത്രം പറഞ്ഞേ. പിന്നെ അല്ല, ദൈവത്തെ നീയോടെ സ്തുതിക്കും, എനിക്ക് അത്യാവശ്യമായിട്ട് വേറെ സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി.
2-3 മാസം കഴിഞ്ഞ് ഇവര് KSRTC കണ്ടക്ടറായിട്ട് ജോലി കിട്ടി. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്ന ജോലി കിട്ടി. ഏകദേശം ഒരു 16 വർഷം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞ പണി കളഞ്ഞേക്കാൻ പറഞ്ഞു. പണി കളഞ്ഞിറങ്ങി തിരിച്ചിട്ട് 14 വർഷമായി ഇന്ന് വരെ പുറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. ദൈവം നമ്മളെ വഴി നടത്തുമെന്ന്. നീ കർത്താവിന് വേണ്ടി ചില നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി ചില ബന്ധങ്ങൾ വിട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി ചിലത് നീ ത്യജിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ശ്രേഷ്ഠമായി നിന്നെ നടത്തുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. രാജമാന രാജധൂന കമ്മന ബലബല ശുടബല റീബന ഘടകരകത്തുരി അടകരമനറിബന രസിയാന ഭവനി രാജ ഉടബലബലവ. കർത്താവിന്റെ നാമനിമിത്തം നിന്നെ ചിലർ തള്ളിയ, നിന്നെ ചിലർ അവഗണിച്ച, ചിലർ നിന്നെ മാറ്റി നിർത്തിയ, അവരുടെ മുമ്പിൽ ഉയർത്തുന്ന ദൈവത്തിന്റെ കൃപയുടെ കരമുണ്ട്. ആമേൻ. രാജരമന റിബന രസിയാന ഭവനി. ശ്രദ്ധിച്ച വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. അപ്പൊ ചില അടയാളങ്ങൾ പറയുക. വായിച്ച മോളെ എവിടെ നിന്ന്? ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തൻ ഒരു തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാർ ബേഥേലിൽ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നതായിട്ട് നിനക്ക് എതിർപ്പെടും. അടുത്തത്, അവർ നിന്നോട് കുശലം ചോദിക്കും. നിനക്ക് 2 അപ്പവും തരും. നിനക്ക് 2 അപ്പം തരും. നീ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളണം. ദൈവം പറഞ്ഞു മേടിച്ചോളാൻ പറഞ്ഞു. പരിശുദ്ധാത്മാ മേടിച്ചോളാൻ പറഞ്ഞാൽ പിന്നെ മേടിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തത്, അതിന്റെ ശേഷം നീ ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിയിലെത്തും എന്ന് പറഞ്ഞ ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിയിലെത്തും. അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ മുൻപിൽ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോടുകൂടെ പൂജാഗിരി എന്ന് പറഞ്ഞ പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കാണും. അവര് പ്രവചിച്ചുകൊണ്ടിരിക്കും. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് നീ നിന്ന അഭിഷേകത്തിന്റെ പകർച്ച നിന്റെ മേൽ വെളിപ്പെടും. സ്തോത്രം. ഉടപാറമന റസി രാജ. ഈ നിങ്ങൾ പ്രവാചകന്റെ കൂടെ നടന്ന പ്രവചന സൂട്ട നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പിശാചിറക്കുന്ന ഉപദേശിയുടെ കൂടെ നടക്കണമെങ്കിൽ ആ അധികാരം നിങ്ങളുടെ മേൽ വ്യാപരിക്കും. രോഗശാന്തി നടന്ന ഉപദേശിയാണ് നിങ്ങളെങ്കിൽ അതേ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. സ്തോത്രം. എൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, എൻ്റെ കൂടെ പോരുമായിരുന്നു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. എൻ്റെ പിള്ള പേര് കെനസ്സെന്ന. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അപ്പം ഞാനും ഈ കെനസ്സും കൂടെ ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെങ്ങളിലൊക്കെ പോയി എൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് പോരുന്ന കൂടെ കൊണ്ടുപോകും. ഞാൻ നന്നായിട്ട് ആരാധിച്ചോളും. അങ്ങനെ ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വർഷം മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കേരളത്തിനടുത്ത് ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി. മാവേലിക്കര ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മോക്കട മേത്ത് ഭൂതാളായി. ഞാൻ കുറേ നേരം നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഭയങ്കര അഭിഷേകമുള്ളവനായി കെൻസ് എന്ന് പറഞ്ഞ ആള്. ഞാനും എൻ്റെ മേത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, കനത്തെ ആ കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കടാന്ന് പറഞ്ഞു. ഇവൻ കൈ വെച്ച് പ്രാർത്ഥിച്ച് 2 മിനിറ്റുള്ള ഭൂതം വിട്ടുപോയി. സ്തോത്രം. എന്നേക്കാൾ പവർ അവൻ്റെ മേൽ വ്യാപരിച്ചു. സ്തോത്രം. എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ദൈവം ഉപയോഗിക്കട്ടെ. സ്തോത്രം. ഞാനതിൽ കണ്ണു കടിക്കുമല്ല, ദൈവം ഉപയോഗിക്കട്ടെ. ആമേ. ദൈവത്തിന് വിശ്വസ്തനായ ഒരു ദൈവവൃത്തനാ. ദൈവത്തിന് നീയോടെ ശ്രദ്ധിക്കുന്നു. ഇപ്പം എൻ്റെ കൂടെ ഇല്ല. കാരണം ഇപ്പോൾ പുള്ളി ഓസ്ട്രേലിയക്ക് പോയി. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കർത്താവിൻ്റെ മിനിസ്ട്രിയിലാണ് പുള്ളി പോയത്. എനിക്കൊരു ഭയങ്കര നഷ്ടമാണ്. കാരണം വിശ്വസ്തനാ, എവിടെ വേണമെങ്കിലും കൂടെ കൊണ്ടുപോകാൻ കൊള്ളാവുന്ന ഒരാളാണ്. ദൈവത്തെ നീ ഇവിടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യണം. എനിക്ക് ഭയങ്കര ചിലർ നമ്മുടെ കൂടെ സൂക്ഷിക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ ഹൃദയത്തോട് ഐക്യപ്പെട്ട് അവർ നിൽക്കുന്ന ആളാണ്. പോട്ടെ. ദൈവത്തിന് നീയോട് ഇടയ്ക്കൊക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുമ്പോൾ ശക്തമായ ദൈവത്താൽ ഇന്ന് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ആരുടെ കൂടെയാണോ നിൽക്കുന്നത് അവരുടെ കൈവപ്പ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. സ്തോത്രം. ഇപ്പം നിങ്ങൾ ബൈബിൾ പഠിക്കുന്ന ഒരു ദൈവദാസൻ്റെ ശിഷ്യനാണെങ്കിൽ നിങ്ങൾക്കും ആ കൃപ വ്യാപരിക്കും. നിങ്ങൾ ഒത്തിരി ഉപവസിക്കുന്ന, എൻ്റെ ആശാൻ ഒത്തിരി ഉപവസിക്കുന്ന ആളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ വിശ്വാസി കൊണ്ടുവന്ന ദൈവദാസൻ ഒരു വർഷം തന്നെ 2-3 21 ഉപവസിക്കായിരുന്നു. അതേ ദൈവ രീതി ഞാൻ പഠിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞുള്ളൂ. അടുത്ത 21 ഞാൻ പിന്നെ ഇരിക്കുക. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനത് പറയുന്നതിൻ്റെ കാരണം ഇവിടെ ആ മനുഷ്യൻ്റെ കൂടെ നിന്ന് എനിക്ക് കിട്ടിയൊരു വെളിപ്പാടതാ. പക്ഷെ ആ വെളിപ്പാട് ഇന്ന് വരെ എനിക്ക് ദോഷം വന്നിട്ടില്ല. റീബാനകത്ത് ആ മനുഷ്യനെ എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത്. റീബാന റീഖബിന് പവനി ആർസി യേശുവിന്റെ നാമത്തിൽ യമെടുത്ത് പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ചേ. അപ്പേ റബനഗർ ഇവര് പെലിസ്ത്യരുടെ പ്രവാചകഗിരിയിൽ എത്തിയപ്പോൾ ഒരു കൂട്ടം ആരാധനക്കാര് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. അവൻ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ശൗല് വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇവന്റെ മേലിറങ്ങി. ആരാധന നടുവില് ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങും. ആരാധന മധ്യേ നീ പ്രവചിക്കും. ആരാധന മധ്യേ വെളിപ്പാട് കാണും. ആരാധന മധ്യേ അധികാരത്തിന്റെ പകർച്ച കിട്ടും. ആരാധന മധ്യേ വഴി തുറക്കും. ആരാധന മധ്യേ ചങ്ങല പൊട്ടും. ആരാധന മധ്യേ കെട്ടുകളടിയോ. ആരാധന മധ്യേ പേപ്പർ വർക്ക് റെഡിയാവും. ആരാധന മധ്യേ തടസ്സങ്ങൾ മാറും. യേശുവിന്റെ നാമത്തില് ഓ ദൈവശക്തി വ്യാപരിക്കുക.
ആരാധന മധ്യേ നീ ആള് മാറും. ആരാധന മധ്യേ നിന്റെ അഭിഷേകം മാറും. ആരാധന മധ്യേ നിന്റെ ശുശ്രൂഷ മാറും. The Holy Spirit. ആമേൻ. ഹല്ലേലൂയ. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവരുള്ളതെന്ന് കൈപൊക്കിക്കേ. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവര് സ്വതന്ത്രം ഒരാളേ ഉള്ളൂ. വേറെ ഉണ്ടോ? 2. പിന്നെ ഇനി ആരാ ഉള്ളേ? ഇതൊക്കെ പറയുമ്പോ 3. ഇനി ആരാ ഉള്ളേ? 4. ഇത് ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് കൈപൊക്കി. എന്തിനാ നാണപ്പെടുന്നേ? കർത്താവിന്റെ അഭിഷേകം വന്ന നിന്റെ ലൈഫ് മാറും. കർത്താവിന്റെ അഭിഷേകം വന്ന ചിന്താഗതിക്ക് മാറ്റം വരും. പച്ച മലയാളത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്ന പ്രസംഗിക്കുന്ന എന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാം. വിവേചിക്കാനുള്ള കൃപ ദൈവം തരും. അതുകൊണ്ട് അവൻ ആത്മീയ സകലത്തെയും വിവേചിക്കുന്നു. താനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. കാരണം അവൻ ആത്മീയൻ. അവനെ ആര് വിവേചിക്കാനാ? സ്വതന്ത്രം. അടുത്തൊരു തലത്തിലേക്ക് ദൈവം കയറാൻ പോവുക. ഇന്ന് പൽക്കാലം ചിലരമേ കൃപാപരത്തിന്റെ പുതപ്പ് ദൈവം ഇടും. രമനകത്തുരാജം പൗടി. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? റീബാനകത്ത് ഒരു തൂത് മതി നിന്റെ ലൈഫ് മാറാ. റീബാന റീഖവിന് പവനിയ അറസി അടകരമന റിബനകത്തുരാജം പൗടി. ദൈവം അഭിഷേകം ചെറുതാന്ന് ധരിക്കണ്ട. കേട്ടോ? സ്മിത്ത് വികൽസ്വരത്ത് കേട്ടിട്ടുണ്ടോ? അമ്മ ദൈവം UK ജീവിച്ചിരുന്ന ദൈവദാസന. ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ 14 പേരെ അദ്ദേഹം മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു യോഗത്തിൽ പോകുന്ന സമയത്ത് കുറേ ദൂരം മുന്നോട്ട് ചെയ്തപ്പോൾ 2 ഷൂവിലും ചെള്ളയാ. ദൈവത്തിന് നീയോടെ സ്തുതി. അല്ലെങ്കിൽ ചെളിയാ. ഇംഗ്ലണ്ടിന്റെ ഫുട്പാത്തുകളിൽ ഷൂ പോളിഷ് ചെയ്യാനിരിക്കുന്നവരുണ്ട്. ഫുട്പാത്തിൽ ഒരുത്തിന്റെ അടുക്കിലേക്ക് കാലെടുത്ത് വെച്ച് കൊടുത്തു. ഷൂ പോളിഷ് ചെയ്യാൻ പറഞ്ഞു. അവൻ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കാലിട്ട് ഈ മനുഷ്യൻ നോക്കി. അവൻ ജന്മനാ മുട്ടിന് താഴത്തേക്ക് ഇല്ലാത്തവനാ. 2 ഷൂവും പോളിഷ് ചെയ്തതിനു ശേഷം നമ്മുടെ നാട്ടിൽ പറഞ്ഞ 50 പൈസ കൊടുത്താൽ മതി. ഇദ്ദേഹം 10 പൗണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ നാളെ നിന്റെ കാലിന് പറ്റിയ 2 ഷൂ മേടിച്ചോളാൻ പറഞ്ഞു. സ്വതന്ത്രം. നമ്മളാണ് എന്ത് ചെയ്യോ? ആ പൈസ ആ മനുഷ്യന് മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുക. അപമാനിക്കുവാണോ എന്ന് ചോദിച്ചു. അവൻ ആ പൈസ മേടിച്ച് പോക്കറ്റ് ഇട്ടു. കാരണം സ്മിത്ത് വികൽസ്വരത്തിനെ കുറിച്ച് ആ മനുഷ്യൻ കേട്ടിട്ടുണ്ട്. ഉടപലരുടെ മനസ്സ് കേട്ടോ. അവൻ പിറ്റോസൻ രാവിലെ കുളിച്ച് റെഡിയായി. രാവിലെ ഒരു 10 മണിയായപ്പോൾ ഷൂ കടയിലെത്തി. ഷൂ കടക്കാരനോട് പറഞ്ഞോട്ട് വരാൻ പറഞ്ഞു. കാരണം എഴുന്നേറ്റ് പോകാൻ കാലില്ല. എന്നെ കൊണ്ടെടുത്താൽ കടയിൽ കൊണ്ടുപോയി ഇരുത്താൻ പറഞ്ഞു. ഷൂ കടക്കാരനും ജോലിക്കാരനും കൂടെ ഇവന്റെ കൈക്ക് പിടിച്ച് പൊക്കിയെടുത്ത് കസേരയെ കൊണ്ടുപോയി ഇരുത്തി. എന്തിനാ വന്നേ? 9 ഇഞ്ചിന് 2 ഷൂ തരാൻ പറഞ്ഞു. അവൻ ചോദിച്ചു, ആർക്കാ? കൊണ്ടുപോവാ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഷൂ പൊട്ടിച്ച് ഇവന്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ പറഞ്ഞു, സ്മിത്ത് വികൽസ്വരത്ത് പ്രസംഗിക്കുന്ന യേശുവിനെ ഞാൻ വിശ്വസിക്കുക. യേശുവിന്റെ നാമത്തിൽ എൻ്റെ കാല് നീണ്ടു വരട്ടെ എന്ന് പറഞ്ഞു. ആദ്യത്തെ കാല് ഷൂ ഇട്ടു. ഉടപലക്കട ഷൂ കാലില്ലാതെ ഷൂ കടയിൽ കയറിയവൻ 2 കാല് ഷൂ ഇട്ടാ ഇറങ്ങിപ്പോയത്. ബൈബിളിൽ തെളിവുണ്ടോ? ബൈബിളിൽ തെളിവുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 19:11 ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികൾ. നീ കാണാത്ത ദൈവപ്രവൃത്തി, കാണാത്ത വീര്യപ്രവൃത്തി, കാണാത്ത വിടുതലുകൾ. ഓ നിന്നോട് ചെയ്തെടുക്കുന്ന ദൈവ സാന്നിധ്യമാ. രാജാ മാന ധൂന മാന റാന റമ്പൽ പൗടി റിബിരി ഉടബല ബല 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 റിബന റസിയാന. ഹല്ലേലൂയ. രാജരമന റിബന റസി. ഞാൻ കഴിഞ്ഞ മാസം പുതുപ്പള്ളിയിൽ കാനമച്ചന്റെ ചർച്ചിൽ, അദ്ദേഹം മരിച്ചുപോയി, നല്ല ദൈവദാസന. അദ്ദേഹത്തിന്റെ ചർച്ച ഞാൻ പഴകിയ ചർച്ച. ആ ചർച്ചിൽ ഇപ്പോൾ ഒരു ദൈവദാസനുണ്ട്, മാത്യു എന്ന് പറഞ്ഞ്, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയനായ ദൈവദാസന. അഭിഷേകം പ്രാപിക്കാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ച ആദ്യത്തെ സെക്ഷനിൽ 13 പേരോടത്തോളം അഭിഷേകത്താന്ന് പറഞ്ഞു. രണ്ടാമത്തെ സെക്ഷൻ ദൈവ സാന്നിധ്യം. പാസ്റ്റർമാർ വരെ നിരം തൊടാതെ നിന്ന് ദൈവത്തെ ആരാധിച്ചത്. രാത്രി കൃപാവരത്തിന്റെ പകർച്ചയുണ്ടായി. പലരുടെ മേലും ദൈവിക വെളിപ്പാട് വന്നു, രോഗശാന്തി വന്നു. ഉടബലഘട്ട ചിലക്ക് നഷ്ടപ്പെട്ടു പോയ ചില കൃപകൾ ദൈവം മടക്കി കൊടുത്തു. ഇന്ന് പൽക്കാലം ആ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ വ്യാപരിക്കാൻ പോകുക. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവര് യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, രക്തം രക്തം എന്ന് പറഞ്ഞ് മാത്രം ആരാധിച്ചാൽ മതി. നിങ്ങൾ വേറെ ഹല്ലേലൂയ ഗ്ലോറി ആമേൻ ഒന്നും പറയണ്ട. കാരണം യേശുവിന്റെ രക്തത്തിന് അത്ര വലിയ പവറാ. സ്തോത്രം. യേശുവിന്റെ രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്തത്. രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്. യേശുവിന്റെ രക്തം രോഗമുഖങ്ങളെ അഴിക്കും. യേശുവിന്റെ രക്തം പുതുജീവനെ പകരും. യേശുവിന്റെ രക്തം നമ്മളെ കൈപിടിച്ചുയർത്തും. ഓ റീ ബാബ റീഖാമ ചുടബലബ. നമ്മൾ ഈ അഭിഷേകം പ്രാപിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇത് പ്രാപിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. ഇത് പ്രാപിക്കുന്നവർ നിന്റെ ലൈഫിൽ മാറ്റം വരും. നീ ഒരു പാപത്തിലേക്ക് പോകുമ്പോൾ പിശാച് പറയും, പിശാച് കൊണ്ടുപോകാൻ പാപത്തിലേക്ക് നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, കുഞ്ഞെ പോകരുത്, ദൈവാത്മാവ് വിലക്കും. അകത്തുനിന്ന് അഭിഷേകം വിലക്കും തന്നെ. അതുകൊണ്ടാണ് പൗലോസ് ആസ്തിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പോകരുത്. ഉടബലരമൻ ചിലത് വിലക്കും പരിശുദ്ധാത്മാവ്. ചില വഴി തടയും, വഴി തുറക്കും പരിശുദ്ധാത്മാവ്. നിന്റെ മേ കെട്ടി ചങ്ങലകൾ പൊട്ടിക്കും പരിശുദ്ധാത്മാവ്. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തില് പൗലോസും ശീലാസും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടപ്പോ പരിശുദ്ധാത്മാവ് ഇറങ്ങി ചങ്ങല പൊട്ടിച്ച് അവരെ വിടുവിച്ചു. Who is the Holy Spirit? Holy Spirit is God. പരിശുദ്ധാത്മാവ് ദൈവമാ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.
റീഖമാന റിബനകത്വരി. അപ്പൊ ഈ അഭിഷേകം പ്രാപിക്കാൻ നിൽക്കുന്ന ഒരു കാര്യം ഓർത്തോളം. ലൂക്കോസ് 10-ാം അധ്യായത്തില് ഒരുത്തൻ യേശുവിനോട് വന്ന് ചോദിച്ചു, ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവനോട് പറഞ്ഞു, 10:25 തോന്നുന്നു. അനന്തരം ഒരു ന്യായശാസ്ത്രിയെ വന്ന് ചോദിച്ചത്, ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് അവനോട് പറഞ്ഞു, നീ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടും കൂടെ ഏകാഗ്രമാക്കിക്കൊണ്ട് പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. കൈകളൊക്കെ നന്നായിട്ട് വിട്ടുകൊടുത്ത് ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച പോലെ ഒന്ന് വിട്ടുകൊടുത്ത് ആരാധിക്കുമ്പോൾ ദൈവകൃപ നിങ്ങളുടെ മേലിറങ്ങി വ്യാപരിക്കും. അറിയുവാൻ അറിയിക്കവന് ഭവനീയ അറസി. ഞാൻ ഈ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഇന്നലെ പോയിടത്തൊക്കെ നല്ല ദൈവ സാന്നിധ്യമാണ്. ഇവിടെ പലരുടെ ഇന്നലെയൊക്കെ പോയിടത്തൊക്കെ ആൾക്കാർ അഭിഷേകം. രാത്രി സെഷനിൽ ഞാൻ പ്രാർത്ഥിച്ചത്. ഇന്നിപ്പോൾ ഉപവാസ പ്രാർത്ഥന ആദ്യ പ്രാരംഭം മുതൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഉടബാറമന റസി. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. കല്ലുമല്ലയിൽ ഞാനൊരു ചർച്ച കൊണ്ട് ചർച്ച സൂക്ഷിക്കാൻ പോയി. ഏകദേശം 17-18 പേര് അഭിഷേകത്താൽ നിറയപ്പെട്ടു. റീബാന കത്തുരാജൻ പവടി. ചിലരുമേ പ്രവചനാത്മാവിന്റെ തലമിറങ്ങി വന്നു. റബനകത്തു. ചിലർ വെളിപ്പാടിന്റെ സൂക്ഷിയിലേക്ക് കയറി വന്നു. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവർ, അഭിഷേകം പ്രാപിച്ചവർ എന്ത് ചെയ്യണം? കൃപാവരം പ്രാപിക്കുക. നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് ആരാധിക്കണം. നിങ്ങൾ ആരാധിക്കുമ്പോൾ അപ്പുറം നിൽക്കുന്നവർ ആരാധിക്കോ, ഇപ്പുറം നിൽക്കുന്നവർ ആരാധിക്കും, നിങ്ങൾ നോക്കണ്ട. കാരണം എന്താ? അവരെല്ലാം നിങ്ങളെ വിളിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നപ്പോൾ അവരാരുമല്ല, ദൈവമാ നിന്നെ ഇറങ്ങി പിടിപ്പിച്ചത്. നിങ്ങൾക്ക് തോന്നുന്നു മനസ്സിലായോ? തലമുറ വിഷയത്തിൽ നീ പ്രതിസന്ധി അനുഭവിച്ച് ഇറങ്ങിയ ദൈവമുണ്ട്. പല റീബനകത്തിൽ വണ്ടി ആക്സിഡന്റ് നിന്നെ വിടുവിച്ച ദൈവമുണ്ട്. റീബാനക ഒന്നുമില്ലായ്മ നിന്നെ ഉയർത്തിക്കൊണ്ട് വന്ന ദൈവമുണ്ട്. അത് കൂടെ ഇരിക്കുന്നവരല്ല ഉയർത്തത്, നിന്നെ വിളിച്ച വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് അവരെ നോക്കി ദൈവത്തെ ആരാധിക്കരുത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ ചിലർ ആരാധിക്കുമ്പോൾ കൈ വേദനിക്കാതെ ആരാധിക്കുന്ന ജീവിതത്തിൽ അവർ അഭിഷേകവും പ്രാപിക്കുകയില്ല. സ്തോത്രം. കൈയൊക്കെ നന്നായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കണം. എങ്ങനെയാ? ദൈവം നിങ്ങളെ തന്നെ ഒന്ന് അഭിത് പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്ത പോലെ നമ്മളിന്ന് വിട്ടുകൊടുത്ത് ആരാധിക്കുമ്പോൾ ദൈവകൃപ നിങ്ങളുടെ മേൽ ഇറങ്ങി വ്യാപരിക്കും. പിന്നെ അഭിഷേകം പ്രാപിക്കുന്ന 3 സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. ദേ, ഇത് പകരുന്ന പാത്രമാണ്. ഇതിൻ്റെ അത് വെള്ളമുണ്ട്. ഇതാണ് പകരപ്പെടേണ്ട പാത്രം. ഇത് വെള്ളം, ഇതാണ് പകരേണ്ട പാത്രം. ഇങ്ങനെ നിന്നാ പകരാൻ പറ്റുമോ? ദൈവത്തെക്കാൾ കൂടുതൽ നിന്നാ കിട്ടിയ. എനിക്ക് ആരും ഉപദേശമൊന്നും വേണ്ട. ദൈവത്തെ നീ ഇവിടെ സ്തുതിക്കുന്നു. എനിക്കെല്ലാം അറിയാവുന്ന രീതിയിൽ നിന്നാ കിട്ടിയ. ഈ ലെവലിൽ നിന്നാ കിട്ടുമോ? വരാൻ പറ്റുമോ? ഞാനും പരിശുദ്ധാത്മാവ് ഒന്നാ. ഞങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാന്ന് പറഞ്ഞാലും കിട്ടിയല്ല. 3 ഇത് പാത്രമാ. കമത്തി വെച്ചാൽ കിട്ടുമോ? ചിലത് പകരാൻ ദൈവം എന്തിയാ? കമത്തി വെച്ചിരിക്കുക. കമത്തി വെച്ചാൽ എന്ത് ചെയ്യല? കിട്ടിയല്ല. പിന്നെ എന്ത് ചെയ്യണം? ഈ പാത്രത്തേക്കാൾ താഴ്ത്തി കൊടുക്കുമ്പോഴാ പകരാൻ തുടങ്ങുന്നത്. അനുഭവനി. കർത്താവേ, ഞാൻ ഒന്നുമില്ല, ഏതുമില്ലെന്ന് പറഞ്ഞ് നീ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച ഇന്ന് പകൽക്കാലം അഭിഷേകത്തിന്റെ ശക്തിയാം നിറയപ്പെടും. റബിനി ചുടിബി ഉടബല റമന റിബനരസിയാന പവനിരാജ. ശ്രദ്ധിച്ചേ, ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു. 5-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിച്ചേ. 1 ശമൂവേൽ 10-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിച്ചേ. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കും. അപ്പൊ ദൈവാത്മാവ് വന്നാ നിന്റെ മേൽ ശക്തി വരും. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? നിങ്ങളോട് പിശാചിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിശാചിനെതിരെ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തോടാണ്. അതാ ശിംശോനോട് ദലീല ചോദിച്ചേ, ശിംശോനേ, നിന്റെ ഈ മഹാശക്തി ഏതിലാ? സ്വതന്ത്രം. നിന്റെ ശക്തിയോടാ പോരാട്ടം. ഇതുള്ളത്തോളം കാലം നിന്റെ അടുക്ക പിശാചടിക്കുകയല്ല. കാരണം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന മഹാശക്തിയാ. റീബാനകത്തൊരു വേണമെങ്കിൽ വായിച്ചോ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-6 കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. വായിച്ചേ. യഹോവയായി ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും. ന്യായാധിപന്മാരുടെ പുസ്തകം 16:6 ദലീല ശിംശോനോട് നിന്റെ മഹാശക്തി ഏതിലാകുന്നു? നിന്റെ മഹാശക്തി ഏതിലാ? നിന്നെ എങ്ങനെ ഒതുക്കാമെന്ന്. അപ്പൊ അഭിഷേകം പോയ എന്ത് ചെയ്യും? പറ. ഒതുക്കാം. അഭിഷേകം പോയ ഒതുക്കാം. അഭിഷേകം ഉള്ളിടത്തോളം കാലം ഒതുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ദൂത് മനസ്സിലായോ? നിന്നെ പിശാചിപ്പ് ഒതുക്കാത്തതിന്റെ കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന പവറാ. കുടുംബജീവിതത്തിൽ ഒതുക്കാൻ നോക്കിയതാ, പഠനത്തിൽ ഒതുക്കാൻ നോക്കിയതാ, ജോലിയിൽ ഒതുക്കാൻ നോക്കിയതാ, ബിസിനസ്സിൽ ഒതുക്കാൻ നോക്കിയതാ, തലമുറയെ ഒതുക്കാൻ നോക്കിയതാ. എന്താ ഒതുക്കാൻ കഴിയാത്തത്? അകത്ത് വ്യാപരിക്കുന്ന പവറാ.
ഉടബലബലബല ഭൗഡിരമനരിവനരസിയാന രാജാമാന ധൂനാമാന റിഖ. ചിലമേൽ അഭിഷേകത്തിന്റെ തീ തീ. ഹോളി പവർ, ഹോളി പവർ, ഹോളി പവർ. ഉടബലബലബല ഭൗഡിരമനരസിയാന ഭവനി. ഹല്ലേലൂയ. റീന റിഖ റിവനരസിയാന ഭവനി. ഉടബലബലബല ഭൗഡിരമനരിവനരസിയാന ഭവനി രാജ. അവൻ 3 വട്ടം ദലീല അവൻ ശിംശോനെ ഒതുക്കാൻ നോക്കി. ശിംശോൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് കെട്ടിയാൽ എന്നെ ഒതുക്കാമെന്ന് പറഞ്ഞു. പുതിയ കയറുകൊണ്ട് കെട്ടിയിട്ട് പറഞ്ഞു, ശിംശോനെ പെലിസ്തരിതായി എന്ന് പറഞ്ഞു. ശിംശോൻ ആ വാടക പൊട്ടിത്തെറിപ്പിച്ച് എഴുന്നേറ്റ് പോന്നു. 2, അമ്മ ദൈവ തലമുടി അമ്മ നെയ്ത് കെട്ടി. റബനകത്രി അതും അഴിച്ചു. ഉടബലഘട്ടം റബനകട് ചണനൂല് കൊണ്ട് ബന്ധിച്ചു. തീയിറങ്ങി വന്ന് കരിക്കുന്നത് പോലെ അത് പൊട്ടിപ്പോയി. ശിംശോൻ എഴുന്നേറ്റ് വന്നു. അവസാനം എന്ത് ചെയ്തു? ഈ ശക്തി ഒതുക്കാനായിട്ട് ദലീലായി അവനെ വശീകരിച്ച് അസഹ്യപ്പെടുത്തി. അങ്ങനെ നാളുകൾ അസഹ്യപ്പെടുത്തിയപ്പോഴാ ശിംശോൻ പറഞ്ഞ, എൻ്റെ മഹാശക്തി എൻ്റെ ഉടബലകളുടെ തലയിലെ തലമുടിയില. ഞാൻ ചെറുപ്പം മുതൽ അമ്മയ്ക്ക് ആരാ? ചെറുപ്പം മുതൽ അമ്മയ്ക്കല്ല, ദൈവത്തിന് നാസീർവ്രതനാ എന്ന് പറഞ്ഞാൽ, നാസീർവ്രതൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവനാ. നമ്മളും വേർതിരിക്കപ്പെട്ടവരാ. അടകരമന റിവനരസിയാന ഭവനി. ദൂത് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ മഹാശക്തി അമ്മ ചൂടവ നിന്റെ ഈ അടകരമ വിശുദ്ധ ജീവിതത്തിലാ, നിന്റെ വിശ്വസ്തതരാ അതിലാ ഇത് നിലനിൽക്കുന്നത്. വിശുദ്ധ ജീവിതം പോകുമ്പോ, വിശ്വസ്തത പോകുമ്പോ, കറപ്ഷൻ ജീവിതത്തിൽ വരുമ്പോ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഇന്ന് പകൽ നീ മടങ്ങി വരുമ്പോ നഷ്ടപ്പെട്ടത് മടക്കി തരാൻ. ഓ റാഖു റാഭ റാഥൂനിയോ റോഖോ ഉടബലബലബല ഭൗഡിരബല റബന 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 ചുടബ റബല റബന രസിയാന. വ്യാപരിക്കുന്ന ദൈവകൃപ. രാജാ രാജാ റീന അടകര റബന റിബന രസിയാന ഭവനി രാജ. ഉടബല നഷ്ടപ്പെട്ട ചിലത് മടക്കി തരിക. നഷ്ടപ്പെട്ടു പോയ അഭിഷേകം, നഷ്ടപ്പെട്ടു പോയ വെളിപ്പാട്, നഷ്ടപ്പെട്ടു പോയ ദർശനം, നഷ്ടപ്പെട്ടു പോയ കൃപകള്. ഹോ റിഖാ ബാ 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 ബാ. ചിലത് മടങ്ങി വരുന്ന പകല. ഓ റാ പാ പാ നാ റാ ധൂനിയോ റോ അടകരമന റിബനകത്തിരി. ആളമാറ്റുന്ന അഭിഷേകം. നമുക്കെല്ലാവർക്കും ദൈവസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവർ ഏറ്റവും ഫ്രണ്ടിൽ വാ. റീബന കർത്താവിനോട് പറയുന്നു, ദേ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം അഭിഷേകം പ്രാപിക്കാൻ. ഇത് ഈ ദൈവദാസൻ എനിക്ക് വേണ്ടി ഒഴിച്ചു വെച്ച വെള്ളമാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളം എൻ്റെ അടുക്കിലേക്ക് വരുമോ? ഞാൻ വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണോ? ഞാൻ വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് എന്നാൽ എനിക്ക് കുടിക്കാം. കർത്താവ് ഒന്ന് ദാഹിക്കുന്നവനല്ല എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹം ഉണ്ടെങ്കിൽ ദൈവം നിറയ്ക്കും. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്തു നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുകയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ശ്രദ്ധിച്ചേ. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവര് ദൈവത്തെ നിയമോടെ സ്തുതിക്കുന്നു. ആദ്യം നിങ്ങൾ ആരാധിക്കുന്ന 2 ഭാഷയായി കിട്ടുള്ളൂ. ചിലപ്പോൾ ഒത്തിരി ഭാഷ കിട്ടും. ചിലർക്ക് ഇംഗ്ലീഷ് ഭാഷ കിട്ടും, ചില അറബി ഭാഷ, ചില വെറൈറ്റി ഭാഷ സംസാരിക്കും. ചിലർക്ക് ഞാൻ സൂക്ഷിക്കുന്ന സമയത്ത് ചിലർക്ക് ഞാൻ പറയുന്ന ഭാഷയായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്ന ചില ഭാഷകൾ ചിലർക്ക് കിട്ടാറുണ്ട്. നിങ്ങളുടെ നാവിന്മേൽ അഭിഷേകം വരും. നാവ് പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നാവിന്മേൽ ഒരു തരിപ്പ് വരും. ആ സമയത്ത് നിങ്ങൾ കണ്ണു തുറക്കരുത്. അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരെ നോക്കരുത്. നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് എങ്ങനെയാ യേശു എന്ന് പറയുന്ന ഒരു പേര് ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുക. ആ പേരിലേക്ക് തന്നെ നോക്കി യേശുവിൻ്റെ രക്തം, അല്ലേലിയ ഗ്ലോറി ആമേനൊന്നും പറയണ്ട. യേശുവിൻ്റെ രക്തം, രക്തം 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 എന്ന് പറഞ്ഞ് അങ്ങ് ആരാധിക്കണം. അതും പറ്റിയില്ലെങ്കിൽ അവൻ യേശു ക്രിസ്തുവിനെ അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അവൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, എനിക്ക് ശക്തി ലഭിക്കും. കർത്താവ് നിങ്ങൾ കാൽവരി കുരിശിലൂടെ യേശു ക്രൂശുമായി പോകുന്നത്, യേശു കാൽവരി കുരിശിൽ ക്രൂശിക്കപ്പെട്ടവനായി കിടക്കുന്നത്, യേശു രക്തം വാർന്ന് കിടക്കുന്നത്, യേശു അമ്മ ഉയർത്തെഴുന്നേക്കുന്നത് നിങ്ങൾ ഇമാജിൻ കാണണം. ഭാവനയെ കണ്ട് അമ്മ ദൈവത്തിന് വചനം ധ്യാനിച്ച് നിൽക്കുമ്പോൾ യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, രക്തം 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 എന്ന് തുടങ്ങി ആരാധിക്കുന്ന സമയത്ത് നിങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വന്നിറങ്ങും. ഉടബലകൾ. അതിനുശേഷം ഞാൻ നിങ്ങളോട് ദൈവം തരുന്ന ദൂതുകളൊക്കെ പറയാം. ദൂതകളെക്കാൾ ഉപരിയായി ഇന്ന് പ്രാപിക്കേണ്ട ദിവസമാണ്. ദൂതെപ്പോഴും കേൾക്കുന്നതല്ലേ. ദൈവത്തെ നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടകരമന റിബനകത്തുരി. ദൈവാത്മാവ് ഇടപെടാൻ പോകുക. ഉടബലബലബ റീബനകത്തുരി. ദൈവം എനിക്ക് തോന്നുന്നത് ഈ കസേരയൊക്കെ ഒന്ന് മാറ്റിയത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് കസേര